ബേസിക് ആയിട്ട് ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അതായത് ഓക്കെ നമ്മളവിടെ ജനങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രോഗങ്ങൾ വരുന്നത്. പക്ഷെ ആ രോഗങ്ങൾ വരാനായിട്ട് സിസ്റ്റം ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ കൂടിയാണ്. അങ്ങനെ മാത്രം പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ സ്ട്രെസ്സും വർക്ക് എൻവയൺമെന്റും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ എന്താണ് മാനസികമായിട്ടുള്ളത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഫുഡ്, പൊല്യൂഷൻ, പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഈ റോഡ് അസുഖങ്ങൾക്കല്ല അപകടങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള റോഡ് എല്ലാം ഉണ്ട്. ഇപ്പോ അജുബായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ചാറ്റി വിത്ത് ക്ലാരിറ്റി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഇപ്പോ അതിന്റെ സാധ്യത ഏത് രീതിയിലൊക്കെ എടുക്കുന്നത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം? ഇപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയില് ഒരു രീതിയിലും ഒരു തട്ടിപ്പ് നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഞാനായിട്ടെല്ലാം ചെയ്ത് ഞാൻ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനം പോലെ. ഇത് അങ്ങനെ അല്ലത്. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോഡലായി കഴിഞ്ഞാൽ അതേ രീതിയിൽ പല ആൾക്കാർ ഫോളോ ചെയ്താൽ ഈ പ്രശ്നം തീരുവാ. ഇപ്പൊ ഞാൻ തന്നെ കയറി ഇതെല്ലാം ഉണ്ടാക്കും, അല്ല ഞാനിനി ഇതിനകത്ത് ഈ ട്രസ്റ്റ് റൺ ചെയ്ത് കേരളത്തിലുള്ള സകല ട്രസ്റ്റും കൂട്ടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇത് ഒരു സ്ഥാപനം കൂട്ടിപ്പോകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കുറച്ച് മര്യാദയ്ക്ക് പറ്റത്തുള്ളതേ ഉള്ളൂ. അധികം അങ്ങോട്ട് കയറി ഒരു ഈ പറഞ്ഞ ഒരാളുടെ ബിരുദം കാണിച്ചുകൊണ്ട് വലിയ കോടീശ്വരൊന്നും ആകാൻ പറ്റത്തില്ല. എന്നാൽ അവരവർക്ക് ആവശ്യത്തിനുള്ള സാലറി ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമല്ലോ. ആ മനുഷ്യൻ എന്താണ് ജീവിക്കുന്നത്, ജോലി ചെയ്യുമ്പോൾ ഫുൾ ടൈം ആയിട്ട് ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങി തിരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. ഒന്നാമത് അങ്ങനെ ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അയാള് പിന്നെ ഒരു രൂപ കയ്യിലില്ലാതെ തെണ്ടിത്തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അയാൾക്ക് സാലറി വേണം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇത് അലവ് ചെയ്തേക്കുന്നത് ഇങ്ങനെ സാലറിയിൽ വർക്ക് ചെയ്യാനായിട്ട്. എല്ലാ ട്രസ്റ്റിനും 40% അവർക്ക് അവരുടെ യൂസ് ചെയ്യാൻ പറ്റും ലീഗലി. പക്ഷെ ഇവിടെ അതിൽ കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ 40 പകുതിയാക്കി 20% റൺ ചെയ്യാനുള്ള ശ്രമമാണ്. ഇപ്പൊ ഫണ്ട് റൈസിംഗ്, ഫണ്ട് മാനേജ്മെന്റിന് ശരിക്കും അത്രയും പോലും ആവശ്യമില്ല. നമ്മളിപ്പോ നല്ലപോലെ ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഡൊണേഷന്റെ 20% എടുക്കേണ്ടി വരത്തില്ല. അതിപ്പോ 1 കോടി രൂപ കിട്ടിയാൽ നമുക്ക് എന്തിനാ 20 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആരെങ്കിലും ഈ പറയുന്ന പോലെ ക്യാൻസർ ആണ്, ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ നെക്സ്റ്റ് മൂവ്മെന്റ് ഏത് രീതിയിലായിരിക്കും? നമ്മൾ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എടുക്കും, ലേറ്റസ്റ്റ് പെയ്ഡ് ബിൽസ് എടുക്കും, എന്തൊക്കെ മരുന്നാണ് മേടിച്ച് കഴിക്കുന്നത് നോക്കും. ഈ പേഷ്യന്റ് ആ മരുന്ന് മേടിച്ചു കൊടുക്കും, മരുന്നുകൾ മേടിച്ചു കൊടുക്കും. പിന്നെ തീരെ നിവൃത്തിയില്ലാത്തവരാണെന്ന് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ കൗൺസിലറോ ആരെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്ററിൽ അവരുടെ സീലൊക്കെ ഇട്ട് റെക്കമെൻഡ് ചെയ്യും. അവരോട് സംസാരിക്കും, നാട്ടുകാരോട് സംസാരിക്കും. പിന്നെ ഇവിടെ അവിടെ ചെന്ന് നമ്മുടെ ആൾക്കാർ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണമല്ലോ, ഇതിനകത്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ചെയ്യും. അവരുടെ കൂടുതൽ കാര്യങ്ങൾ, അവരുടെ ഒരു മാസ ചെലവുകളെ പറ്റിയൊക്കെ ഒരു പഠനം നടത്തിയതിനു ശേഷം ഇവർക്ക് വേണ്ട പൈസ എത്രയാണോ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കേസ് എടുക്കുന്ന അങ്ങനെയൊക്കെയാ. എന്നിട്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വീഡിയോ അടക്കം കണ്ടു കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലാവും ജെന്യുവനാണ്. പിന്നെ ഇപ്പൊ 6 കൗൺസിലർ ഇടപെട്ടിട്ടുണ്ട്. MLA കൊണ്ട് ചെയ്യിക്കുന്ന MLA റെഡിയാണ്. MLA ആര് വേണേലും ഇത് റെക്കമെൻഡ് ചെയ്യാം. ഇവര് അല്ല അവർക്ക് കാണിക്കാം, അവർക്ക് ഇന്ന ആള് വന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യിക്കണം, അല്ലാതെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറെ പേര് ഇൻവോൾവ് ആവും. അപ്പൊ തട്ടിപ്പ് ഒരു പേഷ്യന്റ് തട്ടിക്കാനുള്ള സാധ്യത അവിടെ തീരും. കൂടുതലൊന്നും പറ്റത്തില്ല. പിന്നെ മരുന്നൊക്കെ മേടിച്ചു കൊടുക്കത്തുള്ളൂ. പിന്നെ അത്ര നിവൃത്തിയിൽ അത്ര കണ്ടറിയാലോ. ഒരു വീട്ടിൽ താമസിക്കുന്ന നമുക്കറിയാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമുക്ക് എപ്പോഴും. അപ്പൊ അവർ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ ഒരു ആവശ്യം വന്നു, പൈസ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു, അതിന്റെ ബില്ലും മേടിക്കും. ഇപ്പൊ ഇന്നലെ ഞാനൊരു പുതിയ കാര്യം ചെയ്തു. ഇന്നലെ മിനിഞ്ഞാന്ന് കിട്ടിയ ഐഡിയ ഇന്നലെ പ്രാവർത്തികമാക്കി. അതായത് നമ്മളിപ്പോ ഇതുവരെയുള്ള കിട്ടിയ പൈസയുടെ എല്ലാം ഒരു ചുമ്മാ ഒരു എക്സൽ ഷീറ്റിൽ ഒരു ഇതെടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത പൈസയും അതിനകത്തുനിന്ന് അറിയാമല്ലോ. ഇതിനകത്ത് എത്ര പറയാ ഡൊണേഷൻ കിട്ടിയ എത്ര, എക്സ്പെൻസ് എത്ര, കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് കണ്ട എത്ര. അതായത് തനിക്ക് എത്ര രൂപ അയച്ചു തന്നു, തനിക്ക് ഞാൻ 1000 രൂപ അയച്ചു തന്നു, എനിക്ക് 2000 രൂപ കിട്ടിയിട്ടുണ്ട്, ബാക്കി 1000 അവിടെ കിടപ്പുണ്ട് സ്റ്റേറ്റ്മെന്റ്. അതിന് കണക്ക് കാണിക്കാനായിട്ട് ബില്ലുകളെല്ലാം കൂടെ നിരത്തിയിട്ട് ബില്ലുകൾ ഇട്ട് കഴിയുമ്പോൾ ഈ ബില്ലും ആ ബാക്കിയുള്ള പൈസകൾ നോക്കുമ്പോൾ അത് ഏകദേശം അടുത്ത് നിൽക്കും. കൂടുതലാവും കുറഞ്ഞും വരാം. കറക്റ്റായിട്ട് വരണം നിർബന്ധമൊന്നുമില്ല. അവരങ്ങനെ എല്ലായിടത്തും ബില്ല് മേടിച്ചൊന്നും ചിലവാക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പൈസക്ക് ബില്ല് കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വലിയ പ്രശ്നമില്ല. ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. മാക്സിമം ബില്ല് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം അവരെ കൂടെ നമ്മളങ്ങനെ പഠിപ്പിക്കുക. ബില്ല് മേടിച്ച്
പൈസ കൊടുക്കുക, അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. അത് മാക്സിമം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ നമ്മളുടെ ഇവിടെ ഒരു ഹ്യൂമന്റെ ക്യാരക്ടർ രൂപീകരിക്കുന്നത് അയാളുടെ ഒരു സാമൂഹിക സാഹചര്യങ്ങളിലൂടെയും അയാളുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അതിജീവനത്തിലൂടെയാണ് ഒരു സ്വഭാവം രൂപീകരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് അജുബായിക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ ഓറിയന്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, അത് ചിലപ്പോ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ? അങ്ങനെ ഓരോ കൂട്ടരും പറയാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സോഷ്യൽ ഇൻഫ്ലുവൻസ് അതൊന്നും ആലോചിക്കാറൊന്നുമില്ല. എല്ലായിടത്തും മൊത്തത്തില് സ്കൂള് തൊട്ട് വീട്, സുഹൃത്തുക്കള്, വർക്കിംഗ് എൻവയൺമെന്റ്, ഇവിടെ എല്ലാം എത്തിക്കഴിയുമ്പോൾ വേറെ രാജ്യം. ഞാൻ കുവൈറ്റിൽ പോയി 11 വർഷം ജോലി ചെയ്യുന്നുണ്ട്. അതും 2 തരത്തിലുള്ള കമ്പനി ജോലി ചെയ്തു. മലയാളി കമ്പനിയിലും ജോലി ചെയ്തു, അമേരിക്കൻ കമ്പനിയിലും ജോലി ചെയ്തു. ഈ അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജോലി ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ജോലി ചെയ്താൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. അത് വലിയ കമ്പനിയാണെങ്കിലും ചെറിയ കമ്പനിയാണെങ്കിലും. ഇപ്പൊ KFC ഗൾഫിലുള്ളതോ അമേരിക്കയിലുള്ളതോ KFC അല്ല നമ്മുടെ ഇവിടെ തിന്നുന്നത്. ഇത് കോഴിയെ ഇവിടുത്തെ കോഴി തന്നെ. അവർക്ക് KFCക്ക് ശരിക്കും അവരുടേതായ ഫാമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ കമ്പനി ആണെങ്കിലും ഇപ്പൊ പെപ്സി ആണെങ്കിൽ പോലും കുടിച്ചാൽ അറിയാം. ഇമ്പോർട്ടഡ് പെപ്സി മേടിച്ച് കുടിച്ചാൽ വേറെ ടേസ്റ്റ്, നല്ല വെള്ളം. ഇതെന്ന് പറയുന്നത് എന്തോ വിഷം കുടിക്കുന്ന പോലെ തോന്നുന്നത് പെപ്സി കുടിച്ചാൽ. അപ്പൊ അത്ര വ്യത്യാസം എല്ലാ കമ്പനി വന്നാലും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ രീതിയിൽ വർക്ക് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ജോലി ചെയ്യണമെന്ന് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. എല്ലാവരും സ്ട്രെസ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ച് ആത്മഹത്യ എന്നൊക്കെ പറയുന്ന സംഭവം വരെ ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ കൂടുതൽ. അമേരിക്കയിലൊക്കെ കുറവായിരിക്കും, ഉണ്ടാവും. പക്ഷെ അതിന് അവര് മാക്സിമം അവരുടെ എഫേർട്ട് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഉള്ള ഇഷ്യൂസ് ഒന്നും ആയിരിക്കത്തില്ല. ഇവിടെ എന്ന് വെച്ചാൽ മാക്സിമം ഊറ്റുക, അതാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് അമേരിക്കൻ കമ്പനി വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്ട്രെസ് കുറയുന്നുണ്ട്, നമ്മുടെ എക്കണോമിക്സ് നോക്കുന്നുണ്ട്. അവര് എല്ലാം നോക്കി കഴിഞ്ഞിട്ടും വർക്ക് നടക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ ഗുണം ടൈം വേസ്റ്റ് ആകത്തില്ല, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഇന്ത്യയിലാണെങ്കിലും IT മേഖലകളിൽ ഒരു സൈക്കോളജിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പണി ഇവരെ കൊണ്ട് അപ്പോഴും മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. വർക്കൊന്നും ഇച്ചിരി കുറയ്ക്കുകയോ അല്ലാതെ വേറെ രീതി മാനേജ് ചെയ്യുകയോ ചെയ്യത്തില്ല. മാക്സിമം ഊറ്റാൻ നേരത്ത് മറന്ന് ഇങ്ങനെ വീടിന് ചാരി നിർത്തിയിട്ടുണ്ടെന്നുള്ള പ്രശ്നമില്ല, നമ്മള് അതുപോലെ ആക്കി നിർത്തിയിട്ടുണ്ട്. അല്ല സ്ട്രെസ് ശരിക്കും അവിടെ കുറയണമെന്നുണ്ട്. സൈക്കോളജിസ്റ്റുകളുണ്ട്, അങ്ങനെയുള്ള ഒരു ഇത് IT മേഖലയിൽ ഇപ്പൊ ഇന്ത്യയിൽ നിലവിലില്ല. ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ സ്കൂളിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചു അപ്പനും അമ്മ എങ്ങനെ ഡിവോഴ്സ് ചെയ്തെന്നൊക്കെ സൈക്കോളജിസ്റ്റ് കൊച്ചിനോട് ചോദിക്കാനുള്ളതെന്ന് ചോദ്യം അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ചൊരു സൈക്കോളജിസ്റ്റ് നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ അറിയത്തുള്ളൂ. അല്ലെ പിന്നെ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള ആളായിരിക്കും. ഇതിപ്പോ സൈക്കോളജി ഒരു ട്രെൻഡ് ആയതുകൊണ്ട് കുറെ പേര് സൈക്കോളജി കുറെ ടെക്സ്റ്റും പഠിച്ച് ഏതാണ്ടൊക്കെ തിയറിയും വിളിച്ചു പറഞ്ഞ് അങ്ങനെ നടപ്പുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തിറങ്ങി ഇടപെടാനോ മനുഷ്യരോട് കണ്ടിട്ട് സംസാരിച്ചാലോ അല്ലെ എന്തെങ്കിലും കാര്യത്തിലോ നടത്താൻ ശേഷിയുള്ളവർ പോലും അല്ല. പക്ഷെ കുറെ പേര് തിയറി ഒക്കെ പഠിച്ചിട്ട് കുറച്ചുപേരോട് സംസാരിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം അങ്ങ് സോൾവ് ചെയ്തേക്കാം. പിന്നെ ഒരു പരിധി വരെയൊക്കെ ഓക്കെ അവരെ കൊണ്ട് ചിലർക്ക് നടക്കുമായിരിക്കും. പക്ഷെ ഒത്തിരി അടുത്ത് ഫെയിലർ ആയിട്ട് കാണുന്നു. അതിന് കാരണം ഇവരാരും സോഷ്യൽ എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ ഇല്ല, ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല. ഇപ്പൊ ഈ യൂട്യൂബർമാരിടയ്ക്ക് തള്ളിക്കയറി കുറെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്ന യൂട്യൂബ് ചാനലും അത് ഇതൊക്കെ വന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈക്കോളജിസ്റ്റ് കുറെ ഉണ്ട്. നേരത്തെ പാസ്റ്റർ ആവേണ്ടവരോ അച്ഛനാവേണ്ടവരൊക്കെ ഇപ്പൊ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. മോട്ടിവേഷണൽ ട്രെയിനർ ആയിരുന്നു ഇതിനു മുമ്പ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മോട്ടിവേഷൻ ഔട്ട്ഡേറ്റഡ് ആ കഴിഞ്ഞത്. എനിക്ക് ആദ്യം ഞാൻ കാണുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതിന്റെ പേര്. അന്നേ ഇത് കണ്ടപ്പോ ഞങ്ങൾ ചീത്ത വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നതിനെ പ്രോഗ്രാം ചെയ്യുന്നു, ഇതെല്ലാം ഇച്ചിരി സൈക്കോളജി ഉണ്ട്, ഹിപ്നോട്ടിസം ഒക്കെ കൂടെ കലങ്ങിയ ഒരു പരിപാടി. പിന്നെ എന്റർടൈൻമെന്റ് കുറെ കോമഡി പറയും. ഇതെല്ലാം കേട്ട് ആൾക്കാർ കൊള്ളാം എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പായി. ഞാൻ എന്നിട്ട് നമ്മളെ ഇറക്കി വിട്ടായിരുന്നു അടുത്ത്. ഞങ്ങൾ കോളേജ് വന്നിട്ട് പരിപാടി നടത്തിയപ്പോ ഞങ്ങൾ തിരിച്ചു പറഞ്ഞൊക്കെ പറയാൻ തുടങ്ങി അകത്ത്. അപ്പൊ ഇവൻ ഞങ്ങളെ ഇറക്കി വിട്ടത് മാത്രമല്ല ജെല്ലും ഭാഗം എല്ലാം അടച്ച് അകത്തുള്ള പിള്ളേരെ അടച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇവന്മാർ ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എനിക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തൊന്നുമില്ല, ഞാൻ വെറുതെ അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ പെൺപിള്ളേരെ നമ്മുടെ ഫ്രണ്ട്സാ, അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങള് പുറത്തുള്ളവരെക്കാൾ ബുദ്ധി കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കപ്പാസിറ്റി എന്തൊക്കെയോ കൂടി എന്നാണ് പറഞ്ഞോന്ന് ചോദിച്ചു. ആ പറഞ്ഞെന്ന്. ഞാൻ പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും, തന്നെ അതുപോലെ ഇല്ലാതെ വലിയ പിള്ളേരൊക്കെ പറയാം എന്തൊരു മണ്ടത്തിലായിപ്പോയി അവിടെ നിങ്ങൾ ആദ്യം ഇറങ്ങിയപ്പോ ഞങ്ങൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ അത് ആദ്യം കാണുമ്പോഴേ ഇതിന്റെ വർത്താനം തുടങ്ങുമ്പോഴേ മനസ്സിലാക്കണം. അത് പിന്നെ അത് കാണുമ്പോൾ മനസ്സിലാകും ചില ഐറ്റങ്ങൾ പറയുന്നത്. എനിക്ക് ഈ എന്താ പറയാ ഒരു തട്ടിപ്പ് പരിപാടി നടത്തുന്ന ഒരാളെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് പിടികിട്ടി ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നത്. ചിലര് വേഷം കിട്ടി വരുന്ന കാണുമ്പോൾ ഒരു സംശയം തോന്നും. പിന്നെ ചിലര് മാത്രം അതിനകത്തുനിന്ന് മാറി നിൽക്കാറുണ്ട്. നമ്മുടെ അടുത്ത് ഭയങ്കര
എന്തോ കോട്ട് സൂട്ടൊക്കെ ഇട്ടിങ്ങോട്ട് വന്നിട്ട് ഇരുന്നിട്ട് ഭയങ്കര സാധനമൊക്കെ കാണിക്കും. ചിലപ്പോൾ ഷെയ്ഖാൻഡൊക്കെ ഇത് കാണിക്കുമ്പോൾ നമ്മളാ ഇനി എന്താ അടുത്തതെന്നുള്ള നോക്കുന്നത്. അപ്പൊ പറഞ്ഞു ചിലര് കുഴപ്പമില്ലാത്തവരായിരിക്കും, പിന്നെ അവർ ഇതിന്റെ കൂട്ടത്തിലൊക്കെ ചെയ്തു പോകുന്നതായിരിക്കും, ഇതിന്റെ പ്രാക്ടീസ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ മിക്കവാറും ഉള്ളവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഇവിടുന്ന്. അവരുടെ രീതി വേറെയാണ്. എന്താ പറയുക, ബിസിനസ്സാ, നമ്മള് അങ്ങനെ ഇടപെടുന്നത്, നമ്മൾ ഇങ്ങനെ ഇടപെട്ടാലേ കാര്യം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഓട് സൂട്ട് ഇട്ടവരെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്ട് കൂടുക. ഇവിടെ ബെൻസേനോട് വന്നിറങ്ങാമെങ്കിൽ സാധനങ്ങൾ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റുകളെ എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ ഒരു സുഹൃത്തിന് ഈ സോഷ്യൽ ഫോബിയുടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ചും കൂടി സൈക്കോളജി അല്ല. പക്ഷെ ഞങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടു. സൈക്കോളജിസ്റ്റ് ഒറ്റ സെഷൻ കഴിയുമ്പോൾ സൈക്കാട്രിസ്റ്റ് റെഫർ ചെയ്യാണ്ട് ഇവനെ കണ്ടിന്യൂസ് ആയിട്ട് കാശ് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. പക്ഷെ അവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എക്സസൈസും കാര്യങ്ങളും എല്ലാ രീതിയിലും മാറി അവൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവനൊരു മാറ്റം ഉണ്ടായി. അവന് കെമിക്കൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആള് സൈക്കാട്രിനെ റെഫർ ചെയ്യുന്നില്ല. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആളുടെ റോള് 2 സെഷൻ 3 സെഷൻ കൊണ്ട് തീരും. അതായത് സൈക്കോളജിക്കലാണ് ഇഷ്യൂ എങ്കിൽ അയാൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് 3 മണിക്കൂർ കണ്ടിന്യൂസ് അല്ല, ഒരാഴ്ച, ഈ ഒരാഴ്ച സംസാരിച്ചു, അടുത്തൊരാഴ്ച സംസാരിച്ചു, അതിന്റെ അടുത്താഴ്ച സംസാരിച്ചു, ചിലപ്പോൾ 1 മാസമൊക്കെ ടൈം കൊടുക്കേണ്ടി. അതിനുള്ളിൽ ഈ സംഭവം സോൾവ് ആകുന്നില്ല, അയാൾ അതിൽ കൂടുതൽ പ്രശ്നം കാണിക്കുന്നതിന് അപ്പോഴേ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അതുമല്ല, ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഒരു പുരോഗമനം ഇല്ലെങ്കിലും അപ്പം തന്നെ സൈക്കാട്രിസ്റ്റ് പറയും. അത് ആ പുരോഗമനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സൈക്കോളജിസ്റ്റ് അറിയാം. പലർക്കും ഇവിടെ അറിയാമെങ്കിലും അവരെന്ത് ചെയ്യുന്നത്, മനഃപൂർവ്വം ആളെ എത്തി പൈസ ഊറ്റാൻ വേണ്ടി എല്ലാ ആഴ്ചയും വിളിച്ചു വരുത്തി. ഇവര് സൈക്കാട്രിക് ആണെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് തിരിച്ചറിയത്തില്ല, ഒരിക്കലും ഒരു സൈക്കാട്രിക് പേഷ്യന്റിന് സ്വന്തം രോഗം മനസ്സിലാകില്ല. അതേ ഉള്ള ഈ ഭയാന്നുള്ള പരിപാടിക്കുള്ള ഒരു പ്രശ്നമുണ്ട്. ക്യാൻസറോ എന്ത് മാരക അസുഖം വന്നാലും നമുക്കൊരു വേദന എന്തെങ്കിലും എടുത്ത് നമ്മൾ അറിയും. സൈക്കാട്രിക് പേഷ്യന്റിന് അത് അറിയാനേ പറ്റത്തില്ല. അയാൾ ഒരിക്കലും അറിയത്തില്ല അയാൾക്ക് അസുഖമുണ്ട്. അപ്പൊ അത് വേറൊരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇയാളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ഇയാളെ എന്ത് വേണേ ആക്കി തീർക്കുക. അപ്പൊ അത് സൈക്കോളജിനെ കിട്ടുമ്പോൾ ചില സൈക്കോളജിസ്റ്റ് അറിഞ്ഞാൽ പോലും, നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അവരെല്ലാം അവരുടെ എന്താ പറയുക മോട്ടീവ് തന്നെ കാശുണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയൊരു കാർ മേടിക്കുക, വീട് വെക്കുക, ഭാര്യ മക്കളെ സുഖമായിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്റെ കുഞ്ഞാണ് ഏറ്റവും വലിയ കുഞ്ഞ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കാക്കിട്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും പൈസ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കി ബാങ്കിലിടുക, പിന്നെ നമ്മൾ ഭയങ്കര റിച്ചാണ് കാണിക്കാൻ വിചാരിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ഇവരെല്ലാമേ നല്ല അതുകൊണ്ടാണ് ഈ നാടിങ്ങനെ ഇരിക്കുന്നത്. അവര് എല്ലാരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടത്തില്ല. എല്ലാരും വണ്ടി കൊണ്ട് ഓടി കുത്തി തള്ളി 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 കയറ്റി ഇവിടെ എല്ലാം ബ്ലോക്കായി. പൊല്യൂഷൻ അത്രയും തന്നെ കൂടി, ടൈമും അത്രയും തന്നെ വേസ്റ്റ് ആയി. ഒരു ആംബുലൻസ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാ പോകുന്നത്. എന്നിട്ട് പറയുന്നത് വലിയ എന്തോ മാറ്റിക്കൊടുക്കൽ നടത്തുന്ന പോലെ നമുക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ മാറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് 2 വണ്ടി മാറിയാൽ അതിനിടെ കൂടെ പാഞ്ഞു പോകുന്ന വണ്ടി. ഇത് വേറെ രാജ്യത്താണ് അത്രയും സ്പീഡിൽ തന്നെ ഇനി പോകാൻ പറ്റും. ആംബുലൻസ് വേറെ ട്രാക്ക് ഉണ്ട്, അതാ വേറെ രസം. ഗൾഫിലൊക്കെ ട്രാക്ക് വേറെ ആംബുലൻസിന്. ആ ട്രാക്ക് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. നമുക്ക് എമർജൻസി ഉണ്ട് അതിനകത്ത് ഓടിക്കാം. അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തേക്കുക. അതിനകത്തോടെ പതുക്കെ ഓടിച്ചാൽ നമ്മൾ ഇങ്ങനെ പോകും, ഈ ഹമ്പി ആടി പോകുന്നത്. പക്ഷെ സ്പീഡ് ഓടിച്ചാൽ അറിയത്തില്ല. അതിനകത്തൊരു 120 മണ്ടയ്ക്ക് വേണം വണ്ടി ഓടാൻ എപ്പോഴും. നമ്മൾ ആ ട്രാക്കിൽ കയറാം, പക്ഷെ ആംബുലൻസ് ഉള്ള ആ ട്രാക്കിൽ നിന്ന പണിയാണ്. അതിനകത്ത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അതാണ് ശരിക്കുള്ള ആംബുലൻസിന്റെ രീതി. ഇവിടെ അതൊന്നും ഇല്ല. എന്നിട്ട് ഇവിടെ ആൾക്കാർ വലിയ മഹത്തായ രീതി കാണും, ഓ മാറ്റിക്കൊടുത്തു, എന്തോ ഭയങ്കര സംഭവം. ഇവരെല്ലാവരുടെ കൂടിയാണ് ഈ റോഡിന് വീതി ഇല്ലാണ്ടായേക്കുന്നത്. ഇവരെല്ലാവരുടെ കൂടി തിക്കിത്തിരക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തുള്ള ആ വണ്ടി ഇത്രയും കറങ്ങി പോകേണ്ടി വരുന്നത്. ഈ ടൈമില്, അതായത് ഇവിടുത്തെ ഒരു ആംബുലൻസ് 1 മണിക്കൂർ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ഗൾഫിലാണ് 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്കത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ഈ സംഭവം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. ഈ ആംബുലൻസിന് ട്രാക്ക് ഉണ്ടെന്നും ആ ട്രാക്കിൽ ഇങ്ങനെ ഉണ്ടെന്നും ഇവിടെ ജീവിച്ച ഒരാൾക്ക് കാണാൻ പറ്റത്തില്ല. എവിടെ പോയി കാണും? ഇവിടെ കാണുന്നില്ല, അറിയുന്നുമില്ല. അവൻ ആ ട്രാക്കിൽ ഓടിച്ചിട്ടില്ല. നമ്മൾ ഗൾഫിൽ പോയത് കൊണ്ട് കാണുന്ന ഇതൊക്കെ അവിടെ എല്ലാം ഇങ്ങനെയാ. ആ ട്രാക്ക് വിട്ടും ആംബുലൻസ് വരും. ആംബുലൻസ് ചിലപ്പോൾ ഇതുവഴിയൊക്കെ ഓടിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ എന്നാലും അവർക്ക് ആ ട്രാക്കേ ഉണ്ട്. പിന്നെ അഥവാ മറ്റു റോഡുകളുണ്ട്. ഈ ട്രാക്കില്ലാത്ത മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡിൽ കയറിയാൽ ഇച്ചിരി മാറ്റി കഴിഞ്ഞാൽ വണ്ടി വാങ്ങി പോകാൻ പറ്റും. അവിടെ അങ്ങനത്തെ ഡ്രൈവിംഗ് കൾച്ചർ വേറെ, ബിഹേവിയർ, ഓൺ റോഡ് ബിഹേവിയർ ആൾക്കാരുടെ വേറെ. ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ഇങ്ങനെ കാണിക്കും, പൊക്കോളാനേ പറയത്തുള്ളൂ. അല്ലാതെ വണ്ടികളെല്ലാം കൂടി ഇടിച്ച് കുത്തി അവനവിടെ നിൽക്കട്ടെ തിരിക്കാൻ തുടങ്ങിയാണല്ലോ ആൾക്കാർ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഹോൺ അടിച്ചുകൊണ്ട് വരും. ബ്രേക്ക് ഇല്ല, ബ്രേക്കിന് പകരം ഹോൺ ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ നാടിന്റെ വേറൊരു ശാപം ഈ റോഡിന്റെ. ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ഇതൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്ന വേറൊരു കാര്യം ചോദിക്കുന്നത്, ജനങ്ങൾ നിരന്തരമായിട്ട് ചൂഷണത്തിന് വിധേയമാവാനുള്ള ഒരു ബേസിക് റീസൺ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണോ, അല്ലെങ്കിൽ എന്താ പറയാ
നമ്മൾ നിയോഗിച്ചിട്ടുള്ള പ്രതിനിധികളുണ്ടല്ലോ, അവരുടെ ബോധമില്ലായ്മ. അങ്ങനല്ല, ഇതിന്റെ ബോധമില്ലായ്മ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയല്ല. ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു ബോധമില്ലായ്മ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഇവിടെ ഉള്ളവർക്ക് ഈ കട്ട് ചെയ്ത് മാറാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പുതിയൊരു സാധനം കണ്ടാൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റിലീജിയസ് ബിലീഫും ദൈവവും ഇരിക്കുന്നിടത്ത് ഇച്ചിരി പാടാണ്. ആ റിലീജിയനും ദൈവവും തളിക്കാതിരിക്കുന്നതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒത്തിരി സമയം എടുക്കാറുണ്ട്. അപ്പൊ ഇത് കൂടുതൽ മാസ് പോപ്പുലേഷൻ അങ്ങനത്തെ വരാം. ഇവരുടെ തലയിൽ ആദ്യം കയറുന്നത് ഈ ഭയവും ഭക്തി ബഹുമാനം ഇങ്ങനത്തെ സാധനങ്ങളാണ് നിൽക്കുന്നത്. ഇത് എങ്ങനെ എവിടെ ചെന്ന് കാണിച്ചാൽ മതി, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പൊ ഈ സാധനം ഇരിക്കുന്നിടത്തോട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ കൊണ്ടുവച്ചാൽ ഇതിനേക്കാൾ വലിയൊന്നും അല്ലാതെ ഏറ്റവും വലുത് ദൈവമാണല്ലോ. ദൈവം നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ വണ്ടിയിൽ ഇരിപ്പുണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്, എപ്പോഴും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ ഭയങ്കര മറ്റേ ആള് പറഞ്ഞ പോലെ നമുക്കുള്ള ലിബർട്ടിയാണ്, റെഗുലേറ്റഡ് ഫ്രീഡം ഉണ്ട് എന്നൊക്കെ അറിയാം, പറയാനൊക്കെ കൊള്ളാം, പക്ഷെ ആളത് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എന്തോ അൾട്ടിമേറ്റ് പവർ നമ്മൾ പറയുന്ന അവിടെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു 50% കഴിഞ്ഞു, താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ പറയും. അപ്പൊ 50 അവിടെ പോയി, റെസ്പോൺസിബിലിറ്റി മൊത്തം പോയി, അത് ജോലിക്കകത്ത് പോയി, ഈ റോഡിൽ പോയി, എല്ലായിടത്തും പോയി. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും അവിടെ ചെല്ലുമ്പോഴും എല്ലാം നമ്മൾ ചെയ്യാൻ ചെയ്തിട്ട് ബാക്കി മറ്റൊരു ചെയ്യും എന്ന് പറയുന്ന സാധനം ഓടുന്നുണ്ട് ഇവിടെ. അത് മൊത്തം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ 100% റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ വേണം പിന്നെ ചെയ്യാൻ, അല്ലാതെ ദൈവത്തിന് ഒന്നും ചെയ്യാനില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് ദൈവത്തോട്ട് അങ്ങനത്തെ ഒരു ചിന്ത പോലും തല വരാറില്ല. അപ്പൊ ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടാലൊന്നും എനിക്കും തോന്നുന്നില്ല. ഇവിടെ ഒരു പള്ളി വെച്ചാൽ ഇങ്ങനെ കാണിക്കുന്നതാണ്, ഞാൻ കാണിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. ചെറിയ പ്രായം തൊട്ടിട്ട് പോലും ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് ഇത്രയും അത് കൊച്ചിലും ഉണ്ടാകുന്നില്ല, 6ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മാറിയത്, പെട്ടെന്ന് മാറി. 7-8 ആയപ്പോഴും നമ്മൾ ഇത് തിരിച്ചു പറയാൻ എനിക്ക് കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാൻ ഭയങ്കര ആസ്മ പേഷ്യന്റ് ഒക്കെയാണ് പണ്ട്, ഇപ്പൊ ഹാർട്ട്, അങ്ങനെ മാറി മാറി വന്നിട്ട് ഓരോ സമയത്ത് ഓരോ രോഗം. ഈ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ശ്വാസം കിട്ടത്തില്ല. അതിന് ICU കൊണ്ടുപോയി ആ ഓക്സിജൻ സിലിണ്ടർ വരുമ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയേക്കുന്നത്. അല്ലാതെ പ്രാർത്ഥനക്കാരാ, ഭയങ്കര പ്രാർത്ഥന. മമ്മി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഹാർട്ട് 20% മമ്മിന്നുള്ളൂ. അത് പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കും, ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേകിച്ച് പറയാൻ നമ്മളത് കൊച്ചിലേക്ക് മനസ്സിലായി എനിക്ക് എങ്ങനെയോ. പിന്നെ അതുമല്ല, എന്തോ ഭാഗ്യത്തിൽ ആ സമയത്തൊക്കെ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ ഉള്ള ഇടപെടലൊക്കെ നടത്തിയപ്പോൾ ക്ലിയർ ആയി, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ പടമൊക്കെ വെറുതെ കാണാമെന്നുള്ളതേ ഉള്ളൂ. പള്ളിയും പോക്ക് നിർത്തി, എല്ലാം നിർത്തി. ഞാൻ 8ാം ക്ലാസ്സോട് പള്ളി പോകത്തില്ല, 8 അല്ല 9, 6, 7, 8 ക്ലാസ്സുകളിലാണ് ആകെ പള്ളിയിൽ പോയിരുന്നിട്ടുള്ളത്. അപ്പോഴും എനിക്ക് ഈ സാധനം ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം എല്ലാ ആഴ്ചയിലും ചെല്ലുമ്പോൾ ഒരേ വർത്താനൊക്കെ കേൾക്കുന്നു, ഒരേ രീതിയിൽ ഇടപെടുന്നു, ഇതിലൊരു യൂണിഫോം ഇട്ട് കളിക്കുന്നു, ഇതൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ബിഹേവ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എപ്പോൾ കുരിശ് വരയ്ക്കണം എന്നറിയത്തില്ല, എപ്പോൾ മുട്ട കുത്തണമെന്ന് അറിയത്തില്ല, എപ്പോൾ തലയിൽ കുത്തിക്കണം അറിയത്തില്ല, എപ്പോൾ ചാടി തോടണമെന്ന് അറിയത്തില്ല. ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ കസിൻ പറയും, നീ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ ആദ്യം ഇവിടെ നിൽക്കാൻ പറയും. എന്നിട്ട് അവനിങ്ങനെ തട്ടും ചിലപ്പോൾ. ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്മള് വേറെ ആളുകളൊക്കെ ഇയാൾ കോമഡിയൊക്കെ പറയും. ഞാൻ പിള്ളേരെല്ലാം ഇവിടെ ചിരിച്ചിട്ട് എന്നെ ഇറക്കി കൊണ്ടിട്ടുണ്ട് പള്ളിയിൽ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടേ ഇല്ല. എനിക്ക് അറ്റാക്ക് വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. ഞാൻ എങ്ങനെ പൈസ അറേഞ്ച് ചെയ്യണമെന്ന് ആലോചിച്ചോളൂ, അല്ലാതെ പ്രാർത്ഥിക്കാൻ അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഓർത്തില്ല ഇതിനെപ്പറ്റി, ഞാൻ വേറെ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് വേറെ ഡോക്ടർ എടുത്ത് ഡോക്ടർ നിന്നെ കർത്താവ് രക്ഷിച്ച് പോയി കുർബാന കൈക്കൊള്ളാം. ഞാൻ അപ്പോഴാ ഓർത്തോ ഇതിന്റെ ഇടപാടാ, ഞാൻ വിട്ടുപോയല്ലോ, ഇപ്പോഴെങ്കിലും ഓർമ്മിച്ച നന്നായി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. ഞാൻ ഓർക്കും, ഈ ഡോക്ടർക്ക് എന്താ പ്രശ്നം, ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കൊള്ളാം. മറ്റേ ഡോക്ടർ സർജറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടർ ഒരു കാര്യം ഇങ്ങനത്തെ സംസാരിച്ചില്ല. അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ നിന്നില്ല. എല്ലാം ഇങ്ങനെ ആയിരിക്കും, ചെറിയ പ്രൊസീജിയറാണ് ഇത്, വലിയ ആന പ്രൊസീജിയർ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിനും ഭാര്യ ഇപ്പൊ പ്രാർത്ഥിക്കത്തുന്നില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഈ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും വലിയ സംഭവമാക്കാൻ നിൽക്കില്ല. എന്തിനു ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഇങ്ങനെയൊക്കെ ഡാൻസ് കളി സ്റ്റെപ്പൊക്കെ ഇട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോഴല്ല, ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഇങ്ങനെ കാണിച്ചു, വെറുതെ ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു. ഇത് കണ്ട് പേടിക്കുന്നവരുണ്ടെന്ന്. എന്റെ ഒരു കസിനൊക്കെ ഇതേപോലെ തന്നെ അറ്റാക്ക് വന്നു. ഫാമിലി ബ്രാഞ്ചിൽ ഒത്തിരി പേർക്കുണ്ട് ഈ അറ്റാക്ക്. ഞാൻ അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ പ്രത്യേകം കസേരയിലൊക്കെ ഇരിക്കുന്നു. 1 മാസമായി. ഞാൻ 6 ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി. 4ാമത്തെ ദിവസം എടുത്തൊരു വീഡിയോ കിടപ്പുണ്ട്. പിന്നെ പ്രിഡേറ്റർ ആയിട്ട് മാറി അർണോൾഡിനെ ഡ്യൂപ്പാക്കി ഞാൻ പ്രിഡേറ്ററെ മടലുകൊണ്ട് അടിക്കുന്ന സീനൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഞാൻ മറ്റേ ചവിട്ടി മറിക്കുന്ന സാധനം വീഴും, ഇത്രേ കാണിച്ചുള്ളൂ. ഇതൊക്കെ ചുമ്മാ എണ്ണൊക്കെ തേച്ച് എനിക്ക് 3 ദിവസം ആശുപത്രി കിടന്ന് ഭ്രാന്തായിട്ട് ഇറങ്ങിയിട്ട് ചെയ്യുന്ന പണിയാണ്. അതോടെ ഈ പരിപാടി തീർന്നു. അല്ല അത് പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയി കാര്യം. ഇപ്പോ ആർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ട്, അത് സ്റ്റെന്റ് ഇടുകയാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന ലാഘവത്തോട് കാണുക. ആർട്ടറിയെ കട്ട് ചെയ്യുന്നതന്നെ ഉള്ളൂ, അതായത് മെയിൻ സാധനം കട്ട് ചെയ്യും. മറ്റേതിനകത്തും ഇത്രയും ചോര വരത്തില്ല. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ തെറുക്കി ഇങ്ങനെ സാധനം ചോര വീട്ടുക, അത് കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഇതിനകത്തോട് കയറ്റി ഇവിടെ വരെ നമുക്കറിയാം, അത് കഴിഞ്ഞാൽ അറിയത്തില്ല. അത് ഇത്ര മിനിറ്റിനുള്ളിൽ പരിപാടി തീർക്കുകയും വേണം ഡോക്ടർക്ക്. അത്രയും നേരത്തെ പരിപാടിക്ക് 1 ദിവസം ഒന്ന് കയ്യെ കെട്ടി വെക്കും, വേദന പോലും ഇല്ലല്ലോ.
ചിലർ ഈ പേടിച്ചിട്ട് വേദനയൊക്കെ എടുക്കുന്നു. എന്നോട് പറയാം ഭയങ്കര പെയിനാണ്. ഞാൻ തനിക്ക് തോന്നിയായിരിക്കും, കാരണം വേദന ഉണ്ടെന്നുള്ളൊരു ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രൊസീജിയറാണ്. ഇത് അങ്ങനൊന്നും ഇല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യണം. ഇടയ്ക്ക് ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക, ട്രെഡ്മില്ലിൽ ഓടുക, ECG എടുക്കുക, ചെക്ക് കൊടുക്കുക, എന്നാലും ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ട് തരും. ഒരു 5 രൂപ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് എത്ര ഉണ്ടെന്ന് അറിയാം. അത് 80% മണ്ടക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, അപ്പം തന്നെ സ്റ്റെൻഡ് ഇടുക, കൂളായിട്ട് കിടക്കുക. അത്ര ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. എനിക്കിത് അറിയത്തില്ല, അതല്ലേ ഞാൻ നേരത്തെ പോയി ചെയ്തേനെ. ഇത് അറ്റാക്ക് അടിക്കുന്നതിന് മുമ്പ് ചെയ്യാം. നമ്മൾ അറ്റാക്ക് അടിച്ച് ഹാർട്ടിന് വല്ല മസിൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു ഹാർട്ട് പേഷ്യന്റിനെ പോലെ 20%, 30%, 50% പമ്പിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്നു. അതിന്റെ ആവശ്യമില്ല. എല്ലാവരും ഒരു 30 വയസ്സ് ചെയ്യുമ്പോൾ തൊട്ട് കൊളസ്ട്രോൾ കഴിക്കണം, ഷുഗർ കഴിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ഡയറ്റ് മാറ്റണം, മെഡിസിൻ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കണം. നമ്മുടെ അത്രയും പൈസ ലാഭിക്കും, സമയം ലാഭിക്കും. ഇത് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക, അത് ഒഴിവാക്കി നമ്മൾ നേരത്തെ ഇത് ചെയ്യണം. ഇതൊന്നും ആരും പഠിപ്പിക്കുന്നൊന്നുമില്ല ഇവിടെ. ഈ വ്യായാമം ശീലമുണ്ടോ? വ്യായാമം ഇപ്പൊ ഒട്ടും കുറവ്, വളരെ കുറവാണ്. നടപ്പൊക്കെ ആയിട്ട് ഒതുക്കിയേക്കുക. എനിക്ക് ചില മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യാറൊന്നുമില്ല. ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കത്തില്ല, തോന്നിയ പോലെ. ഈ സ്ട്രെച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കുവാണ്, കുറച്ച് ഈ മറ്റേ ഡമ്പലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മസിൽ സ്ട്രെങ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. അത് നിർത്തി, ഇപ്പൊ കുറെ നാളായിട്ടില്ല. അതെന്നെ പോലീസ് പിടിച്ചതിന് ശേഷം എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നിർത്തിയതാണ്. പോലീസുകാരായിരുന്നു കാരണക്കാര്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം കുറച്ചും കൂടി ഒരു മാനസിക ഊർജ്ജം ചുമ്മാ പറയാണ്. അവര് കാരണം, എല്ലാം അവര് കാരണമാണ്. അവരെന്നെ മാനസികമായി തകർത്തു. എനിക്ക് ജീവിത രീതി തെറ്റി, ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല പിന്നെ എന്താ പറയണ്ടേ. ഈ മതം എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യന്റെ യുക്തിബോധത്തിനെ വളരെയധികം ബ്ലെയിം ചെയ്യാം, അവന്റെ പ്രാക്ടിക്കൽ സെൻസിനെ വളരെയധികം ബ്ലെയിം ചെയ്യാം. പിന്നെ അവന്റെ ജീവിതം, സ്വന്തമായിട്ടുള്ള ജീവിതത്തിന്റെ അതിനൊരു എന്തായാലും കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ വിശ്വാസത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരമാണ് നമ്മളിപ്പോ കൊണ്ടുവന്നേക്കുന്നത്. കാരണം നീ ഒരാളെ വിശ്വസിക്കരുത്, ആരും വിശ്വസിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് കണക്ക് കൃത്യമായിരിക്കണം, തെളിവുണ്ടായിരിക്കണം. അല്ലാതെ വിശ്വസിച്ച് എനിക്ക് അയാളോട് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പൈസ ഒക്കെ കൊടുത്തോണ്ടേ ഇരിക്കുക. അവൻ അത് തോന്നിയ പോലെ ഉപയോഗിച്ച് വീടും വെച്ച് കാറും വെച്ച് ഒരു ചെറിയൊരു നരുന്നിനെ കാണിച്ച് ഈ ഫിറോസൊക്കെ വെറും ചെറുതാകട്ടെ, ഇതിനകത്ത് വലിയ വലിയ പുള്ളികളാ ബാക്കിയുള്ളവർ. ബാക്കിയുള്ളവര് അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇതിൽ കൂടുതൽ കാശ് മേടിച്ച് ആൾക്കാരെ പറ്റിക്കുക. ഇവനൊക്കെ ചെറുതാ. നമ്മൾ ഈ ഫിറോസ് കുന്നമ്പറമ്പിലാണ് ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നത് വിചാരിക്കും. അതൊന്നും അല്ല. ഇതിലും വലിയ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും ചെറുത് വരെ ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ എന്തുകൊണ്ട് ഈ www. സാധനം കണ്ടുപിടിച്ച അന്നോട്ട് വേണ്ട, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർക്കൊക്കെ വേണമെങ്കിൽ ഇത് വെബ്സൈറ്റിൽ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് കാണിക്കാൻ പറ്റും. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ല എന്റെ വെബ്സൈറ്റ് ഭയങ്കര വലിയ വെബ്സൈറ്റ് അല്ല ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഉള്ളത്രയും ചെയ്യാൻ ജസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും അറിയണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നോക്കിയാൽ എണ്ണാൻ പഠിക്കണം. ഇത് 1000 ആണെന്ന് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് റണ്ണിങ്ങിൽ തന്നെയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞങ്ങളൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഇത് നാളെ മറ്റന്നാളോ ശരിക്കും നിങ്ങൾ ഇന്ന് വന്ന ദിവസം അയാളുടെ അടുത്ത് പോയി. നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഇല്ലല്ലോ, നിങ്ങളിവിടെ ആദ്യമായിട്ട് കാണുന്നവരാ. നിങ്ങളെ കൊണ്ടാണ് ഞാൻ പോകണ്ടേ അവിടെ. എന്നിട്ട് ആ കണക്കുകൾ അവിടെ നിന്ന് നമ്മൾ 4 പേര് വരുന്നു, എല്ലാവരും ഓഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് പുറത്തുള്ള ഒരാളാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കണക്കുകളൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും. ഞാനത് എനിക്ക് ഇന്ന് ഡേറ്റ് ഓർത്തില്ലോ, അല്ലെ ഞാൻ നിങ്ങളെ കൊണ്ട് പോയത് വേറെ ആളെ തപ്പിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടാ മനസ്സിലായാൽ മതി. ഇതിന് വലിയ മറ്റടുത്ത കാര്യമൊന്നുമില്ല. പോവല്ലേ, ഇന്നിപ്പോ വേണമെങ്കിലും പോകാവുന്നേ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതായത് പേഷ്യന്റ് പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ പാർട്ടി നമ്മൾ എല്ലാവരും ഇരുന്ന് മറ്റേ കണക്കൊന്ന് ബോധിപ്പിക്കുക. അതിപ്പോ ഡൊണേറ്റ് ചെയ്ത ആൾ കാണണ്ടേ. ഞാൻ പറയുന്നത് ഡൊണേറ്റ് ചെയ്തവരാ ചെക്ക് ചെയ്യേണ്ടത്, അല്ലാതെ വേറൊരാൾ ചെക്ക് ചെയ്യണ്ട. അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള അവസരം വേണം, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെട്ടിക്കോ തട്ടിക്കോ ചിലപ്പോൾ പൈസ മിസ്സാവുകയൊക്കെ ചെയ്യുന്നിരിക്കും. തട്ടിക്കോ എന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാമെന്ന് വിചാരിച്ചു. സംഭവിച്ചാലും നമുക്ക് പിടിക്കാൻ എളുപ്പം. ഇതിനകത്ത് ട്രാൻസ്പെറന്റ് ഒരുത്തരെടുത്തോണ്ട് ഓടുമായിരിക്കും. പക്ഷെ അവൻ എവിടെ വരെ ഓടുന്നത് നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ കാണാം. നമ്മൾ മറ്റേ മോളിൽ നിന്ന് കാണത്തില്ല, ഹെലികോപ്റ്റർ കാണത്തില്ല, ഇങ്ങനെ കാർ ഓടിച്ച് കളിക്കുന്നത്. ഒരുത്തും കൊടുത്ത് ഓടുന്ന കാണാം, കുറെ ചേസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇവൻ പോകത്തില്ല, ഇവരെ പിടിക്കും അവിടെ വിട്ട്. അല്ലെ മോളിൽ നിന്ന് പറയുന്നത് ഇപ്പുറത്തോട് വന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ മോളിൽ നിന്നുള്ള സാധനം ഇല്ലാത്തതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് പിടിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? എന്നിട്ട് ഈ മണ്ടന്മാര് ഡ്രോണൊന്നും വേണ്ട രീതി യൂസ് ചെയ്യുന്നില്ല, ഒന്നും കൊള്ളത്തില്ല ഇവിടെ. ഇവരുള്ളവർക്ക് തലയ്ക്കകത്തിരിക്കുന്ന വേറെയുണ്ട് പഴയ പരിപാടി. അത് മാറ്റിയാലേ പുതിയത് കൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ പുതിയത് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റുന്നറിയാം. ഞാൻ എന്റെ മലയാള കമ്പനിയിലെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് ഭയങ്കര സിസ്റ്റമാറ്റിക് പ്രശ്നമാണ്. അതായത് നമ്മൾ പേപ്പറെ വർക്ക് ചെയ്യുന്നു, ഫയലുകൾ
ഫയൽ റൂം, റാക്ക്, അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുക. ഇത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക്. അപ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ വരുന്നത്. കമ്പ്യൂട്ടർ വന്നു കഴിയുമ്പോൾ ഇത് മെമ്മറി ഡിവൈസിലോട്ട് കയറുന്നുണ്ട്. സോഫ്റ്റ് കോപ്പി എന്ന് ഒരു സാധനം വരുന്നുണ്ട്. ഈ സോഫ്റ്റ് കോപ്പി വന്നു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യും? ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഹാർഡ് ഡിസ്ക്, CD, ഫ്ലോപ്പി, പല ഡിവൈസ് വന്നു. ഇപ്പൊ USB അത് വന്നു, ഇത് വന്നു, ഇപ്പൊ ക്ലൗഡ് വന്നു. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് വെച്ചാൽ പേപ്പർ, ഹാർഡ് ഡിസ്ക്, ക്ലൗഡ്, ഇങ്ങനെ ഇരിക്കുക. ഇനി AI വന്നാൽ അതോടെ ഇവിടെ പിടിപ്പിക്കുക. അപ്പൊ വർക്ക് കൂടുക ചെയ്യുന്നത്. എന്നാൽ ഈ സാധനം ഒഴിവാക്ക്. എന്താ വേണ്ട? പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട. ജസ്റ്റ് ഒരു റിപ്പോർട്ട് ഹാർഡ് കോപ്പി മാത്രമാക്ക്. ഫയലുകളുടെ എന്തെങ്കിലും കുറയും, സ്പേസ് കുറയും. അത് ചെയ്യത്തില്ല. പഴയതെല്ലാം അതുപോലെ പിടിച്ചോണ്ടിരിക്കും. ഇവർക്ക് ഇത് മാറ്റാൻ അറിയത്തില്ലെന്നുള്ളതാണ്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറിയേണ്ട സമയം കറക്റ്റ് ഒരു 2010 ആകുമ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. പക്ഷെ ഗവൺമെന്റ് ചെയ്യത്തില്ല. പിന്നെ മലയാളികൾ മാത്രം ഇരുന്ന് കുറച്ച് പ്രായം കൂടിയ ആൾക്കാരുണ്ടല്ലോ, അതായത് ഇപ്പൊ ഒരു 45 വയസ്സിന് മേളിലുള്ള ആളുകൾ മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറ്റം വരുത്താൻ പറ്റത്തില്ല അവർക്ക് ആ ഒരു സിസ്റ്റം ഈ സിസ്റ്റം തമ്മിൽ മനസ്സിലാകത്തില്ല. ഇതിനെ മാനേജ് ചെയ്യുമ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാം ഹാർഡ് ഡിസ്കിലോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് അടിച്ചുപോയി തീർന്നു. ക്ലൗഡിൽ കൊണ്ട് വെച്ചിട്ട് ക്ലൗഡിൽ എന്തെങ്കിലും പറ്റിപ്പോയി അത് തീർന്നു. ശരിയാ, സംഭവം ശരിയാ. ഇത് 3 വെക്കാം. പക്ഷെ 3 വെക്കുമ്പോൾ മെയിൻ സാധനം എടുത്തിരിക്കുന്നത് കൂടുതൽ കണ്ടന്റ് ഉള്ള സംഭവം. ഇപ്പൊ 5 പേജിനെയാണ് അത് ബ്രീഫ് ആക്കി ഒറ്റ പേപ്പർ ആക്കി വേണമെങ്കിൽ ഒരു ഫയലിനകത്ത് വെക്കാം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനത്തെ ഫോർമാറ്റിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അപ്രൂവൽ ഉള്ള ഒരു ഭാഗം മാത്രം പേപ്പറെ കണ്ടാൽ മതി. അല്ല അത്ര ബ്രീഫായിട്ട് ഇതൊക്കെ എവിടെ ഇട്ടിട്ടുണ്ടെന്നെങ്കിലും കാണിച്ചാൽ മതി. ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ ലാപ്ടോപ്പിലുണ്ട്, ഹാർഡ് ഡിസ്കിലുണ്ട്. ആകെ കുറച്ച് പേരുടെ കണക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. ഹാർഡ് ഡിസ്കിലുണ്ട്, ഇത് ക്ലൗഡിലുണ്ട്. ഒരു ലാസ്റ്റിലെ റിപ്പോർട്ട് ഒറ്റ പേപ്പറിലാക്കി എങ്ങനെയും ആ റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു പേപ്പർ ഞാൻ ഫയൽ ചെയ്യും. ജസ്റ്റ് ഒരു ഫയൽ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പേഷ്യന്റിനെ പറ്റി ഒരു ഫയൽ, ഒരു പേപ്പർ. അത് ഈ കേസ് എൻഡ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത്. അന്ന് നമ്മുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ റിപ്പോർട്ട് കാണും, ഡീറ്റെയിൽ റിപ്പോർട്ട് കാണും, പിന്നെ വീക്ക്ലി റിപ്പോർട്ട് കാണും. അല്ല വീക്ക്ലി അല്ല, സോറി, മന്ത്ലി റിപ്പോർട്ടാണ്. വീക്ക്ലി ഉള്ളത് വീഡിയോസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. യൂട്യൂബിൽ കാണും, ഫേസ്ബുക്കിൽ കാണും. ഇത്രയിടത്ത് കിടപ്പുണ്ട്, എവിടെയൊക്കെ നോക്കിയാൽ എനിക്ക് കണക്കൊക്കെ മനസ്സിലാവും. എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആളാണെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി. 4 വീഡിയോ കാണും, മനസ്സിലായില്ലേ? അതിനകത്ത് നോക്കുമ്പോൾ തുടങ്ങിയത് ഇങ്ങനെ, അയാളുടെ ഒന്നുമില്ല, അയാൾക്ക് ഇത്ര രൂപ കിട്ടി, അയാൾ അത്ര മരുന്ന് മേടിച്ചു, അത് ഇവർ അവരുടെ വീട്ടിൽ ചെന്ന് കണക്കൊക്കെ ബോധിപ്പിച്ചു, കൊള്ളാം, അത് വീണ്ടും ഇത്ര രൂപ വന്നു, മനസ്സിലായില്ലേ? ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിന് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നേ. അത്ര സിമ്പിൾ പരിപാടി. ഇവര് പലരും വിചാരിച്ച വേറെ പ്രശ്നങ്ങളുണ്ട്. ചെറുത്താനാണ്, വിശ്വാസം ഇല്ലാത്തവനാണ്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവനെങ്ങാൻ രക്ഷപ്പെട്ടു പോയാലോ? ഇതൊക്കെ ചെയ്ത് ഇവൻ നല്ലതായി, ദൈവത്തിന്റെ വാല്യൂ പറഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള. പക്ഷെ അവർക്കൊരു ഈഗോ പ്രശ്നമുണ്ട് പലർക്കും. ഇവന് ഞാൻ പൈസ കൊടുക്കത്തില്ല, ഇവനൊന്നും നല്ല, ഇവൻ ശരിയല്ല, ഇവൻ കള്ളൻ, ഇവൻ ഉടായ്പ ചെയ്യുന്നത്. എന്നാ ഉടായ്പ എന്നാണ് കാണിക്കും. തീർച്ചയായിട്ടും എല്ലാം വേണ്ടി ഇതിനകത്ത് നടത്തിയ തെറ്റ് അതൊക്കെ കാണിക്കും. നമ്മളത് കറക്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ഇപ്പോഴും പറഞ്ഞു ഇത് ഫുള്ള് കംപ്ലീറ്റ് ഒന്നും ആയി കാണത്തില്ല. നമുക്കറിയാവുന്ന അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനി പുതിയത് വല്ലതും കണ്ടുപിടിക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് കൊള്ളാന്ന് തോന്നിയാൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മനസ്സിലായിട്ടില്ല. ചിലർക്ക് മനസ്സിലായാലും മനസ്സിലാകാത്തോരിക്കും. അവർക്ക് ഈ പ്രശ്നമുണ്ട്. അജുബായിനെ സംബന്ധിച്ച് ഈ ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണെന്ന് അറിയാം. ഈ വിശ്വാസം അവിശ്വാസം എന്ന് പറയുന്നത് ഇത് ഭയങ്കര പ്രശ്നം പിടിച്ചൊരു സംഭവമാണ്. ഈ സൗഹൃദങ്ങളിലാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിലാണെങ്കിലും ഒരു നിഷ്പക്ഷ സ്വഭാവം എപ്പോഴും പുലർത്താറുണ്ടോ? അങ്ങനില്ല, ഇല്ല, വ്യക്തിപരമാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോ ഈ പട്ടി ഇവിടെ കുക്കിയെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ പട്ടികളെയും കാണുന്നിടത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. നമ്മളിപ്പോ ഒരു പട്ടി റോഡിൽ കിടക്കുന്നതാണെങ്കിൽ എപ്പോഴും ആ സിമ്പതി എനിക്ക് വർക്ക് ആവത്തില്ല. ചിലപ്പോ ഞാൻ എടുക്കും, ചിലപ്പോ എടുക്കത്തില്ല. അതൊരു കാര്യം. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോടാണേല് അവർക്ക് വേണ്ടി ചിലപ്പോ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. ചില സിനിമകളെ പറ്റിയൊന്നും ഞാൻ മോശം റിവ്യൂ കൊടുക്കാറില്ല. ഞാൻ ഇടാറില്ല പൊതുവെ സിനിമയെ പറ്റി. എന്നാലും ചിലപ്പോ തോന്നിയാലും ഞാൻ വിടും. അറിയാവുന്നവനായതുകൊണ്ട് മാത്രം. അങ്ങനെയല്ല, അതുകൊണ്ട് മാത്രം ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നത് ഞാൻ അങ്ങനത്തെ എല്ലാ പടം ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ എങ്ങനെ കണ്ടും പോയി പണ്ടാരം ഞാൻ നമ്മൾക്ക് പരിചയമുള്ള സിനിമ ഞാൻ പോയി കണ്ടു കഴിഞ്ഞിട്ട് നല്ല ചീത്ത പറയണമെന്നുണ്ടാന്ന്. പിന്നെ അയാളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇത് ഇന്ന് ഈ സീനൊക്കെ എങ്ങനെ എടുത്തോളൂ, തനിക്ക് എങ്ങനെ സാധിച്ചു ഇതൊക്കെ ചെയ്യാൻ നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നേരിട്ടങ്ങ് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. ആ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിരുന്നാൽ അത്രയും പേരോട് അറിയുന്നേ ഉള്ളൂ. പക്ഷെ
ചിലതൊക്കെ അങ്ങനെ വിടും, അത്രേ ഉള്ളൂ. പക്ഷെ വലിയ പരിപാടി നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ടുള്ള ഇത് കട്ടാക്കാനാണ് കൂടുതൽ സാധ്യത. ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ പണ്ട് പോലെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ ആളുകളുടെ ക്യാരക്ടറിലുള്ള പ്രശ്നങ്ങൾ. ഒരാൾക്ക് കുഴപ്പങ്ങളാണെന്ന് തോന്നി അയാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ സെൽഫായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മാറുന്നതാണ് നല്ലത്. കാരണം നമ്മളവിടെ നിന്നാൽ നമ്മളും കൂടി ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പെടുന്നേ ഉള്ളൂ. അയാൾക്ക് ഈ സാധനത്തിൽ പെടുന്നത് വളരെ നോർമലാണ്. കാരണം സൈക്കാട്രിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി ആയിക്കോട്ടെ, ആക്രമിക്കാനുള്ള ടെൻഡൻസി ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും അത് അയാൾക്ക് അതിൽ പ്രശ്നമല്ല. പക്ഷെ അയാളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ആവശ്യമില്ലാതെ ഇന്ന് പിടിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മൾ. മനസ്സിലാകുന്നല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ട് നമ്മൾ ആ ഒരു ടൈപ്പ് പലതരത്തിൽ. ഇത് മാത്രമല്ല, ഞാൻ ഫിനാൻഷ്യൽ ഫ്രോഡ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, ഏത് സാധനം എടുത്താലും. ഇപ്പൊ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഈ കള്ളുകൂടി ആണേലും അടിച്ച് പേരെത്ത് ബാറിൽ കിടന്ന് കച്ചറ കഴിഞ്ഞ് റോഡിൽ കിടക്കുന്നവരായിട്ട് എനിക്ക് കമ്പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അവിടെ ആ ലെവലിലോട്ട് എത്തത്തില്ല. എനിക്ക് അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ഇറങ്ങണമെന്നും ഡീസന്റ് ആയിട്ട് വെള്ളം അടിക്കണമെന്നും ഓണം അടിച്ച് ഓണം ആദ്യമൊക്കെ അങ്ങനെ അടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ച് നമ്മൾ മനസ്സിലാവും ഒരു രീതി. അതിലേക്ക് പിന്നെയാണ് ഇവര് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സർക്കിൾ നിൽക്കത്തില്ല. നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ പിടിക്കാൻ നിൽക്കണ്ട, നമുക്കത് പറ്റും. പക്ഷെ എന്നാലും ഇവര് വിരോധമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളൊക്കെ ഇടപെടും, നമ്മൾ ഇടപെടും, അതൊക്കെ ശരിയാണ്. അപ്പൊ അത് പേഴ്സണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ആൾക്കാരോട് ഇടപെടും, കൂടുതൽ അടുത്തിരിക്കും. എന്റെ കൂടെ ഉള്ളവരെ കണ്ടാൽ മനസ്സിലാവും. എന്നോട് എന്നെ ഒരു ഫ്രണ്ട് പറയുക, താൻ ഇവിടെ നീ വർത്താനം എല്ലാം പറയും, പ്രശ്നങ്ങളാ ഉണ്ടാകുന്നത്, എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അതിശയിക്കും. ഇവരുമായിട്ട് കേൾക്കുന്നത് ഇയാളെ കമ്പനി അടിക്കുന്നത് എന്തോ വലിയ ബാക്കപ്പ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന പണിയൊക്കെയല്ലേ ഞാൻ പറയുന്നത്. ഇവരുമായിട്ടൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എല്ലാരും വിചാരിക്കത്തില്ല എനിക്കെന്തോ ഭയങ്കരമായ ബാക്കപ്പ് ഉള്ള ആളാ, കൂട്ടുകാരൊക്കെ ഭയങ്കര വില്ലന്മാരായിരിക്കും. ഇവിടെ വരുമ്പോ എല്ലാ പിള്ളേരും പാവങ്ങളും ഞങ്ങളുടെ സർക്കിളിലുള്ള കോമഡിയും വർത്താനം കേട്ട് കഴിഞ്ഞാൽ വേറെ തരത്തിലാണ്. ഓരോരുത്തരുടെ ഇന്ന് തന്നെ കാണിക്കാൻ കുറച്ചേരൊക്കെ ഞാൻ അതിശയിച്ചു, ഇതെങ്ങനെ എന്നുമായിട്ട് കമ്പനി അടിക്കുന്നത്. ഞാൻ അങ്ങനത്തെ പിടുത്തേ പിടിക്കത്തുള്ളൂ. എനിക്ക് വലിയ സംഭവം ആക്കേണ്ട ആവശ്യമില്ല ഒന്നും. മനസ്സിലായി? എല്ലാം അലമ്പില്ലാതെ കച്ചറയില്ലാതെ സമാധാനമായിട്ട് ഇരിക്കുന്ന ആൾക്കാര് എന്നുവെച്ചാൽ ഒരു തരത്തിലും ഒരു സമാധാനം ഉണ്ടാക്കരുത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു ആറാട്ടെണ്ണ നിങ്ങൾ ചേർത്ത് നിർത്തിയത്. ആറാട്ടെണ്ണനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ആളൊന്നും അല്ല. നമ്മൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ മാത്രമേ ഇടപെടത്തുള്ളൂ. പക്ഷെ അത് വളരെ അത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ചീത്ത വിളിക്കും. എന്നെ വിളിച്ചുകൂടായി. ഞാൻ ചേച്ചി ബാലയുടെ അടുത്ത് പോയി കൈ കൊടുക്കുന്നു. ഞാനത് അയാൾക്ക് തന്നെ ഇഷ്ടമല്ലെന്നുള്ള 2 പ്രാവശ്യം വീട്ടിൽ വിളിച്ച് അടിച്ചപ്പോഴെന്ന് എനിക്ക് മനസ്സിലാവും. അടി കൊടുത്തു. വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് ന്യൂ ഇയറിൽ തന്നെ അടിച്ചു ഇയാളെ. കാരണം കുറ്റി അടിച്ച് ഇവിടെ എല്ലാം നീരും വെച്ച് ഒരു പെണ്ണുമ്പളെ കൊണ്ട് ചെരുപ്പ് കൊണ്ട് വരെ അടിപ്പിച്ച്. അപ്പൊ ഇയാൾ കേസൊന്നും കൊടുത്തില്ല. ഇയാൾക്ക് കേസ് കൊടുക്കാൻ പേടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വേറെ വല്ലവരും ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് പോലും പറ്റാത്ത ആളായതുകൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ആറാട്ടെന്ന് എടുത്ത് അങ്ങനെ ചെയ്ത ഒരാളെടുത്ത് നീ എന്തിനാ പോയി കൈ കൊടുത്തത്, അവരാണ് നീ അടി മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ അവനങ്ങ് പോയി. ഈ ബാലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ബാല ഇതൊന്നും മറക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ആറാട്ടൻ ഇതെല്ലാം മറക്കുന്ന ആളാണ്. ആൾക്ക് പിന്നെയും അതൊക്കെ വിട്ടുപോകും, മറന്നു പോകും. പുള്ളിക്ക് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ തന്റെ അസുഖമല്ല അയാളുടെ അസുഖം. അയാള് ഇതൊക്കെ ഓർത്ത് വെക്കുന്നു, തന്നോട് താല്പര്യം ഇല്ല. മാത്രമല്ല ഇവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെതിരെയൊക്കെ. അതൊക്കെ അയാൾക്ക് കിട്ടുന്ന രീതി വേറെയാണ്. അയാൾ എടുക്കുന്നത് ഭയങ്കര ദേഷ്യത്തിലും ഗ്രഡ്ജ് ഉണ്ടാവും. അയാൾ അങ്ങനെ തന്നെ ആലോചിച്ചിരിക്കും ഇവനിട്ട് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവൻ കയ്യിൽ നിന്ന് ഇട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. രണ്ടും ടൈപ്പ് ആൾക്കാരാ. മനസ്സിലായോ? ആറാട്ടനെ പോലത്തെ ഒരാളെ അപ്പുറത്തേക്കും കുഴപ്പമില്ല, രണ്ടുപേരുടെ ആളായി എടുത്തു. ഇപ്പൊ എനിക്കാണെങ്കിലും പ്രശ്നമില്ല. ഞാൻ ആറാട്ടനെ പോലെ അല്ലെങ്കിൽ പോലും എനിക്ക് വിരോധം ആയതുകൊണ്ട് ഇല്ല, വ്യക്തിപരമായിട്ട് ഇല്ല. അതുമല്ല ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ പോലെ ഒരാളാണെങ്കിൽ മാത്രമേ മാറിക്കത്തുള്ളൂ. ബാലെ പോലെ ഒരാളായിട്ട് ഒരിക്കലും ഒരു കണക്ഷനോ കമ്പനിയോ അല്ല അങ്ങനത്തെ ഒരാളായിട്ട് ഒരു തരത്തിൽ നമുക്ക് പറ്റത്തില്ല. കാരണം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തുടങ്ങിയല്ല, പണ്ട് തൊട്ടേ തുടങ്ങിയതാ. നമുക്ക് അയാളുടെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും. പലയിടത്ത് പല പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അയാളോടൊന്നും ഒരിക്കലും ഒരു തരത്തിലും പറ്റത്തില്ല. പക്ഷെ ആറാട്ടന് അങ്ങനല്ല. ആറാട്ടന് പറ്റിപ്പോകുന്ന പ്രശ്നങ്ങളും ചെറിയൊരു ഇതൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള അയാൾ നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കത്തില്ല, അറിയാതെ ഉപദ്രവിക്കത്തില്ല കേട്ടോ. പുള്ളി അറിയാത്ത പരിപാടികളൊന്നുമില്ല, ഉപദ്രവമൊന്നുമില്ല പുള്ളിയെക്കൊണ്ട്. നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇയാൾ അടിക്കുവോ ഇടിക്കുവോ മാന്തോ പിച്ചോ ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് ആറാട്ടനോട് എനിക്ക് വിരോധം തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്കും വേറൊരു രീതിയിൽ അയാൾ കയ്യേറ്റം ചെയ്യാനായിട്ട് തിയേറ്ററിൽ ശ്രമിച്ചപ്പോൾ പോലും അവിടെ സംസാരിച്ചിട്ട് പോവാ എന്നുള്ളതല്ല. അയാളിങ്ങനെ ചുരുണ്ടു കൂടുക, അല്ല തിരിച്ചടിക്കാനോ ഉന്താനോ പിന്നെ ആൾക്ക് ഓടുന്ന പരിപാടിയില്ല, ഓടാൻ പറ്റത്തില്ല. അയാൾ ഓടിയാലും എത്തത്തില്ല. അയാൾക്ക് ഓടാൻ അറിയത്തില്ല. അയാൾ ഓടിക്കും, അല്ലാതെ ഓടാൻ പറഞ്ഞാൽ ഇങ്ങനെ ഓടും. അയാളെ പിടിച്ച് ഇടിക്കുന്നു ഇവിടെ. എന്തിനാദ്യം തീപ്പെട്ടി വരച്ചിട്ട് കത്തിയില്ല. ആ ടീമാ ഒരുത്തൻ തേങ്ങ ഉടയ്ക്കുന്നു. അലിൻ ജോസ് പെരേര പൊട്ടുന്നില്ല, വീണ്ടും എറിയുന്നു, പൊട്ടുന്നില്ല, മൂന്നാമത് എറിയുന്നു, അപ്പോഴും പൊട്ടുന്നില്ല. കണ്ടു ഒരാളെ മേടിച്ചു ഒറ്റയേറ്, അപ്പൊ പൊട്ടി.
6 തീപ്പിടി വരയ്ക്കുന്നുണ്ടോ? ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് ബലാത്സംഗം കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തു. തീപ്പെട്ടി ഉരച്ചിട്ട് കത്തിക്കാൻ പറ്റാത്ത ആൾക്കാർ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നടക്കത്തില്ല, അവരെ കൊണ്ട് നടക്കത്തില്ല. 6 കൊണ്ട് ഒരു കയർ കെട്ടാൻ അറിയാമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ബുദ്ധിയൊന്നും വേണ്ട വക്കീലിന്. അപ്പൊ ഒരു കയറ് കൊടുക്കുക, ഒന്ന് കെട്ടാൻ പറ. ഈ ആളെ കെട്ടണ്ട, വെറുതെ എന്തിനൊന്ന് കെട്ടി ഒന്ന് വലിച്ചോണ്ട് വരാൻ പറയാവോ? അതിങ്ങനെ നോക്കി ഒന്ന് സമയം എടുക്കുക അത് അടുത്ത് വരാൻ. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതറിയാം, ഇതിന് മുന്നേ തന്നെ ഇത് സംഭവിക്കും. മനസ്സിലായോ? ഇതിപ്പോ നമ്മളിപ്പോ ഓക്കെ ശരിയാ, ഇച്ചിരി ബോധമുള്ള ബുദ്ധി ഒക്കെ ഉണ്ട്, കെട്ടാൻ അറിയത്തില്ല സാറേ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന സംഭവം വേണ്ട. നേരത്തെ തന്നെ ഇവരുടെ പല പരിപാടി വീഡിയോയിൽ തന്നെ എവിഡൻസ് ഉണ്ട്. ഈ പുള്ളികൾക്ക് ഇതൊന്നും പറ്റുന്നതല്ല, കായികപരമായ ഒരു പരിപാടി നടക്കത്തില്ല. മനസ്സിലായോ? അങ്ങനത്തെ ആളെ പറ്റിയാ പറയുന്നത്. കെട്ടിയിട്ട് പീഡിപ്പിച്ച ഗ്രൂപ്പിലുണ്ട് അവര്. ഈ ട്രാൻസ് അല്ല, ക്രോസ്റ്റേഴ്സ്. പുള്ളിക്കാര് പറഞ്ഞത് ഇയാളുടെ ഗ്രൂപ്പിൽ നിന്ന് 2 ആൾക്കാർ വന്നെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല അവര്. ഈ അയാള് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ മോഹൻലാലിന്റെ ഒരു ഇഷ്യൂല് താങ്കൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു ജനാധിപത്യമായിട്ടോ നിയമവ്യവസ്ഥിതിയോടോ പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ട് പോലീസ് എടുത്തിട്ടുള്ള നടപടിയാണോ? ഒരിക്കലുമല്ല. കാരണം എനിക്ക് എന്റെ മാത്രം എക്സ്പീരിയൻസ്, ഈ വീട്ടിൽ കയറി വന്ന് ഭവനവേദനം, തോക്ക് കാണിച്ച് എന്തുകൊണ്ട് വധഭീഷണി, ഇത്ര സാധനം കാണിച്ചെന്ന് പറഞ്ഞൊരു പരാതി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നു. ഇതുപോലെ വിളിച്ചു പറഞ്ഞതൊന്നുമല്ല, അങ്ങനെ കൊടുത്തതല്ല. ഇവിടുന്ന് ഇത്ര ആൾക്കാർ പോയി, മീഡിയ അറിഞ്ഞു, ഭയങ്കര വാർത്തയായി, ഒന്നും ചെയ്തില്ല. പിന്നീട് എന്തുണ്ടായെന്നുള്ള നോട്ടീസ് പോലും അയച്ചു തന്നിട്ടില്ല പോലീസ്. അന്ന് രാത്രി ചെയ്യേണ്ട എന്താണ്? നമുക്ക് വധഭീഷണിയാണല്ലോ. ആൾ ഈ പറഞ്ഞത് തോക്കായിട്ട് നടക്കുന്ന മനുഷ്യനാണ്, അത്ര ക്ലിയർ അല്ല, പുള്ളിക്ക് വെച്ചിട്ട് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. എന്തോ വിഷയമുള്ള ഒരാള്, അയാൾക്ക് അത്ര നോർമൽ ബിഹേവിയർ അല്ല. അപ്പൊ അത് ത്രെട്ട് ഉണ്ട്. ആ ത്രെട്ടൊന്നും മനസ്സിലാകുന്നില്ല, അത് കളിത്തോക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ രാത്രി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇയാൾ വീണ്ടും വന്നാലോ, കാരണം നമുക്കറിയാം കുഴപ്പമില്ല. അപ്പോ ഞങ്ങൾ വീണ്ടും ചെന്നു. ഞങ്ങൾ എങ്ങനെ റൂമിൽ ഇരിക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ എന്തോ ഒരു ആക്ഷൻ എടുക്കാത്ത ആളെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അയാളിന് വരത്തൊന്നുമില്ല. എന്നിട്ട് രാവിലെ ആയപ്പോഴും അനക്കൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ തോക്ക് അന്വേഷിച്ച് വീട്ടിൽ ചെന്നു പോലീസ്. എന്നെയൊക്കെ എവിഡൻസ് യൂട്യൂബ് വീഡിയോ ആണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ തപ്പലൊന്നും വേണ്ട. ആ വീഡിയോക്കകത്ത് പറ്റിയാ പറയുന്നത്. അല്ല വീഡിയോ ഉണ്ടാക്കിയ സാധനവും അത് ഉപയോഗിച്ച് മറ്റ് ഇവിടുത്തെ എന്താണ്ടൊക്കെ ട്രൈപ്പോഡ് വരെ എടുത്തോണ്ട് പോയി. മനസ്സിലായോ? പക്ഷെ അവർക്ക് തോക്ക് തപ്പാൻ അവർക്ക് തോന്നുന്നില്ല. അതാണ് ഈ നമ്മൾ പരാതി കൊടുത്തപ്പോഴും നമുക്കെതിരെ പരാതി വന്നപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മണി മാത്രമാണ് പ്രശ്നം. ഫെയിമോ അങ്ങനത്തെ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അല്ല. കാശ് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ. ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി പോരാത്തതിന് എന്തൊക്കെയോ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതെപ്പോഴും പോലീസിനുള്ളതാണ്. പോലീസിന് മാത്രമല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി മേടിക്കുന്നവരുടെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലീസുകാർക്ക് പലർക്കും സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമുണ്ട്. മോഹൻലാൽ തന്നെയാണ് ദൈവം തോന്നിയ പോലീസുകാരൊക്കെ ഉണ്ട്. ഇന്നിപ്പോ 80% പോലീസുകാരും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനും സന്തോഷമായിട്ട് വിളിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഏതൊരു സിനിമ കാണാൻ വിളിക്കുന്നതാണ്. കേട്ടോ? ഹലോ, കട്ടായി. അത്ര നേരം വിളിക്കത്തുള്ളൂ, നിർബന്ധം. ഇത് മാത്രം പറയും, കട്ട് ചെയ്യും. തിരക്കാം, അങ്ങനല്ലേ. എന്നെ രാവിലെ വിളിച്ചു. മറ്റേ പാർവതിക്ക് അവാർഡ് കിട്ടി, കാൻ ഫിലിം ഫെസ്റ്റിവലിന് അവാർഡ് കിട്ടിയ പടം ഇന്ന് എവിടെയോ ഷെനായ്സിലെങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്. കനിക്ക് അത് ഓടുന്നുണ്ട്. 1:30 കണ്ടുണ്ട്. ഇപ്പൊ അതാ വിളിച്ചു പറയാൻ പോകുന്നേ. കാണുന്ന മൂവിയാണ്. നിങ്ങൾ വരുന്നുണ്ടോ? വരും. ഇപ്പൊ ഇവിടെ വരും ചിലപ്പോ, പറയാൻ പറ്റില്ല. നമ്മളെ ഇരിക്കുന്ന ഇരിപ്പിലൊരു കൊട്ടൊക്കെ കേൾക്കാം. ഇതിനകത്തുള്ള രസമാണ്, പുള്ളിക്ക് ചെവിക്ക് കേൾവി കുറവുണ്ട്. അതായത് എല്ലാരും നോക്കുമ്പോ ഇങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ വരും പുള്ളി. എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിപ്സിങ് കൂടെ കൂട്ടിയാ പുള്ളി മനസ്സിലാക്കുന്നത്. അത്രയും പ്രശ്നമുള്ള ഒരു മനുഷ്യനാ. ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാല്, എന്റെ കോളിംഗ് ബെല്ല് കേടായി. പുള്ളി വന്ന് ബെല്ലടിക്കുന്നു, ആരും തുറക്കുന്നില്ല, പോകുന്നു. എന്നോട് കുറെ ഇടയ്ക്ക് പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം വന്നതാ, നിങ്ങൾ എന്താ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തുറക്കാത്തത്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഇയാള് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഈ സാധനം മാത്രമേ പുള്ളി ശ്രദ്ധിക്കുന്നുള്ളൂ. സ്റ്റിയറിംഗ് പ്രോബ്ലം ഉള്ള ആളല്ലേ, അതുകൊണ്ട് ബെല്ല് കേൾക്കുന്നില്ല. പുള്ളി അത് നോക്കുന്നില്ല, പുള്ളിക്ക് അത് കേൾക്കത്തില്ലല്ലോ. പുള്ളി ഓർക്കുന്നത് ഞാൻ കേട്ടിട്ട് ഒന്നെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, അല്ല കേട്ടിട്ട് തുറക്കുന്നില്ല എന്നുള്ളതാണ്.
പിന്നെ ഞാൻ പറഞ്ഞത് കോളിംഗ് ബെല്ല് ഇല്ല, കഥയെ കൊട്ടിയാൽ മതി. ഉണ്ടെങ്കിൽ അല്ലെ കോൾ ചെയ്യണം. കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ല വണ്ടി ഓടിക്കുമല്ലോ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കും. ഒന്ന് ആലോചിച്ച് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേൾക്കുന്നില്ല, പക്ഷെ ആള് തീരുമാനിക്കുന്നു ആളില്ല. അല്ലെങ്കിൽ രാവിലെ ചിലപ്പോ പിന്നെ കൊട്ടുന്നു 6:30, നേരെ വരുന്നു, കിടക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉടക്കാം നീ ബാലയുടെ കേസും പറഞ്ഞു. ഞാൻ എന്റെ സ്വാതന്ത്ര്യമാണോ, ഞാൻ പിന്നെ വളരെ നല്ല ചെന്ന് കയറി കൊടുക്കുക. അടുത്ത അടി മേടിച്ചപ്പോ വീണ്ടും വന്ന് പിടിവിടും. ബാലസദ്യനാണോ, ബാലൊരു എത്ര മോശപ്പെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നോ, എന്നെ അടിച്ചു, എന്റെ ഫാദർ മരിച്ചു ബ്രദറായി കണ്ട ആളാണ്. അത് പിന്നെ വരും, പിന്നെ വന്നിട്ട് പറയും അന്നേ നിങ്ങൾ പറഞ്ഞതാണോ. ഈ അടി മേടിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, ഞാൻ പോട്ടെ, ഞാൻ പോരുത്, തല്ല കിട്ടും, നീ പോരുത്, എന്തിനാ വിളിക്കുന്നത്, എന്തിനാ പോകുന്നത് അങ്ങോട്ട്, നിന്റെ ഫ്രണ്ടൊന്നും അല്ല ഇപ്പൊ ആൾക്ക് നീ ഒരു ശത്രുവാണ്, അപ്പൊ നീ പോരുത് എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ചെന്ന് അടി മേടിച്ച ആളാ പിന്നെ ഇപ്പൊ ഇതേപോലെ പരിപാടി കാണിച്ചത്, എന്തോ പണിയാണെന്ന് ചോദിച്ചാൽ എന്നെ വീണ്ടും ചെയ്തു വിളിക്കുക. ഇയാൾക്ക് ഇത് മനസ്സിലാകാൻ ഒരു സമയം എടുക്കും. ചിലപ്പോ ഇനി വേറെ ആരും പറയുമ്പോ പറയും ശരിയാണോ, ചേർക്കാൻ പറഞ്ഞത് ശരിയാണോ, അയ്യോ ഇതുപോലായിട്ട് ഇത്രയും കിട്ടി 2 പ്രാവശ്യം ചെന്ന് അടി മേടിച്ചു, പിന്നെ പോവാ. നിഷ്കളങ്കതൊന്നും അല്ല, അയാൾക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ്, അത് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി പാടാ. ജീവിതത്തില് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് സത്യത്തില് സിസ്റ്റത്തില് ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മറിയാം എന്നുള്ളൊരു സംഭവമാണ്. ജീവിതത്തിലൊന്നും ട്രാൻസ്പെറൻസി ഒന്നും ഇല്ല, അല്ല അങ്ങനെയല്ല. അതൊരു വർക്ക് എൻവയോൺമെന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൈസ ഹാൻഡിൽ ചെയ്യുന്നിടത്ത് മാത്രം മതി. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് വേണം, പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ വേണം, സ്കൂളിൽ വേണം, ഹോസ്പിറ്റലിൽ വേണം, ഓൾഡേജ് ഹോമിൽ വേണം, വീടുകളിലൊന്നും വേണ്ട. വീടിനകത്തൊന്നും ട്രാൻസ്പെറൻസി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, പ്രൈവസി വേറെ. വർക്ക് എൻവയോൺമെന്റിൽ ഒരു 8 മണിക്കൂറിൽ 6 മണിക്കൂർ ആക്കണം വർക്കിംഗ് അവേഴ്സ്. നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് 6 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് മാറ്റി 12 മണിക്കൂർ വർക്ക് ചെയ്യാം, 2 പേർക്ക് വർക്ക് ചെയ്യാം. ആ സാലറി അപ്പോൾ സ്പ്ലിറ്റ് ആവുന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ അവേഴ്സ് കൂടുമ്പോൾ കുറച്ചുകൂടെ ഇത് പ്രോഡക്റ്റും കിട്ടുമല്ലോ. അപ്പോൾ 1000 രൂപ ഉള്ളവന് 500 രൂപ ആയിരിക്കത്തില്ല, കുറഞ്ഞത് 700 രൂപയുടെ അടുത്ത് സാലറി കിട്ടും. 300 രൂപ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ അത്രയും വർക്ക് കുറച്ചിട്ടുണ്ട്. 300 രൂപയല്ല 600 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു. 1000 നിന്ന് 1200 ആക്കും നമ്മൾ പ്രൊഡക്ഷൻ. അപ്പോൾ 12 മണിക്കൂർ വർക്കായില്ലേ. 8 മണിക്കൂർ ഒരാൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാണുന്നില്ല, 6 മണിക്കൂറായിട്ട് സ്വിറ്റ് ആക്കി താഴ്ന്ന് ചുമ്മാ ആലോചിച്ച് വന്നു വെറുതെ. ഇവിടെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതങ്ങനെ സെപ്പറേറ്റ് ചെയ്തു, കൂടുതൽ ടൈം റിലാക്സേഷൻ കിട്ടി, ആൾക്കാർ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിച്ചു, ഉറങ്ങി, തിരക്കില്ല. ഒരാൾ പോകുന്നു വരുന്നു, ആ ഒരു ടൈമിങ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേറെ കാര്യം, രാവിലെ 5 മണിക്ക് സ്കൂൾ തുടങ്ങുന്നു, ആ സ്കൂൾ ടൈം മാറി. ഗൾഫിലൊക്കെ വേറെ സമയത്താണ് സ്കൂൾ കേട്ടോ, 5 മണിക്ക് 4:00 സ്കൂൾ തുടങ്ങും. ആ സ്കൂൾ ടൈമിങ് മാറുമ്പോൾ റോഡിലെ തിരക്ക് കുറഞ്ഞു, പല ഓഫീസുകൾ വർക്ക് ചെയ്യേണ്ട സമയങ്ങൾ മാറ്റുക. ഒരു 9 മണിക്ക് തുടങ്ങുന്നവരാണ് 9 മണിക്ക്, 10 മണിക്ക് തുടങ്ങുന്നവരാണ് 10 മണിക്ക്. ഇവിടെ 7 മണിയായാലും വീട്ടിൽ പോകാത്തവരുണ്ട്. അതെല്ലാം ഷിഫ്റ്റ് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ റോഡിലെ ട്രാഫിക്കിന്റെ കൺജഷൻ കുറയും, ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയി. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ടൈമിങ് വന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇതെല്ലാം ഇപ്പൊ എല്ലാവരും ഓരോ കാറൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പൊ കണ്ടു, കല്യാണത്തിന് പോയാലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, റോഡ് മൊത്തം കാറ്. പ്രശ്നം ഉണ്ടെന്നേ. ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും അതേപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അപ്ഡേറ്റഡ് അല്ല. അയ്യോ, ഇന്ത്യ 47ാം സ്ഥാനത്താണ് വേൾഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത്. 47ാം റാങ്കിലാണ് ഇന്ത്യ കിടക്കുന്നത്, ഇന്ത്യ രാജ്യം. പക്ഷെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മളിപ്പോ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇതിപ്പോ ഒന്നുമില്ല, ഞാൻ പഠിച്ച ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ നമ്മളത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കമ്പനിയിൽ കയറുമ്പോൾ നമ്മൾ ആ കമ്പനിയുടേതായിട്ടുള്ള ഒരു ട്രെയിനിങ് ജോലി ചെയ്ത് കഴിയുമ്പോഴേ ഇത് പഠിക്കുന്നത്. തീർച്ചയായിട്ടും തിയറി ഒക്കെ അറിയായിരിക്കും, അതെ, പക്ഷെ പോരാ. പലപ്പോഴും പിന്നെ തിയറി പഠിച്ച തിയറികളൊന്നും ആവശ്യമേ ഇല്ല. നമ്മള് പഠിച്ചതൊന്നും നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റത്തുള്ളൂ. മാത്രമാണ്. ബാക്കി വരുമ്പോ എല്ലാം മാത്രമല്ല. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുതിയതും. പഴയതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. പഴയ എഞ്ചിൻ അയച്ചു വെച്ച് ഇപ്പോഴും പഠിക്കുന്നുണ്ട് പിള്ളേര്. എന്തിനാണോ എന്തോ. സെക്ഷൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് സെക്ഷൽ ഫ്രീഡം വേണം. തീർച്ചയായിട്ടും.
സെക്സ് എക്സ്പ്ലോർ ചെയ്യാതെയൊക്കെ എന്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എന്ത് കാര്യം? പഠിച്ചിട്ട് വിശപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്താൽ വിശപ്പിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? തീർച്ചയായിട്ടും. മണ്ടത്തെ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെ തന്നെ വാക്കെന്തുവാ? അതല്ല, സെക്സ് എഡ്യൂക്കേഷൻ തന്നെയാണോ? ഡ്രഗ് എഡ്യൂക്കേഷൻ അത് തന്നെ അല്ല, എന്തുകൂടോ ടേം ഇത് തന്നെ? എങ്ങനെയാണ് ടേം? സെക്സ് എഡ്യൂക്കേഷൻ തന്നെയല്ലേ? ആണ്. അപ്പൊ ഈ ഡ്രഗ് എഡ്യൂക്കേഷൻ വേണം. കാരണം ഈ ഡ്രഗ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് ഡ്രഗ്സ് ഇവിടെ ചെലവാകുന്നുണ്ട്, പിടിക്കാൻ നടക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. അത് വേണം. പിന്നെ പബ്ലിക് ബിഹേവിയർ, പിന്നെ ബിഹേവിയർ എന്ന് മാത്രമല്ല പേഷ്യൻസ് കൂട്ടണം ആളുകൾക്ക്. അപ്പൊ പേഷ്യൻസ് ഉണ്ടാക്കുന്ന എങ്ങനെ? എല്ലാം ഒരു ക്യൂ നിന്ന് കഴിഞ്ഞാല് ഈ തള്ളിക്കേറി വരാതെ ടൈമിങ്ങിന് അവിടെ വന്ന് നിൽക്കാനും അത് മാന്യമായി നടത്തിക്കൊണ്ടുപോയാൽ എല്ലാവരും ഇത്രയും പേരുടെയും ബുദ്ധിമുട്ട് ടൈം എല്ലാം സേവ് ചെയ്യുമ്പോൾ രാജ്യത്തിന് തന്നെ ഗുണമുണ്ടാവും എന്ന് ഈ പറഞ്ഞ പൊട്ടന്മാർക്ക് മനസ്സിലായാൽ സംഭവം കൊള്ളാം. അല്ലെങ്കിൽ ഈ ഉന്തിക്കേറ്റിക്കൊണ്ടേയിരിക്കും എല്ലാം. പിന്നെ ബൈക്കിന് ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഗൾഫിൽ ആംബുലൻസിനല്ല ട്രാക്ക് വേറെ, ഇവിടെ ബൈക്കിന് മാത്രമായിട്ട് ഒരു ട്രാക്ക് കൊടുക്കണം, വലിയ വെച്ച് മാറ്റുകയും ചെയ്യണം. സിറ്റിയില് പുറത്തോട്ടിറങ്ങിയാൽ നോക്കണ്ട. ഇപ്പൊ എറണാകുളത്ത് മൊത്തം അങ്ങനെ ആക്കാമെങ്കിൽ ട്രാഫിക് കൺട്രോൾഡായി. കാരണം ബൈക്കുകാർ എപ്പോഴും ഇതുവഴി ഇങ്ങനെ 2 ബൈക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നിർത്തണ്ടവർക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുക. പിന്നുള്ളത് 2 ലൈൻ കാറിന് പോകാനും ലോറിക്ക് പോകാനും ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലമുണ്ട്. പാർക്കിംഗ് കിട്ടത്തില്ല, പക്ഷെ എടുത്ത് പാർക്ക് ചെയ്യാൻ നേരത്തെ ഇടയ്ക്ക് ആ കടയിലോട്ട് തന്നെ കയറ്റേണ്ടി വരും. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഫണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്നിടത്തോളം കാലം സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ പ്രശ്നമാണെന്നല്ല, ഇവിടെ സാധാരണ ജനം എന്ന് പറഞ്ഞാൽ കാശില്ലാത്തവരെന്നേ ഉള്ളൂ. അതെ, അല്ലാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊന്നും അല്ല, അല്ലെ മുഖ്യമന്ത്രി അല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അവരെയൊക്കെ പവർഫുൾ ആയി യൂസഫ് അലി, അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ ബിസിനസ്സുകാരെടുത്ത് നോക്കും. ഇനി വലിയ കള്ളനാണെന്ന് തന്നെ വിചാരിച്ചു, വലിയ പൈസ ഉള്ള കള്ളനാണെങ്കിൽ സൂപ്പർ കള്ളനാണ്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനല്ല ഇത്. പൈസ ഉള്ളിടത്ത് പവർ ഉണ്ട്. പൈസ കൊടുക്കുന്നതെല്ലാം പോയി ഓച്ചാനും ജയിക്കാൻ നമ്മൾ ആരോ പഠിപ്പിച്ചിട്ട് പോകും. പൈസ ഉള്ളവരെ കണ്ടാലും ഒന്ന് ചുമ്മാ അങ്ങ് ബഹുമാനിച്ചു കളയും, ഒരു കാര്യവും ഇല്ല. അല്ല, അതുവഴി എവിടെയെങ്കിലും പോയാൽ മതി. പടം കണ്ടവരെ ചിലപ്പോ അങ്ങ് ബഹുമാനിച്ചു കളയും. വിശ്വസിച്ചില്ലെങ്കിൽ പോലും അവർക്കൊരു പേടിയൊക്കെ ഉണ്ട്. എന്തോ ഒരു സംഭവം, സാറേന്ന് ഇറങ്ങാവോ, സാറേന്ന് അപ്പൊ വിളിക്കും. ഞാൻ കൂട്ടുകാരുടെ കൂടെ പോയത്, എന്നെ അപ്പോഴത്തേക്കിന് ഭയങ്കര റെസ്പെക്ട്. മെൻസൊക്കെ ഉണ്ടെന്ന് അറിയാം. അന്നത്തെ ദിവസം 1-2 പേര് അടുത്തോട്ട് വന്നില്ല, ദൂരെ ഒന്നും ഇങ്ങനെ കഴിയും. ഞാൻ പറയാം, നീ വണ്ടി എടുത്തിരിക്കുന്നോണ്ടല്ലേ ഞങ്ങൾ അവിടെ മാറി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവൻ ഈ വണ്ടി കണ്ടോണ്ട് മാത്രം എന്റെ അടുത്തോട്ട് വരാൻ എനിക്ക് മനസ്സിലായത്. ഒരു ഫാമിലിയാ, ഭാര്യയും ഭർത്താവും കൊച്ചുണ്ട്. അതിങ്ങനെ ദൂരെ ഇങ്ങനെ കാണിച്ചു. അവർ നോക്കിയപ്പോ വലിയ 2 പോലെ എടുത്ത് നിൽക്കുന്നു. അവരടുക്കത്തില്ല. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവനെന്തോ ഓട്ടോ ഓടിക്കുന്ന ആളാ, അപ്പൊ ഓട്ടോയ്ക്കകത്ത് ഇരിക്കുന്നത്. ഓട്ടോ ഇറങ്ങി 2 പേരുടെ, എന്നിട്ട് എന്നെ ഇങ്ങനെ ദൂരെ കഴിക്കാണ്. ഞാൻ ആലോചിച്ചത് എന്ത് ഇങ്ങനെയാ, അങ്ങനെ അല്ലല്ലോ. അളിയാനൊക്കെ വിളിച്ചുകൊണ്ട് ആൾക്കാർ വരാറുള്ളതാ, ഇവിടെ വെച്ച് കണ്ടാലും. നമ്മുടെ പരിപാടിക്കകത്ത് ഇതില്ലല്ലോ, കണ്ടാലും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും അപ്രോച്ച് ഉള്ള ഏത് ടൈപ്പ് ആണെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ കാഴ്ചക്കാരനൊന്നും അല്ല, എന്നാൽ പോലും ഞാൻ പറയുക, ഇപ്പൊ കൂട്ടുകാരുടെ സെറ്റപ്പിൽ നിൽക്കുമ്പോ അവിടെ പുറയിൽ ഒരു കാറ് BMW നല്ല തടിയൊക്കെ ഉള്ള ഇങ്ങനെ പുസ്തകത്തെ പോലെ നിൽക്കുന്ന ഒരാളപ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമാ. അവിടെ നിന്ന് ഒരിക്കലും ആ ദൂരെ നിർത്തി കൈ കാണിക്കേണ്ട ആവശ്യമില്ല. വണ്ടി നിർത്തിയിട്ട് ഒരു വണ്ടി അടുപ്പിച്ച് കൊണ്ടുവരാൻ, ഞാൻ എന്റെ വണ്ടിയാണ്, എന്റെ അടുത്ത് വരും, എന്നോട് വീണ്ടും പോകും. പക്ഷെ ഇതല്ല, കഴിഞ്ഞു സംഭവം. ഞാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നീയൊക്കെ നിൽക്കുന്നോണ്ടാണ് ഈ വണ്ടിയും കൂടെ കണ്ടപ്പോഴാണ് അയാൾ അടുക്കാൻ. ഞാൻ എല്ലാവരും അടുത്ത് വന്ന് മിണ്ടിട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ ഉള്ളവർ അങ്ങനെയാണ്. നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ തന്നെ കുറച്ച് വേറെ രീതിയിലൊക്കെ ഒന്ന് ഇടപെടാൻ നിൽക്കാവോ, ഷർട്ടൊക്കെ ഇട്ട് മറ്റേ തേച്ച് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഇത്ര ഉണ്ടെങ്കിലും ഭയങ്കര സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് വല്ലാത്ത. പിന്നെ അതുകൂടാതെ കുറച്ച് വാച്ചൊക്കെ കെട്ടി ഇതൊക്കെ ഇങ്ങനെ കറക്കി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ കുറച്ച് പേര് മാറിയിരിക്കും, പെട്ടെന്ന് വരത്തില്ല എല്ലാവരും. നമ്മൾ വലിയ പോഷാന്ന് തോന്നിക്കഴിഞ്ഞാല് വേറെ സാധനം, അത് ആൾക്കാർക്ക് വേറെ ഫീൽ ഉണ്ടാകുന്നുണ്ട്. അടുത്ത് വന്നാലും തുടത്തൊന്നുമില്ല, എന്നെ കണ്ട കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. കൈയൊക്കെ ഒരു വലിക്കും. നക്കിയിട്ടൊന്നുമില്ല, കടിച്ചിട്ടുണ്ട്. വന്നിരുന്നു ഒറ്റ കടി. ഇത് ഏത് സാധനം ഇത് അടിച്ചേക്കുന്നത്? ഞാൻ ഇതെന്ത് ബ്രാൻഡ് ഇത് വല്ല പട്ടി ബ്രാൻഡ് വല്ല ഇറങ്ങി വല്ല ടസ്കറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വല്ല ചവിട്ടിക്കൊല്ലൊക്കെ ചെയ്യും, ആന വലിക്കുന്ന പോലെ. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴേ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്, എനിക്ക് മാത്രമല്ല ഉണ്ടാവുന്നുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവുമ്പോ
നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ സീരിയസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു പേടിയോട് കൂടി കാണാം, അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് അല്ലെങ്കിൽ തമാശയോട് കൂടി കാണോ അതിനെ കാണുന്നത്? ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു നമുക്കിപ്പോ അതിനകത്ത് നമുക്ക് നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഇതിന്റെ എഫ്ഐആർ കിട്ടുന്നുണ്ട്, ഈ കേസിനകത്ത് ഇത്രേ സംഭവിക്കത്തുള്ളൂ. നമ്മൾ നല്ല അഡ്വക്കേറ്റ്സ് 3-4 ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ അവര് പറയുന്നുണ്ട്. പിന്നെ അവര് പറഞ്ഞത് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പോലീസുകാർ ചിലപ്പോൾ വല്ലതൊക്കെ കാണിക്കും, പോലീസിന്റേതായ രീതിയിൽ വല്ല ഹരാസ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് അവര് പറഞ്ഞത്. അതുകൊണ്ടാണ് തലേ ദിവസം എന്നെ അബ്സ്കോണ്ടിങ് ആണ് ഇയാൾ വാർത്ത കൊടുത്തത്. അത് കാണുമ്പോഴേ അറിയാം എന്തോ കുഴപ്പമുണ്ട്, എന്തിന് ഈ കേസിന് അബ്സ്കോണ്ടിങ് ആവേണ്ട ആവശ്യമില്ല. വക്കീൽ പറഞ്ഞ നീ ഇപ്പൊ ഇന്ന് തന്നെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കേസായിരുന്നു, ഇത് വളരെ ചെറിയ കേസാണ്, ബെയിലബിൾ ഒഫൻസ്, സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടണം, അതാണ് കണ്ടീഷൻ അതിനകത്ത്. അപ്പൊ നീ നാളെ വരണമെന്നൊന്നുമില്ല, പിന്നെ വല്ല അത്യാവശ്യമുണ്ട് പിന്നെ വന്നാലും മതി. അപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അപ്പോഴേ അഡ്വക്കേറ്റ് ഇതെന്തോ ഇയാളെന്തോ കാണിക്കുന്നത്, ഇയാളെന്തോ കാര്യമായിട്ടാണല്ലോ എന്തോ ധൃതിയുള്ള പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പറയുന്നത് നമ്മളോട്. ഞാൻ അപ്പൊ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നുണ്ട്, വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞത് വാർത്ത ഒന്നും വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞു. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ചെയ്തില്ല, പോട്ടെ. ഞാൻ ഈ കോൾ റെക്കോർഡിംഗ് അങ്ങനെ ചെയ്യാറില്ല, ഇത് ഒരെണ്ണേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചെയ്തത് പിന്നെ പബ്ലിഷ് ചെയ്യാൻ എന്തോ ഒരു മടിയുണ്ട്, അതുകൊണ്ട് ഇടാത്ത. അല്ല, നമ്മളൊന്ന് വിശ്വസിച്ചാലും വിളിക്കത്തില്ലെന്ന്. ഇങ്ങനത്തെ നാർത്തരം കാണിക്കുമ്പോൾ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. തെറി വിളിച്ചാൽ പോലും ഞാൻ റെക്കോർഡൊന്നും ചെയ്യത്തില്ല, ഭീഷണി പിടിച്ചാലും അത്ര റെക്കോർഡൊന്നും വരത്തില്ല. കാര്യമായിട്ടുള്ള ഏരിയയില് ഇതുപോലത്തെ സ്ഥലത്തു നിന്നൊക്കെ വന്ന അതും എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള സമയത്ത് ഇനി ആരെവിടെ നിന്ന് വിളിച്ചാലും റെക്കോർഡ് ചെയ്തോണം. കാരണം ഇവര് തിരിച്ചു മറിച്ച് കള്ളം പറയുന്ന ആൾക്കാരാ. അപ്പൊ നമുക്ക് വേറെ വഴിയില്ല, ഇവരൊക്കെ തിരിച്ചു മറിച്ച് മാറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ തന്നെ കള്ളത്തിലാ പറഞ്ഞത്. അപ്പൊ അടുത്ത് നമുക്ക് എന്തെങ്കിലും എവിഡൻസ് ഇല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തത്. അതിനകത്തും പറയുന്നുണ്ട് പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് തന്നെ കള്ള വാർത്ത കൊടുത്തു. ഇതൊക്കെ പോലീസാ ചെയ്യുന്നത്, അല്ലാതെ സാധാരണക്കാരൻ കാണിക്കുന്ന ഊളത്തരം പോലെ അല്ല. അവരെ ആരുടെ സർവീസിനെ അവര് നിൽക്കുന്നത്. ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിന് വേണ്ടി ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെന്നോ ഇത് കണ്ടിട്ട്? നിങ്ങൾ മോഹൻലാലിന്റെ ജോലിക്കാരാണോ? ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയല്ല. പോലീസുകാർ രണ്ടുപേരെ ഒരുപോലെ സംരക്ഷിക്കേണ്ടവരാ, അതല്ലേ ചെയ്യുന്നത്. കേസാണ് അന്വേഷിക്കുന്നതെങ്കിൽ കേസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇത്രയും കിടന്ന് എന്നെയും കൊണ്ട് 6700 പേര് ആ ദിവസത്തിനുള്ളിൽ മിസ്സിംഗ് കേസസ് ഉണ്ട് കേരളത്തിൽ. 2,73,000 ക്രിമിനൽ കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജൂലൈ ആയപ്പോ. അത്രയും കേസിനിടയില് സൈബർ സ്പേസിൽ എന്തോ മൈരെന്ന് എന്തോ പറഞ്ഞെന്ന് വിളിച്ചിട്ടില്ല. മോഹൻലാലിനെ തെറി വിളിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ്ലി തെറി വിളിക്കത്തുമില്ല. ആ കേസിന് ഈ ഗവൺമെന്റ് വണ്ടി ഓടിക്കൊണ്ടിരിക്കും. പെട്രോൾ അടിക്കാൻ കാശില്ലെന്ന് ഇടയ്ക്ക് പറയുന്നേക്കാം, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നേക്കാം. എന്നിട്ട് അവര് ചെയ്യുന്ന പണി ഇതാ. ആരുടെ പൈസ ഇത് പോയത്? നമ്മളൊക്കെ അടയ്ക്കുന്ന കാശ് ഇങ്ങനെയൊക്കെ വേസ്റ്റ് ആക്കും അവര്. മനസ്സിലായി? എന്നെ കൊണ്ട് നടന്നത് വേസ്റ്റ് ആണ്. കാരണം ഈ കോപ്പം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സിസ്റ്റം റൺ ചെയ്യുന്നത് ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ്. എത്രയും ട്രാവൽ ചെയ്തു, ഒരു ദിവസം മുഴുവൻ 4 പോലീസുകാരുടെ സമയം മൊത്തം ₹1 രൂപ നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ പണമാണ്. അതിന് പിന്നെ ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന മൂല്യബോധം പോലീസിനും ഇല്ല, സിസ്റ്റത്തിനും ഇല്ല. ഈ കണ്ടു നിൽക്കുന്നവരെ എന്താണ് സന്തോഷിപ്പിക്കാൻ എന്റർടൈൻമെന്റ് പ്രോഗ്രാം പോലെ ഒരു പരിപാടി അവതരിപ്പിച്ച് എന്നെ ആണ്ട് ചെയ്തു, മറ്റേതാക്കി മറിച്ചാക്കി എന്ന് പറയണം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക അവിടെ നിന്ന്. എന്നാൽ ഇത്രയും കേസ് കിടക്കുക. ഇത് ആ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കണമെന്നില്ല, ആ സ്റ്റേഷനിൽ കേസില്ലാത്ത സ്റ്റേഷനൊന്നും ആയിരിക്കത്തില്ല. എല്ലാ സ്റ്റേഷനിലും കൂടെ 2 ലക്ഷം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പറയുമ്പോൾ ഓർത്ത് നോക്കി ആരുടെ പുറകെ പോകേണ്ടത്? സിമ്പിൾ അല്ലേ? അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ്, അത് ചിലപ്പോ പെട്രോൾ അടിച്ചിട്ട് ഇവിടത്തോളം വരുന്നതാണെങ്കിൽ പോലും ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ് ഈ സാധനം പോകുന്നത്. ശമ്പളം അന്നത്തെ ദിവസം 5 പേരെ ശമ്പളം ആരോ കൊടുത്തേ? ജനങ്ങൾ തന്നെയാണ്. 5 പേര് എന്തോ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്? തീർച്ചയായിട്ടും ഇത് എടുത്തോണ്ട് വരാൻ പറഞ്ഞിരുന്നത് വേണം, ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് അവർ കാണിച്ചാൽ എടുക്കണമെന്ന് ഞാൻ എടുത്തോണ്ട് കൊടുക്കും. വ്യക്തിപരമായിട്ട് ചില ആൾക്കാരോട് എനിക്ക് പോലീസിനെ തല്ലിയിട്ട് ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് അത് പ്രൂഫ് സഹിതം പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ട് അവര് കേസ് എടുത്തില്ല. ഈ ജനാധിപത്യം സംരക്ഷിക്കുന്ന ആൾക്കാര്, സത്യമേവ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാര്, ഇവര് സത്യമേവ ചെയ്തയാണോ ജനാധിപത്യമാണോ? ഞാൻ പബ്ലിഷ് ചെയ്തു, ഒരു കാര്യമില്ലാന്ന്. അതായത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയില് തിരുവനന്തപുരത്ത് അവിടെ കൊടുത്തു, പ്രൂഫ് സഹിതം. അവിടുത്തെ ക്യാമറയിലും റെക്കോർഡാണ്, എന്റെ മൊബൈലിലും റെക്കോർഡാണ്. അതുപോലും പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജനാധിപത്യമാണോ? ഇത് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ജനാധിപത്യമല്ല. വ്യക്തിപരമായിട്ട് അവർ റൂൾ ചെയ്യുന്നത് നമ്മളുടെ ടാക്സ് കൊണ്ടാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ചെകുത്താന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല നമ്മളോട് പറയുന്നത്, സോഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇവര് വർക്ക് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ ഭരിക്കാനുള്ളൊരു പ്രതിനിധികളാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമില്ല.
അപ്പോഴും ഭരിക്കാനും ഒക്കെ വരുന്നത്. ഇവര് ഭരണകർത്താക്കളല്ല എന്നുള്ളത് അവർക്ക് ബോധ്യം വേണം. അത് സർവീസ് ആണ്, അതിനാണ് ഈ പേ ചെയ്യുന്നത്. അതെ, അതിനാണ് നമ്മളുടെ ടാക്സിൽ നിന്നൊക്കെ നമ്മള് ഒരു ദിവസം അല്ല വേറെ എന്ത് ചെയ്യും? ഇവര് കൃഷി ചെയ്യുന്നില്ല, എല്ലാം ബിസിനസ് ചെയ്യുന്നില്ല, അഭിനയിക്കുന്നില്ല. ഇവിടെ ബാക്കിയുള്ള ആൾക്കെല്ലാം തൊഴിൽ ചെയ്യുന്നു. ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ തൊഴിൽ പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുക, എല്ലാം പിന്നെ ഭയങ്കര നൊട്ടോറിയസ് ആണ്. ഈ സൊസൈറ്റിയിൽ ഒരു അൺവാണ്ടഡ് എലിമെന്റ് ആണെന്ന് തോന്നിയാൽ അതിനെ കൊണ്ട് റീഹാബ് ചെയ്യുക. ഇതാണ് ഈ സിസ്റ്റം എന്ന് ഇവർക്ക് അറിയത്തില്ല. അവർ നേരെ മറിച്ച് ഇറങ്ങി വരുമ്പോഴേ എല്ലാവരും അധികാരം, ഭരണം, അങ്ങ് അടിച്ചമർത്തൽ, ഇടിക്കാനും ചതയ്ക്കാനും ഒന്നും മടിയില്ലാത്തൊരു ടൈപ്പ് ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യുന്ന പോലീസ് ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതില് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ള ബോധോ അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള ബോധോ ഇവർക്കില്ല. അവിടെയാണ് ജനങ്ങൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവര് കാശുണ്ടാക്കുക, ഫണ്ട്, ഒരുപാട് പൈസ സമ്പാദിക്കുക, മക്കളെ ഭയങ്കര നല്ല രീതിയിൽ 4 തലമുറയ്ക്ക് തിന്നാനുള്ള സേവ് ചെയ്യുക. ഇതൊക്കെ പഴഞ്ഞ കാലഘട്ടത്തിലുണ്ടായ സംഭവം. ഇനി അടുത്ത ജനറേഷനോട് മാറുന്നുണ്ടോ? അതെല്ലാം പൊക്കോളൂ, എല്ലാത്തിനും അതങ്ങ് മാറിക്കോളും. അതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ് നമ്മുടെ രാജ്യത്ത്. ഈ മനുഷ്യനെ സംബന്ധിച്ച് പോലീസില്ലേ, സേവ് ചെയ്യുന്ന സ്വഭാവം, പോലീസ്, റെയിൽവേ പോലീസാണ്, RPF, അയാളുടെ പരിധി ലംഘിച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വന്നിട്ടാണ് അവന്റെ തല്ലുന്നത്. ഇതിന്റെ കംപ്ലൈന്റ് മൂവ് ചെയ്യുമ്പോഴാണ് RPF നിന്ന് കൊടുക്കുമ്പോഴാണ് പറയുന്നത് ഇത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധി അല്ലാതെ. ഇത് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധി മാറ്റിയിട്ട് അയാളെ നമ്മളതല്ലെന്നെങ്കിലും അവര് പറയൂ, ഓൺ ദ സ്പോട്ട് അടിച്ചാൽ തിരിച്ചടിച്ചോണം. ഇത് വ്യക്തിപരമായിട്ടുള്ള പറയുന്നത്, അതൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ. അതായത് ഇവിടെ ഒരു കൂട്ടം കൂടി അപ്പൊ അടിച്ചാ അടിച്ച്, അപ്പൊ കിട്ടിയാ കിട്ടി, എല്ലാം പിന്നീടൊക്കെ അടിച്ചപ്പോ വ്യക്തിവൈരാഗ്യം കൊണ്ട് മറ്റൊന്ന് വേറെ കേസ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിക്കും ജനങ്ങൾക്കിടയിലുള്ള മീഡിയേറ്ററും മാത്രമാണ് പോലീസ്. അയാൾക്ക് ജനങ്ങളുടെ മുകളിൽ കൈവയ്ക്കാനുള്ള യാതൊരു റേറ്റും കൊടുത്തിട്ടില്ല. ഇനി സ്കൂളിൽ മറ്റേ ചൂരിലെടുത്ത് കളഞ്ഞ പോലെ വരെ ലാത്തിയും കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. പോലീസുകാർക്ക് അങ്ങനെ പറ്റത്തില്ല. പോലീസുകാർക്ക് ഇനി എക്യുപ്മെന്റ്സ് വേണം, പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പോലീസിനെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. കാരണം പോലീസിംഗിൽ ഇവിടെ പോലീസുകാരുടെ എണ്ണം കുറവാണ്. ഓരോ സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാല് അവിടുത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് അത്രയും മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ ഇടപെടാൻ ഈ പോലീസിന് എണ്ണം വെച്ച് പറ്റത്തില്ല. അപ്പൊ എണ്ണം വെച്ച് പറ്റത്തില്ലെങ്കിൽ ഇവർക്ക് എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ തോക്ക് വേണം, മറ്റേ ടൈപ്പ് ഷോക്ക് അടിപ്പിക്കുന്ന സാധനം വേണം, ഇവർക്ക് പ്രൊട്ടക്റ്റീവ് സാധനം കൂടുതൽ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ പോലീസിന് അത് ഇല്ല ഇവിടെ. ഇവർ ഈ ലാത്തി പിടിച്ചോണ്ടാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു മോബ് വയലന്റ് ആയാല് പോലീസുകാർ നോക്കൂത്തിയാത്തേ ഉള്ളൂ. അത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ പോലും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് വല്ലാത്ത രീതിയിൽ ഒരു സൈക്കോളജിയിലാണ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ അതുകൊണ്ടാണ് ഇവർക്ക് പേടി. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന അത്രയും ആളുകൾ ക്രിമിനൽസ് ഇവരുടെ കയ്യിലില്ല, പോലീസ് ഫോഴ്സിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പേടിയാ, അവർക്ക് പറ്റത്തില്ലടൂ. കാരണം പോലീസുകാർക്ക് ജീവിക്കണ്ടേ? നമ്മൾ എല്ലാ പോലീസുകാരും ഒരുപോലെ കാണുകയും വേണ്ട. എനിക്ക് നല്ല കുറെ ആൾക്കാര് പോലീസ് ആവാൻ വേണ്ടി ആഗ്രഹിച്ച് ചിലപ്പോ സിനിമയെ കണ്ടിട്ട് നല്ലൊരു പോലീസുകാരനാണോ എന്ന് ഇപ്പോഴും വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? നല്ലൊരു ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാരും അങ്ങനെ ആയാൽ ഇപ്പൊ ഈ നേരം കൊണ്ട് പോലീസുകാർ ലോകം മൊത്തം. ഞാൻ മനസ്സിലാക്കിയുള്ള മറ്റൊരു സത്യമാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനില് ഞാൻ മനസ്സിലാക്കിയുള്ള മറ്റൊരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഒരു മിലിറ്ററി ഓഫീസറിനെ തല്ലി ചതച്ച് ഒരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ ആൾക്കാരും അതിന് ഉത്തരവാദികളാണെന്നാണ് ഞാൻ ഇല്ല അവിടെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഈ സർക്കിൾ ഇൻസ്പെക്ടർ SHO അയാള് കറക്റ്റഡ് ആണെങ്കിൽ താഴെയുള്ളവരൊന്നും മിണ്ടാതിരിക്കും. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്തു, ലോക്കപ്പിലിട്ട് എന്റെ ഫോട്ടോ എടുക്കുന്നത് ഒരു 4 പേരാണ് അല്ലെ 5 പേരാണ്. ഈ 5 പോലീസുകാർക്കും ഈ CIക്കുമായിട്ട് ചിലപ്പോ ഒരു ഫ്രണ്ട്ലി കണക്ഷൻ എന്തോ ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് പോലീസിന്റെ ആവശ്യമില്ല ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ഇത് അജണ്ടയോടുകൂടി വർക്ക് ചെയ്തത് ഒരു 5 പേരെ കാണിക്കുള്ളൂ. ബാക്കിയുള്ള പോലീസുകാർ അവിടെ കാണുന്നുണ്ടോ, മിണ്ടുന്നുണ്ടോ ഒക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെയാണ്, അതൊക്കെ പറയും, കാര്യങ്ങൾ സംസാരിക്കുമ്പോ അവർക്ക് അവരുടെ വേറെ ഡ്യൂട്ടി ആയിരിക്കും. ചിലപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ളവർ മറ്റവരുടെയും ഡ്യൂട്ടി ഇതല്ല, അവരാരും ഫോട്ടോ എടുക്കാൻ ഡ്യൂട്ടി കൊടുത്തിട്ടില്ല ഇവിടെ ആരും. അപ്പൊ ആ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ഇരിക്കുമ്പോൾ
അഥവാ അവിടെ ഇയാൾ ചെയ്യുന്ന പണികൾ ഇഷ്ടപ്പെട്ടില്ലേ പോലും ചിലപ്പോൾ ഒരാൾ പ്രതികരിക്കത്തില്ല. അത് ആ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ആ ഹൈറാർക്കിയെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ രീതിയിൽ മാത്രമേ അവർ ഇടപെടത്തുള്ളൂ. ഈ സല്യൂട്ട് അടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തേണ്ട കാര്യമാണ്, വണ്ടേ നിർത്തേണ്ട പരിപാടികളാണ്. സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട ഒരാവശ്യം, അതും ജനാധിപത്യ മര്യാദകൾ ചേർന്ന പരിപാടികളല്ലോ. ഇല്ല. പിന്നെ ഞാൻ എത്തിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയോ, ഒരു ആള് ഉള്ളിലേക്ക് കേറി വരുന്ന സമയത്ത് ഒരു 200 മീറ്റർ അകലെ നിൽക്കുന്ന ആള് ഓടി വന്നിട്ടാണ് അങ്ങനെ ചെയ്യണം. 200 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഭയം നീ ആലോചിച്ച് നോക്കിക്കേ. പിന്നെ വേറെ കാര്യമുണ്ട്, തുല്യതയുണ്ടോ നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും വ്യത്യാസമായി. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാർ 3-4 തരം ആൾക്കാർ തന്നെ അതിനകത്തുള്ളത്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ പുറത്തു പോകാത്ത ആൾക്കാരുവാ. ഞാൻ പറയാം, ഇവരൊക്കെ ഒരു 2 വർഷം അല്ലെ 3 വർഷം ഒരു ഗൾഫിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് തിരിച്ചു ഈ രാജ്യം ഉണ്ടാവും. കാരണം ഇവര് പ്രത്യേകിച്ച് പോലീസിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, അവര് സ്റ്റേറ്റ് വിട്ട് പോലും പോകാൻ പറ്റത്തില്ല. വല്ല കേസ് അന്വേഷിച്ച് പോകുന്നവരല്ല, ലൈഫ് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം തീരെയില്ല. പിന്നെ ഇവരുടെ ഒരു ഇട്ടാവട്ടം ഒരു ഭയങ്കര ലിമിറ്റഡ് സർക്കിളിലാണ് ജീവിക്കുന്നത്. എക്സ്പോഷർ കിട്ടാനും പാടാം. കാരണം സാധാരണ ആൾക്കാരുടെ ഇടയിൽ കയറി അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല പോലീസിന്. മനസ്സിലായി, എല്ലാവരും കമ്പനി അടിക്കുക, എല്ലായിടത്തും പോയി അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത റെസ്ട്രിക്ഷൻ അവരുടെ ജോലിക്കകത്തുണ്ട്. ഡോക്ടർക്ക് അത്ര പ്രശ്നം വരത്തില്ല, അല്ലെങ്കിൽ വേറെ ഏത് ജോലിക്കും അത് വരത്തില്ല. പക്ഷെ പോലീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോലീസുകാരെ പിന്നെ പലരും അടുപ്പിക്കാറുമില്ല, അവരെ പേടിയാണ്. മനസ്സിലായില്ലേ, എന്തെങ്കിലുമൊക്കെ ഇവരെന്തെങ്കിലും കുണിഷ്ടൊപ്പിക്കുകയോ. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ കമ്പനി അടിക്കരുത്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാ. എല്ലാരും പറയുന്നതല്ലേ, പോലീസുകാർക്ക് അറിയാം അവരെ പറ്റി ഇത് പറയുന്നുണ്ടെന്ന്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും അങ്ങനൊന്നും അല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, ഞാൻ ആൾക്കാരുടെ ക്യാരക്ടർ കണ്ടിട്ട് ഇടപെടുന്നത്. അത് പോലീസായാലും കൊള്ളാം, അതല്ലടോ. അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ബേസിക്കലി ഈ പ്രശ്നം ഉണ്ട്, അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ നമ്മളോട് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ അവർ ഇടപെടാൻ ചാൻസ് ഉള്ള രീതി എനിക്കറിയാം എങ്ങനെയാണ്. ഞാൻ എന്റെ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഒറ്റ എന്റെ സുഹൃത്തുക്കളോ പരിചയത്തിലുള്ള ഒറ്റ പോലീസുകാരെ ഫോൺ പോലും ചെയ്തില്ല. മനസ്സിലായി, അങ്ങനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ അവർ വിളിച്ചിട്ട്? ഇനി ഇതിനിടയിൽ കിടന്ന് എന്തെങ്കിലും ഒപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. ഇപ്പൊ ഞാൻ എന്റെ ക്രൈമിന്റെ സിവിയറിറ്റിയാണ്, എനിക്കത് ആരെ വിളിച്ചാലും അത് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഊരി പോരാം, അല്ലെ കുറച്ച് ചെറിയ പരിപാടികൾ നടത്താനാണെങ്കിലും ഈ ലോ ഇതിനകത്ത് തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ മൂവ് ചെയ്താൽ മതി. ഞാൻ ആരെയും വിളിച്ചില്ല, ഇന്നും വിളിച്ചിട്ട് ഇതുവരെ. പിന്നെ ആരെയും കൊടുത്തില്ല. എന്റെ നമ്പറും പോയി, എനിക്ക് അറിയത്തില്ല, ഞാൻ അന്വേഷിക്കാനും പോയില്ല. എനിക്കറിയാം ഇവരെ ഏതോ ഓഫീസിലായിരിക്കുന്നതെന്നും വേണേൽ അതുകൊണ്ട് കറങ്ങിയ നമ്പറൊക്കെ എടുത്ത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ പരിചയമുണ്ട്. ഞാൻ ആരെയും വിളിക്കാനൊന്നും പോയില്ല, അവർക്കറിയാൻ ഞാൻ വിളിച്ചിട്ടില്ല. അത് മതി. ഞാൻ അങ്ങനെ ആരെയും പരിചയപ്പെട്ടേക്കുന്ന അവരുടെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും എനിക്ക് എന്തോ ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ ആ വ്യക്തിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രം പരിചയപ്പെടുന്നത്. അതിപ്പോ മീഡിയക്കാരാണെങ്കിലും കൊള്ളാം, സിനിമാക്കാരാണെങ്കിലും കൊള്ളാം, ഏത് ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ഇനി മുഖ്യമന്ത്രിയെ പരിചയപ്പെടുന്നു പറഞ്ഞാലും കൊള്ളാം, പ്രധാനമന്ത്രിയെ പരിചയപ്പെട്ടാലും അയാൾ കൊള്ളാവുന്ന രീതിയിലാണെങ്കിൽ അയാൾ നമ്മളുമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പരിചയപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അല്ല, എനിക്ക് ആളെ ആവശ്യമൊന്നുമില്ല, ഇയാളുടെ പദവിയൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് കമ്പനി അടിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിച്ച് പോകുന്നൊരു മനുഷ്യന് ഇവിടെ സാധാരണക്കാരെ പോലെ ഇത്രയും സ്വാതന്ത്ര്യം ഇവിടെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ പ്രത്യേകം എന്താണ് ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് എനിക്ക് ഇന്നാളെ അറിയാം ഇന്നാളെ അറിയാമെന്ന് ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. മാത്രമല്ല, നമ്മൾ ഈ രാജ്യത്ത് മാത്രമല്ലല്ലോ ജീവിച്ചത്, വേറെ രാജ്യത്ത് പോയി ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് അവിടെയും രസമാ. ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇവിടെ എല്ലാ സാധാരണക്കാരും ഇത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് പേരുണ്ട് ഇതെല്ലാം വെച്ചിട്ട് വലിയ ആള് കളിച്ച് കിടക്കുക, പിന്നെ എന്തിനുണ്ട് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിക്കാനൊക്കെ കൊള്ളാം, അല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാരുടെ ഒരു രീതിക്കകത്ത് നിൽക്കാതെ പറ്റത്തില്ല അവർക്ക്. തീർച്ചയായിട്ടും അവരുടെ സിസ്റ്റത്തിനകത്ത് അതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാടാണ്. ഞാൻ ഇവിടുത്തെ പോലീസുകാർക്ക് ഭയങ്കര പേടിച്ചു വന്നിരിക്കുന്ന പലരും. കൂടുതൽ ഭയം വളരെ കൂടുതലാണ്, പേടി വളരെ വലിയ റിസ്ക് ഉള്ള ഇടപാടാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ പറഞ്ഞ തന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് അവർ മോശമായിട്ട് ഇടപെടത്തുള്ളൂ, പുറത്ത് പൊതുവേ അവർ മോശമായിട്ട് ഇടപെടത്തുള്ളൂ. അവരങ്ങനെ ബിഹേവ് ചെയ്തില്ലേ പറ്റത്തില്ല. ഫ്രണ്ട്ലി ആവും അവര് പേഴ്സണൽ സ്പേസിലൊക്കെ, അതുപോലെ വിശ്വാസം തോന്നിയാൽ മാത്രം. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇവരെ വ്യക്തിപരമായിട്ട് നമ്മള് കാണുമ്പോ അവര് വളരെ സാധാരണ യൂണിഫോം വന്നിട്ട് കിടന്ന് കോമഡി കളിച്ചാണല്ലോ ഉള്ള വില പോകും. ഒന്നാമത് വന്നിറങ്ങുമ്പോഴേ ഇവർ കണ്ടിട്ടുണ്ടോ, ബഹളം വെക്കും, തീറി പറയും, വന്ന് വിളിക്കും. അപ്പഴത്തേനൊന്ന് എല്ലാരും ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇവിടെ പോലെ അടിച്ച് പേരത്തൊക്കെ നിൽക്കുന്നവരോട് എന്നെ മോയെന്ന് വിളിച്ചാൽ പറ്റത്തില്ല. ഇപ്പോഴത്തെ പോലീസ് അത്ര പോരാ, ഈ നാടിന്റെ അന്തരീക്ഷം വെച്ച് അടിക്കുകയൊക്കെ വേണം. ഈ ടൈപ്പ് ആൾക്കാരുണ്ട് ഇവിടെ, അവരോട് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നേ. ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഇവര് പെട്ടിരിക്കുവോ ശരിക്കും.
എന്നാൽ 2 രീതിയിലുള്ള 3 തരത്തിലും 4 തരത്തിലുള്ള ആൾക്കാരോട് ഇവർ ഒരുപോലെ ഇടപെടും. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ ഇവര് ഒന്നും ചെയ്യത്തില്ല. പൈസ ഉള്ളവന്റെ അടുത്ത്, പവർ ഉള്ളവന്റെ അടുത്ത് ഭയങ്കര വിനയ ബഹുമാനത്തോട് നിൽക്കുകയും. ഞാനൊരു പ്രാവശ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരാളുടെ കാലിന്റെ അടിയില് 4 വര, കറുത്ത വര, മാതൃഭൂമിയിൽ ന്യൂസ് വന്നത്. അപ്പൊ ഞാനിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ മാതൃഭൂമിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ബാബു എന്ന് പറഞ്ഞത്, ആളെ വിളിച്ച് പറഞ്ഞ് ഈ സാധനം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവനോട് ചെന്ന് പറഞ്ഞേക്കാണ്, മോനെ 20,000 രൂപ തരാം, വേറെ വാടകയ്ക്ക് ഒരു വീട് എടുത്ത് തരാം, പക്ഷെ കേസ് പിൻവലിക്കണം, ഈ പറയുന്ന പോലെ ഈ മീഡിയയിലും കാര്യങ്ങളിലും കൊടുക്കരുതെന്ന്. പക്ഷെ ആള് കേസായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇന്നും ആ പോലീസ് ഓഫീസറോ ഈ പറയുന്ന ആൾക്കാരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് സാധാരണ അയാൾക്ക് അതായത് ഈ പള്ളിയിലൊക്കെ ഈ ശില്പങ്ങളൊക്കെ പണിയില്ലേ, അങ്ങനെയുള്ള ഒരു കക്ഷിയാണ് തല്ലിയിട്ടുള്ളത്. ആൾക്ക് ഒരു ദിവസം 2,500 രൂപ വരുവാനുള്ളതാണ്. അയാളുടെ പേരിൽ മോഷണം ആരോപിച്ചിട്ടാണ് തല്ലിയിട്ടുള്ളത്. അത് ആളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആൾ അത്രയ്ക്ക് ഈ ആലുവയിലായിരുന്നു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പിടിച്ചവിടെ തല്ലുന്ന ഒരു വലിയ മണ്ടത്തിലുണ്ടെന്ന്. ഞാൻ അതുകൊണ്ട് ചെന്നപ്പോഴേ ഞാൻ ഇവരോട് പറഞ്ഞു ഹാർട്ട് പേഷ്യന്റിന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ കൊടുത്തു. കാരണം എല്ലാം പിടിച്ച് ഇടിച്ചിട്ട് ഞാനെങ്ങാനും ചത്തുപോയാൽ പിന്നെ അതിന്റെ കുറെ കണക്കിട്ട് വരും അവര്. മനസ്സിലായോ? നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് പറയണം. കാരണം ഇവർക്ക് അറിയത്തില്ല, ഇവർക്ക് അതിനുള്ള ബോധമില്ല. പണ്ട് മധുവിനെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് കറങ്ങിയ നേരം കൊണ്ട് മധു മരിച്ചു വരുന്നു. അവര് പറയുന്നുണ്ട് നാട്ടുകാരിടിച്ച്, ശരിയാ. പക്ഷെ പോലീസുകാരെ കിട്ടുമ്പോൾ പോലീസുകാർക്ക് അറിയത്തില്ല ഇയാള് ഏത് അവസ്ഥയിലാണ്. ശാരീരികാവസ്ഥ ഇവർക്ക് ഒരു ബോധവും ഇല്ല. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരോ ലിവറിനോ കിഡ്നിക്കോ കംപ്ലൈന്റ് ഉള്ളവരാണ് ചിലപ്പോൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അയാളെ ചിലപ്പോൾ ചവിട്ടി കൂട്ടും. എവിടെ ഇടുന്നത് വെച്ചാൽ വണ്ടിയുടെ ഈ ഇരിക്കുന്ന സീറ്റിന് താഴെ ഇട്ട് ചവിട്ടുമൊക്കെ ചെയ്യും. അതിനകത്ത് ഇപ്പോഴും CCTV വെച്ചിട്ടുമില്ല. ആ ഏരിയ അതിന് കൊടുത്തേക്കുക. ഇപ്പം പോലീസ് സ്റ്റേഷനിലും CCTV വേണമെന്ന് പറഞ്ഞാലും കുറച്ച് ഏരിയ CCTV ഇല്ലാത്തതുണ്ട്. അത് ഇടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. അതെല്ലാവർക്കും അറിഞ്ഞിട്ടും അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അത് അവർക്ക് വഴി കിട്ടിയിട്ടാണ് ഇടിക്കുന്നത്. വണ്ടിക്കകത്ത് കൊണ്ടാണ് ഇടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പോലീസിന്റെ. ഞാൻ പറഞ്ഞത് അത് ശരിയല്ല. വേണേ അടിച്ചോട്ടെ. അവര് കാരണം പറഞ്ഞ് ആ സമയത്ത് എടുത്തിട്ട് അടിക്കണമെന്ന് അടിക്കണം. അവരെ ആക്രമിക്കാൻ വന്ന ഒരാളെ അവരടിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനല്ല. ഇവര് ചെയ്യുമ്പോ ഒരാളെ കുറ്റക്കാരനാണോ അല്ലോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പോലീസ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പോ അതിനു മുമ്പ് ഒരിക്കലും അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തിനു പറയിക്കാനാണല്ലോ ഉപദ്രവിക്കാൻ പാടില്ലെന്നുള്ളത്. പക്ഷെ അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ ക്യാമറയുടെ അവിടെയാണ് അവർ കിടന്ന് പരുങ്ങും. മനസ്സിലായി? ഇത് രണ്ടും ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പ്രശ്നമുണ്ട്. നാട്ടുകാർ ശരിയല്ല. ഈ മനുഷ്യരെ കൊണ്ട് നമ്മൾക്ക് ഇത് നടത്തിയെടുക്കാൻ പാടാ. കാരണം അവരും അതാ കാണുന്ന എന്തോ അതിനെതിരെയൊക്കെ പറയാനാളുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്നും പറയത്തില്ല. മനസ്സിലായോ? അതൊരു പ്രശ്നമാണ്. അത് പോലീസുകാർക്കാണെങ്കിൽ ഇവിടെ ഇല്ല. ഇവര് ഫുൾ ഇത് ക്യാമറ കാണണം. ഓരോരുത്തർ പോലീസിനെ ആക്രമിക്കുകയോ തെളിവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിടിക്കണം. അവരെ പിടിക്കേണ്ടത് മര്യാദയ്ക്ക് വിളിച്ച് അവർ വരത്തില്ല. അവർ കൈകട്ടി മാറ്റും. അപ്പൊ അവരെ ബലം പ്രയോഗിച്ച് തന്നെ പിടിക്കേണ്ടി വരും. അതിനെ നമ്മൾ എതിർക്കും. എന്നിട്ട് ഇപ്പുറത്തെ ഒരു സാധാരണക്കാരനെ അവന്മാർ ഒതുക്കത്തി കൊണ്ടിട്ട് അടിച്ചാൽ അത് അറിയത്തില്ലാത്തത് കൊണ്ടും ആരും അറിഞ്ഞില്ല പറഞ്ഞില്ല അത് കണ്ടില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ അയ്യോ വലിയ ക്രൂരതയായി പോയി, പൂച്ചയെ തൂക്കിക്കൊന്നു, പട്ടിയെ കണ്ട് തല്ലിക്കൊല്ലുന്നു. ഇത് എല്ലാരും തല്ലിക്കൊന്നോണ്ടിരിക്കും. ഇവിടെ ഒരു കൊച്ചിനെ എടുത്ത് ബിൽഡിങ്ങിന് മുകളിൽ താഴോട്ടിട്ടു, കൊച്ചു വീണു മരിച്ചു. കുഞ്ഞിനെ ഇവിടുന്ന് കടവത്തറങ്ങാണ്ടൊരു സ്ഥലത്ത് നിന്ന് എടുത്തെറിയുന്നു. ആ സീൻ കണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ ഇങ്ങനെ കാണുക, കൊച്ചിനെ ഇങ്ങനെ എറിയുന്നത് കാണുന്നു, കൊച്ചിന്റെ നിലത്ത് വീഴുമ്പോ തല പൊട്ടുന്നു, ചോര ചീറ്റുന്നു. ഇതെല്ലാം കണ്ടാ ഭയങ്കരമായിട്ട് ഇത് കേട്ടു ഒരു കൊച്ചിനെടുത്താൽ വളരെ എളുപ്പമാണ്. അതാണ് നമ്മുടെ ആൾക്കാരുടെ രീതി. അതിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവർക്ക് അറിയത്തില്ലെന്നേ. ഇവിടെയുള്ള ആളുകൾക്ക് സത്യത്തെ അറിയത്തില്ല. എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് പിക്ചറൈസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഈ പോലീസുകാരാണല്ലോ അവിടെ കൊണ്ട് എവിടെയും കൊണ്ടിട്ട് ആവശ്യമാണെന്ന് അവരറിയത്തില്ല. പക്ഷെ പുറത്ത് നിന്ന് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെ അടിച്ചാലും കൈയിട്ട് നിൽക്കുന്ന പോലീസിനെ കണ്ട ആളെ കളിയാക്കുകയും ചെയ്യും. ഇവരെന്തിനാ നടക്കുന്നതെന്ന് ചോദിക്കും. രണ്ട് സൈഡിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ പറയാലോ, എന്നെ സംബന്ധിച്ച് പോലീസിങ് കുറച്ച് വൃത്തിയാവാനുണ്ട്. അത് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടപെടേണ്ട രീതി മാറ്റി. ഇവിടെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരോടൊന്നും ഇങ്ങനെയൊന്നും ഇടപെട്ട് നടക്കത്തില്ലല്ലോ. അവർക്ക് ഒരിക്കലും അത് സെൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. എമ്പതി എന്ന് പറഞ്ഞ സാധനം വർക്ക് ആവാത്തവരാണ് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ. അവർ ക്രൈമാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പിടിച്ചോണ്ട് പോയാൽ പിടിക്കേണ്ട രീതിക്ക് പിടിച്ചോണ്ട് പോയി അടച്ചിടണം. ചിലപ്പോ പേടിപ്പിക്കേണ്ടി വരും. ഇവര് പേടിച്ചാലേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അപ്പം നിർത്തത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്നതല്ല. സൈക്കാട്രിക് പേഷ്യൻസ് എല്ലാവരും മുടിഞ്ഞ ഭ്രാന്തന്മാരും 4 പേര് അടിച്ചിട്ട് ഒരുത്തിന് ഇങ്ങോട്ട് വരുക, കട്ടയ്ക്ക് ഒരുത്തിന് നിർത്തണമെന്ന് പറഞ്ഞാൽ അവൻ നിർത്തും. അവൻ പേടിക്കുമ്പോൾ അവനിങ്ങനെ ചെറുതിനെയൊക്കെ അവർ ഉപദ്രവിക്കും. അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന സാധനത്തിനൊക്കെ അവർ ഉപദ്രവിക്കും. അത് പട്ടിയും പൂച്ചയൊക്കെ അവർ ഉപദ്രവിക്കും. പക്ഷെ
അവൻ ഉപദ്രവിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേലും അവന് കൃത്യമായിട്ട് അറിയാലോ. പോലീസിനെ കാണുമ്പോൾ മിക്ക ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് പറയും. എത്ര പെരുപ്പാണെങ്കിലും ഒന്ന് ക്ലിയർ ആവും. ഒരെണ്ണം അടിക്കുക, ഒറ്റ അടി കൊടുക്കാവോ, ആ പെരുപ്പങ്ങ് ഇറങ്ങി. ആ പെരുപ്പങ്ങ് ഇറങ്ങി, ക്ലിയർ ആയി. അപ്പുറത്തേക്കുന്ന ആള് സ്ട്രോങ് ആണ്. അത് വേണ്ടടുത്ത് വേണ്ട കാര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചാല് ഈ നാടായതുകൊണ്ടാണ്. എല്ലാ കുട്ടിക്കാലം മുതൽ ഇതൊക്കെ പഠിച്ചു വളർന്ന യൂറോപ്പിൽ ഇത് വേണ്ട, അമേരിക്ക അവിടെ അവര് മാറ്റിയത്. അതെടുത്ത് ഇങ്ങോട്ട് കോപ്പി അടിക്കുമ്പോ ഇവിടെ മറ്റേ നടക്കുന്നില്ലല്ലോ. ഇതിന്റെ അപ്പുറത്തുള്ള മുഴുവൻ സാധനം ഫെയിലിയറാ. എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ, റോഡ് സിസ്റ്റം ഫെയിലിയർ, എല്ലാ സാധനവും ഫെയിലിയർ ആയിട്ട് ഇരിക്കുമ്പോ പോലീസുകാർ മാത്രം ജനമൈത്രിയും കൊണ്ട് ഇറങ്ങിയാൽ എങ്ങനെ നടക്കുമെന്ന്. റോഡ് സിസ്റ്റം ഫെയിൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ട്രാഫിക് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാതെയാണ് ജനങ്ങളൊന്നും. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇതിനകത്തോട് വരുന്നത് നമ്മൾ ഓടിക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് ടാക്സ് അടക്കണം. റോഡിൽ കൂടി ഇത്ര റിസ്ക് എടുത്ത് വണ്ടി കൊണ്ട് ജീവൻ പണയപ്പെടുത്തി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, വണ്ടിയുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ റോഡുകൾ സാധ്യമല്ല. അല്ല, പക്ഷെ ഫിറ്റ്നസ് വണ്ടികൾക്ക് ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കാനായിട്ട് ഗവൺമെന്റ് ഉണ്ട്. എടോ ഞാനും പറയാം. ഇപ്പൊ ഒരു ഇച്ചിരി പോകെയുള്ള ഒരു വണ്ടിയാണ് വിചാരിക്കുക. ആ വണ്ടി ഇപ്പൊ എവിടെ ഓടിച്ചോണ്ട് നിങ്ങൾ പോവാ, അത് പോകുമ്പോ സന്തോഷം വർക്ക് പോകുമ്പോ നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് വലിയ ട്രാഫിക് ഒന്നും ഇല്ല, നിങ്ങൾ ഒരിടത്ത് എത്തിന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ച് പുക പൊടിച്ചോണ്ട് വരുന്നുണ്ട്. കൂടുതൽ പുക. ഇതെല്ലാം ചെക്ക് ചെയ്ത വണ്ടികൾ ചുമ്മാ റോഡിൽ കിടന്ന് പോയിക്കുന്നു. പൊടിയല്ല, നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട് പുകയുന്നുണ്ട്. വണ്ടി ഓടുവാണെങ്കിൽ ഒന്നുമില്ല, സ്പീഡ് കൊണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെത്തിയിട്ട് യൂട്ടിലൈസേഷൻ കറക്റ്റാ. ഇവിടെ റോഡിൽ കിടക്കുക, വണ്ടി വെറുതെ കിടക്കുക, വണ്ടി അനങ്ങാതെ കിടക്കുക, സ്പീഡില്ല. നമ്മളപ്പോ അത്രയും വലിയ പൊല്യൂഷൻ ഉണ്ടാകുന്ന സാഹചര്യം തിരുത്താൻ പറ്റിയിട്ടില്ലല്ലോ. ആകെ പറ്റുന്നതാണ് പെറ്റി അടിക്കുക. എന്നാൽ അവന്റെ പുക പരിശോധിച്ചില്ല. പുക പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പുക വരുന്നുണ്ടോ, പുകയ്ക്കകത്തോ ശരി, ഇത് ഇച്ചിരി മോശം കണ്ടുപിടിക്കണം. സംഭവം ശരിയാ, വേണ്ടത് തന്നെയാ, വേണ്ടെന്ന് പറയത്തില്ല. പക്ഷെ കൂടുതൽ പൊല്യൂഷനാണ് നമ്മൾ റോഡിൽ വണ്ടികൾ നിന്ന് കിടക്കുന്നതുകൊണ്ട്, ട്രാഫിക്കിന്റെ പരാജയം കൊണ്ട്, ട്രാഫിക് ആൻഡ് റോഡ് സിസ്റ്റത്തിന്റെ പരാജയം കൊണ്ട് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ കൂടുതലാണ്. ടൈം വേസ്റ്റ്, സ്ട്രെസ്. ഇതിനകത്ത് ഓടിക്കുമ്പോൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ഇവിടുത്തെ ഫാമിലി തകരുന്നതിനകത്ത് റോഡ് വരെ ഉത്തരവാദികളാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്തെത്തുന്ന ഞാൻ എത്ര മണിക്കൂർ മുമ്പേ ഇറങ്ങണം, എന്തോരം ടൈം വേസ്റ്റ്. വികലാംഗര്, ഗർഭിണികള്, ഇവർക്കൊന്നും ഈ പറയുന്ന പോലെയുള്ള ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോലും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന പറ്റുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതിൽ ഇവിടുത്തെ റാഷ് ഡ്രൈവിംഗ്, ഓവർലോഡഡ്, ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൊണ്ട് മാത്രമല്ല, ലെങ്ത് വൈസ്, ഹൈറ്റ് വൈസ് ഒക്കെ വ്യത്യാസം വെച്ചുകൊണ്ട് വണ്ടികൾ ഓടുന്നുണ്ട്. അതിനിടയിലാണ് സഞ്ജു ടെക്കിയുടെ വണ്ടിക്കകത്ത് ഒരു ഓവർ വെള്ളം പിടിച്ചത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, 8 വർഷമായിട്ട് തൃശ്ശൂർ റൗണ്ടില് 8 വർഷമായിട്ട് വാട്ടർ ലീക്കേജ് ഉണ്ട്. അത് ഇതുവരെ റോട്ടിലേക്കാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കറക്റ്റായിട്ട് ഗവൺമെന്റിലേക്ക് കാശ് കൊടുക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സഞ്ജു ടെക്കി പിടിച്ചവർക്ക് അയച്ചു കൊടുക്കുക, അവര് ശരിയാക്കും. മറ്റേ വാട്ടർ അതോറിറ്റിയുടെ ലൈസൻസ് ആജീവനാന്ത കട്ടാക്കുക, അങ്ങനത്തെ നടപടിയൊക്കെ എടുക്കും. ഡിപ്പാർട്ട്മെന്റുകൾ ഓഡിറ്റിങ്ങിന് വിധേയമല്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സംവിധാനം, ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ പോലും ഇതിനില്ല. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. ഇവിടുത്തെ ആളുകളാ ഇവിടെ ജോലിക്കെല്ലാം വന്നേക്കുന്നത്. എല്ലാ പേരും വിദേശത്തു നിന്നുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവര് കറക്റ്റ് ചെയ്യണം. അവർക്ക് ഒന്നുകൂടെ വന്ന് ഇന്ത്യ കീഴ്പ്പെടുത്തി കോളനൈസ് ചെയ്ത് ഭരിച്ചിട്ട് പോയാൽ ചിലപ്പോ ശരിയാവും. കാരണം എന്നാന്നറിയോ, രാഷ്ട്രപതി മന്ത്രിമാര് മാത്രം നമുക്ക് മലയാളീസിന് അതൊന്നും വേണ്ട. അവരൊന്നുകൂടെ വന്ന അടിച്ചമർത്തിക്കോട്ടെ, കോളനി ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. ഇതിന് ഇന്ത്യ ഉണ്ടാകുന്നതിന്, ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാപ്പ് ആകുന്നതിന് മുമ്പ് ഈ നാട്ടുരാജാക്കന്മാരെ തമ്മിൽ അടിച്ച് മുഴുവൻ പട്ടിണിയിലാണ്. പിന്നെ ബ്രിട്ടീഷുകാർ ഇമാരെ ഒന്ന് മെരുക്കി ശരിയാണ്, അടിമകൾ. അന്നത്തെ ബിസിനസ് രീതി അതാ. ആ സമയത്ത് ലോകം മുഴുവൻ ഇതാ നടക്കുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ബ്രിട്ടീഷുകാരാണ് ഇവിടെ വന്നത്. അവര് വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു, സ്കൂൾ വന്നു, മറ്റത് വന്നു, മറിച്ച് വന്നു, റെയിൽവേ വരെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ഇല്ല, ഇവിടെ തമ്മിൽ തന്നെ ചട്ടയായിരുന്നു എല്ലാം കൂടെ. അത് ഇപ്പോഴാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കൊള്ളാവുന്ന ആ രാജ്യക്കാർ ഇവിടെ വന്നിട്ട് അവരൊരു പ്രത്യേക രീതിയിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്ന് ചുമ്മാ ഞാൻ പറയാ. സിസ്റ്റം ഒന്ന് മാറി കഴിഞ്ഞ് ഇവര് പോവാ. ഇവര് പിന്നെ നമുക്ക് അടിച്ച് ഓടിക്കുവോ, എന്തെങ്കിലും ചെയ്യാൻ സമരം ചെയ്ത് പട്ടണം വന്ന് മരിക്കുവോ, എന്തെങ്കിലും ചെയ്യുന്നത്. ഇവര് പോയാൽ തന്നെ ചിലപ്പോ കുറച്ച് ഭേദമാവും. ഇപ്പോഴും അവര് ചെയ്ത് വെച്ച സാധനമാണ് ഇവിടെ ഇരിക്കുന്നേ. ലോ എവിടെ ഇരിക്കുന്നേ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുവാ, ഇതെല്ലാം അവന്മാരുടെ ഈ സാറെന്നും പറഞ്ഞു ബലൂട്ട് അടിക്കുന്ന എല്ലാം ഇവരുണ്ടാക്കിയ ബിൽഡിങ്. അതുപോലെ തന്നെ യൂണിഫോമിന്റെ ഈ സാധനം എല്ലാം അതിനകത്ത് ഇരിക്കുന്നത് അവര് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. അല്ലാതെ ഇവിടെ എവിടെ നേരത്തെ ഇന്ത്യയിൽ ആർക്കാ യൂണിഫോം ഉണ്ടാകുന്നത്? എല്ലാം ഇന്ത്യയിൽ ഇവിടെ ഇത്ര കെട്ടിടമുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനത്തെ സിസ്റ്റം ഒന്നും അവർക്ക് അറിയത്തില്ല. ഇതെല്ലാം അന്നത്തെ പലതും ഇവിടെ ഇരിപ്പുണ്ട്.
അവന്മാർ അതുകൂടാതെ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം കുറെ കളപ്പീര് ഒപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പൊക്കി പിടിച്ചൊരു കണക്കുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ കോപ്പിയാണ് നമ്മളെടുത്ത് കളിക്കുന്നത്. ഇത് മാറ്റേണ്ട സമയം ഒരുപാട് സാധനങ്ങൾ മാറ്റാനും പരിഷ്കരിക്കാനുണ്ട്. ഇപ്പൊ ഈ ഭാരതീയ നിയമസംഹിത വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എടുത്ത് കളയേണ്ട സാധനങ്ങളൊന്നും കളയാൻ പറ്റാതെ പേടിച്ച് അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പുറത്തുനിന്ന് ഒരാൾ വരാതെ പറ്റത്തില്ല. ഏതെങ്കിലും ഈ കേരളത്തിലോട്ട് വിദേശ എന്തെങ്കിലും ഒരു കമ്പനി വന്ന് അവരിതിനെ കുറിച്ച് പഠിച്ച് ഇവിടെ എന്തൊക്കെ മാറ്റണമെന്ന് കാണിച്ചു കൊടുത്താൽ അവര് ഇംപ്ലിമെന്റ് ചെയ്യണം. കാണിച്ചു കൊടുത്താലും പറ്റത്തില്ല, കാരണം ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയത്തില്ല. ഇവിടെ ഹയർ റാങ്കിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന പോലെയുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സിസ്റ്റം കുറച്ചും കൂടി ഇവിടെ IAS മാത്രമേ ഉള്ളൂ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വരുന്നത്. അവര് ഓരോ രാജ്യങ്ങളിൽ ട്രെയിനിങ് ലൈഫ് ഒന്ന് അവര് പുറത്ത് ട്രെയിനിങ്ങും കഴിഞ്ഞ് IAS IPS പോകുന്നുണ്ട്. പക്ഷെ അവരിവിടെ വന്നു കഴിയുമ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കിക്കൊണ്ട് ഇത് കൊണ്ടുവരാനൊന്നും അവർക്ക് പവറില്ല. ഇനി അഥവാ ചെയ്യാൻ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇവന്മാരല്ലേ ചെയ്യാൻ പോകുന്നത്. ഈ പണിക്കാർക്ക് പണിയറിയത്തില്ലല്ലോ. തനിക്കിത് ഉണ്ടാക്കുക. അവിടെ എല്ലാ രാജ്യത്തും സ്കൂളുണ്ട്, എല്ലാ രാജ്യത്തും അതേപോലത്തെ ബിൽഡിങ്ങിൽ ഇരുന്നാണ് പിള്ളേർ പഠിക്കുന്നത്. ഇവിടെ ആണെങ്കിലും ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കോപ്പി ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതി ഉണ്ടല്ലോ, പഠന രീതി, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപഠിച്ചിട്ട് വന്നാൽ ചെയ്യാൻ പറ്റും. സിലബസ് മാറ്റാൻ പറ്റും. അതിന് ഒന്നും വേണ്ട, ഇടപെടുന്ന രീതി മാറ്റിയാൽ മതി. ഇവർ ചെയ്യുന്ന എന്താണോ അത് മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ മതി. ബിൽഡിംഗ് പണിതിട്ട് കാര്യമൊന്നുമില്ല. AC കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം, ACക്കകത്തിരുന്ന് മണ്ടത്തരം പറഞ്ഞാലും പുറത്തിറങ്ങി വെയിലത്തിരുന്ന് മണ്ടത്തരം പറഞ്ഞാലും മണ്ടത്തരം തന്നെ. നമ്മളിപ്പോ ഈ പറയുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയാനിട്ടല്ല. ഇതൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ അഴിമതി നടക്കില്ല. അത് വെറുതെ അത് അങ്ങനെയല്ലത്. ഇവിടെ അഴിമതി നടക്കാതിരിക്കാനോ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലത്. ഇവർക്ക് ഇത് മൊത്തത്തിൽ നമ്മൾ മടിച്ച് വളരുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം കറപ്റ്റഡ് ആയിട്ട് കിടക്കുന്നതിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട്. പിന്നെ എക്സ്പോഷർ, ഈ റിലീജിയൻ ഭയങ്കര ഗെയിം അതിനിടെ കളിക്കുന്നത്. അവരാണ് ഈ എക്സ്പോഷർ മൊത്തം ആൾക്കാരുടെ കണ്ണ് മൂടിക്കെട്ടുന്നത്. ഇവന്മാർ ആദ്യം തന്നെ വന്ന് ഈ കണ്ണടച്ച് പിടിപ്പിക്കും. മനസ്സിലായില്ലേ? അവരാണ് കറപ്റ്റഡ്. പൊളിറ്റിക്സ് കറക്റ്റഡ് ആകുന്നത് പോലും ഈ റിലീജിയൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട്. റിലീജിയൻ സ്ഥാനത്തിന്റെ കൺസെപ്റ്റ് തലേന്ന് പോയാൽ തന്നെ ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും. പല രീതിയിലും പലതും ചെയ്യാൻ പറ്റും. ദൈവത്തെ എടുത്ത് ആദ്യം കളയണം. ഏതൊരു സിസ്റ്റത്തിന്റെയും എവിടെയും നോക്കൂ, യൂറോപ്പിലേക്ക് ദൈവം പോയാൽ പിന്നെ രക്ഷപ്പെടില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും മതം സ്ഥാപിച്ചുകൊണ്ടാണ് അവർ ഭരണം കൂടി സ്ഥാപിക്കുന്നത്. അതിലൂടെയാണ് ജനങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തോടത്തോളം ജനങ്ങള് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ രാജാവിനാണ് ഈ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ദൈവതുല്യമായ ഒരു സംഭവം വെച്ചിട്ട് ഭരിക്കാൻ എളുപ്പമാകത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ജനാധിപത്യത്തിലോ അല്ലാതെ വേറെ എന്ത് സിസ്റ്റം വന്നാലും ദൈവത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? അത് പിന്നെ ഭരിക്കണ പാടാ. ആ സാധനം എടുക്കുവാണെങ്കിൽ ഇത് കളയണം. ഇപ്പൊ സൗദി അല്ല, അറബ് രാജ്യങ്ങളിൽ രാജാവ് തന്നെ ഭരിക്കുന്നത്. അവിടെ റിലീജിയസ് ബുക്കിലാണ് ലോ നിൽക്കുന്നത്. അവിടെ റിലീജിയൻ ഓക്കെ, ഫുൾ റിലീജിയസ് കൺട്രി തന്നെ അവർ ഡിക്ലെയർ ചെയ്തേക്കുക. അവിടെ അത് ഓക്കെയാ, അയാൾക്ക് അത് ഭരിക്കാനപ്പോ എളുപ്പമാണ്. ഇവരെല്ലാം ഭയഭക്തി ബഹുമാനം, ഇതാണ് മെയിൻ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലത്തെ ഡെമോക്രാറ്റിക് കൺട്രി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ അവിടെ ഇത് ആകത്തില്ല. കാരണം അങ്ങനെ ഒരു ഫിഗറേ ഇല്ലല്ലോ. പിന്നെ ഇവര് വെറുതെ കൺസെപ്റ്റ് ഇങ്ങനെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഇത് തമ്മിൽ ഒന്നാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത് തെറ്റായ രീതിയിലായി മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തോ ഒരു കോൺഫ്ലിക്റ്റാ. ഇത് രാജാവാണോ, ദൈവമാണോ, അതോ പ്രതിനിധിയാണോ? ഈ പ്രതിനിധി എന്ന് പറയുന്ന ഒരാളെ ഹീറോ ആക്കി വെച്ചിട്ട് അയാൾ രാജതുല്യനാവും. പിന്നെ അയാള് എന്തോ ചെയ്യുന്നത് വെച്ചാൽ അയാൾ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണോ എന്ന് ആരാധകരും അണികളും ഏകദേശം ഈ പറഞ്ഞ പോലെ പാർട്ടി ആൾക്കാര്. ഇവിടെ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് അല്ല ശരിക്കും ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട് ഭരിക്കുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയാൽ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കും. കോൺഗ്രസ് പാർട്ടിയുടെ രീതി വേറെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി വേറെയാണ്. ഇവിടെ ഗവൺമെന്റ് എന്ന് പറയാനൊരു തോന്നലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇപ്പൊ പ്രയോജനം ഉണ്ടാവും, നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കോൺഗ്രസ് ജയിച്ച്. മനസ്സിലായോ? അത് ആ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവരെ എടുത്തിട്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. എന്തിനറിയാ പറയുന്നത്? ഈ മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞ ആശുപത്രി പണ്ട് നയനാർ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു, അതോ അച്യുതാനന്ദൻ ടൈമിൽ. ആ സമയത്ത് ഈ ആശുപത്രി നല്ല സൂപ്പറായിട്ട് കയറി വരുവാ. പക്ഷെ അച്യുതാനന്ദൻ മാറിയിട്ടാണ് ഉമ്മൻചാണ്ടി അല്ലേ, ഈ സമയം വരുമ്പോ കോൺഗ്രസ് വരുമ്പോഴത്തേന് അവിടോട്ടുള്ള എല്ലാ ഫണ്ടും കട്ടാവും. അവിടെ ഒരു ഇതില്ല, ആ ആശുപത്രി കൂട്ടിക്കെട്ടുന്ന ഓരോന്നിലാവും. അത് കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോ തോന്നറ ഇപ്പൊ സൂപ്പറാ. താൻ ആ കൊടിയേരിച്ചല്ലേ സൂപ്പർ ക്യാൻസർ സെന്ററാ. RCC മോശമൊന്നുമല്ല, രണ്ട് നല്ല ക്യാൻസർ സെന്റേഴ്സ്, നല്ലപോലെ അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഭരണം മാറിക്കഴിഞ്ഞാൽ നോക്കിയോ അവിടെ നിന്ന് ഒരുപാട് ഡോക്ടർമാർ പിരിഞ്ഞു പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇവര് പല സാധനം ഡിലേ ആക്കും, അവിടെ കൊടുക്കത്തില്ല, അങ്ങനെയുള്ള ഇത് നടക്കുക. അതൊരു ആശുപത്രിയാണ് നോക്കുന്നത്. ഞാനിത് അറിയുന്നത് അന്നത്തെ കാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന കുറെ ഡോക്ടർമാർ റിസൈൻ ചെയ്തു പോയി.
കാരണം അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് എടാ ഭരണം മാറി അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വലിയ കോളൊന്നുമില്ല, അവര് ശ്രദ്ധിക്കുന്നില്ല. അതെങ്ങനെയുണ്ട്? രോഗികൾ ചെല്ലുന്ന സ്ഥലമാണ്, അതിനകത്ത് വരെ ഈ തേർഡ് റേറ്റ് ഈ പൊളിറ്റിക്സ് ആയിട്ട് കളിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഭരിക്കുന്ന പാർട്ടിയാണ്, യാതൊരു രീതിയിലുള്ള. അപ്പൊ പിന്നെ ബാക്കിയുള്ളിടത്തുള്ള അവരുടെ കൺസിഡറേഷനും പിന്മാറ്റ നിയമനവും നെപ്പോട്ടിസവും ഫേവറിസും ഒക്കെ വർക്കാതിരിക്കും. അത്രയും നശിച്ച ഒരു മാനസികാവസ്ഥയാണ്, സെൽഫിഷ്നസ് ഭയങ്കര ആൾക്കാർക്ക്. ആകെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിനിഷ് ചെയ്യുമ്പോൾ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇപ്പൊ അജു അലക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജനറേഷന് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റിന് കഴിയും. അതിന് കൂടുതൽ സജീവമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് മാത്രമല്ല, തനിക്കും പ്രവർത്തിക്കാൻ ഉറപ്പായിട്ടും പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അല്ല, ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. തനിക്കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. താൻ എത്ര വീഡിയോ ഇട്ടാലും അതിനകത്ത് വേണേൽ ചുമ്മാ എഴുതി വെക്കാം, ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്. നമ്മൾ ഡൊണേഷനും ജോയിൻ ചെയ്യും. എന്ത് കാര്യത്തിലും ഒരാളെ സഹായിക്കാൻ പറ്റും. അതിന് തനിക്ക് തന്റെ അറിവ് വെച്ച് സഹായിക്കാൻ പറ്റും, പണം വെച്ച് സഹായിക്കാൻ പറ്റും, ആരോഗ്യം വെച്ച് സഹായിക്കാൻ പറ്റും, കോണ്ടാക്ട് വെച്ച് സഹായിക്കാൻ പറ്റും. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അതായത് നമ്മൾ ഒരാളെ ഒരു കാര്യം പറയാം, തന്റെ അടുത്ത് നിന്ന് സഹായം അങ്ങ് പ്രതീക്ഷിക്കുകയല്ല ചെയ്യുന്നത്, തിരിച്ചു കൊണ്ടാവണം. അതായത് ട്രസ്റ്റിന് ഉണ്ട് അങ്ങോട്ട്, മനസ്സിലായോ? അത് പറയുന്നത് ഇതാ അതിന്റെ കൺസെപ്റ്റ്. അതായത് നമ്മളിപ്പോ എല്ലാവരും വിചാരിക്കും ഡൊണേഷൻ മേടിക്കാൻ എല്ലാവരും പരിചയപ്പെട്ട് വെക്കുന്ന എല്ലാവരുടെയും പൈസ, അതൊന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ അയാൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചു, ഈ ട്രസ്റ്റിനകത്തുള്ള ഒരാളുടെ ആവശ്യമാണ് ബ്ലഡ് വേണം, അല്ല വേണ്ട, എന്തെങ്കിലും ഒരു വേറെ ടൈപ്പ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇവന്റ് നടത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് മാക്സിമം നല്ല രീതിയിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു സാധനം ചെയ്ത് കൊടുക്കുന്ന മാത്രമല്ല, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി സാധനത്തിലോട്ട് എത്തിക്കാനുള്ള ശ്രമിക്കുന്നുണ്ട്. ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള ശ്രമം നടത്തുക. ഏത് കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നടത്താനുള്ള ഒരു സംഭവം, അതെന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കാന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ ഞാൻ അവിടെ വന്ന ഉടനെ ഓക്കെ മറ്റേ മോഹൻലാൽ പറഞ്ഞാല് ബോഡി പോലും കൊടുക്കാറില്ല, ബോഡി കൊടുക്കാൻ എടുക്കാൻ പോകുന്നത് നമ്മളാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനല്ല, അതല്ല, ഇത് ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതൊക്കെയാണ് പോളിസി, മനസ്സിലായി? അത് ഞാൻ പറയുന്നതല്ല, അത് ആ ട്രസ്റ്റിന്റെ സ്വഭാവം. ഇതിനകത്ത് എന്നെ ഒന്നും കണക്കിലെടുക്കൊന്നും വേണ്ട. ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന ആരും വിചാരിക്കേണ്ട ഞാൻ നന്നാവത്തില്ല, രക്ഷപ്പെടത്തില്ല. അതിനകത്ത് അതൊക്കെയാണ് നേരത്തെ അറിയാം. എന്റെ പ്രായമൊക്കെ അത് കഴിഞ്ഞു പോയി. എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എനിക്ക് രക്ഷപ്പെടാതെ ജീവിക്കാൻ അറിയാം, നന്നാവാതെ ജീവിക്കാനും അറിയാം. അത് ഞാൻ പഠിച്ചു പോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലായി, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. പലരും വിചാരിച്ചേക്കുന്നത് ഇനി ഒന്ന് നന്നാവുമെന്ന്. എന്തെങ്കിലും നന്നാവാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതുപോലെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് എത്ര കൊല്ലമായിരുന്നറിയാം ഞാൻ ഇങ്ങനെ ആയിട്ട്, ഒരുപാട് വർഷമായിരുന്നു. എന്റെ ഓർമ്മ വെച്ച കാലത്ത് ഞാൻ ഇങ്ങനെയാ. പിന്നെ ഞാൻ ഇനി ഇത് മാറ്റി പിടിക്കാൻ എനിക്ക് അത്രയും തന്നെ പണിയാ. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല രക്ഷപ്പെടുന്നത്. ഗൾഫിൽ പോയപ്പോ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടു. എവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഇവിടെ കടവറ കിടക്കുവാണ് ഞാൻ രക്ഷപ്പെടാൻ കൂട്ടിയിട്ടേക്കുവാ. രക്ഷപ്പെടുന്ന അവിടെ അതിൽ ദുരന്തമാ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അയ്യോ ഒരു വർഷം എടുത്ത് നമ്മൾ പൊരുത്തപ്പെടാം. പക്ഷെ പൊരുത്തപ്പെട്ടേക്ക് നല്ല സ്ഥലം കേട്ടോ, ഗൾഫ് അടിപൊളിയാ. ഈ പറയുന്ന പോലെ ഇവിടുത്തെ അത്രയും ചടങ്ങില്ല. ഇവിടുത്തെ ചടങ്ങുകൾ നമ്മൾ ഫ്രീഡം ഉണ്ടെന്നാ പറയുന്നതെങ്കിലും ഫ്രീഡം ഇല്ല ഒന്നിനും. അവിടെ പിന്നെ അങ്ങനെ പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാ അത്യാവശ്യം ഫ്രീഡം ഉണ്ട് താൻ, മനസ്സിലായോ? പിന്നെ പോരാത്തിന് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നിന്റെ കുറെ അധികം നടക്കണ്ട. അതിന് പേപ്പർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എല്ലാ കഴിയുമ്പോൾ നമ്മൾ അറിയും, അപ്പം ചെന്നാൽ മതി. അല്ലാതെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഗവൺമെന്റ് ഓഫീസിൽ പോയി അവിടെ കാല് പിടിച്ച് ഇവിടെ കാല് പിടിച്ച് കുറച്ച് കാശ് കൊടുത്ത് ഇവരുടെ പുറകെ നടന്നല്ല കാര്യങ്ങൾ നടത്തണ്ടേ. അതാ ഞാൻ പറഞ്ഞത്, ഈ ട്രാൻസ്പെറൻസി വരുമ്പോ അത് നടക്കത്തില്ല. താൻ റിക്വസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ താൻ ഓൺലൈൻ ഉണ്ടാക്കിയാൽ മതി. അത് അവിടെ ഇരിക്കുന്ന ആൾ അറിയണം എന്തോ, അയാൾക്കറിയാം ഇയാൾക്ക് എന്തോ പ്രശ്നം. കാരണം താൻ ഡേറ്റ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ഉണ്ട്, താൻ എന്ത് ചെയ്യുന്ന ആളാണ്, എന്തൊക്കെയാണ് എന്റെ ആവശ്യം, തനിക്ക് ഇത്ര സെന്റ് പറമ്പുണ്ട്, അപ്പൊ ആ സെന്റിന്റെ മൂലയ്ക്കോട്ട് വേറെ വീട് വെക്കാൻ വേണ്ടിയിട്ട് താൻ റിക്വസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 5 സെന്റ് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ വീടിന്റെ പ്ലാൻ താൻ അയച്ചു കൊടുത്തിട്ടുണ്ട് മെയിലിൽ. അത് കണ്ട അയാൾക്ക് മനസ്സിലാവണം, അയാൾക്ക് അറിയാം എനിക്ക് അത്ര സ്ഥലം ഉണ്ടെന്നും അപ്പൊ അത് കിണറുണ്ടെന്നും വരെ അയാൾക്ക് അറിയാം. അപ്പൊ അയാൾ അവിടെ നിന്നോണ്ട് ഇത് ഫോർവേഡ് ചെയ്യുക. സർവേക്ക് വേണേ ഒരാൾ വരണമെന്നുണ്ട് വരും. അയാൾ വന്നാൽ വരേണ്ട സമയം പറഞ്ഞിട്ടുണ്ട്, ഇത്ര മണിക്കൂർ സർവേ ചെയ്യാവും.
അത്ര മണിക്ക് എത്തണം. 12 മണിക്ക് വന്നാൽ 1 മണിക്കൂറാണ്. അത്രയും സമയം എടുക്കേണ്ട 5 സെന്റ് സർവേ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം തിരിച്ച്. ഇല്ലെങ്കിൽ താൻ റിപ്പോർട്ട് ചെയ്യണം. നീ അത് പോയിട്ടില്ല, ഇവിടെ ചായ കുടിച്ചോണ്ട് നിന്നോട് വർത്താനം പറയുന്നത് അവൻ വർത്താനം പറയാൻ നിർത്തത്തില്ല എന്ന് പറയുന്ന പോലെ വിളിച്ചു പറയണം. മനസ്സിലായി? അങ്ങനെ പറയേണ്ടി വരത്തില്ല. ആ രീതിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാം സമയാസമയങ്ങൾ നടക്കും. ഒരു സാധനത്തിന് ഡിലേ വരത്തില്ല. ഈ ആൾക്കാർ പുറത്തിറങ്ങി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനു വേണ്ടി തന്നെ പോകുന്നവരുണ്ട് ഇപ്പോൾ ആവശ്യങ്ങൾക്ക്. അത് തന്നെ ഒരു യാത്രയാണ്, റിസ്ക് ആണ്. ഓരോരുത്തരും പൊല്യൂഷൻ ഉണ്ടാക്കുവാണ്. അത്രയും പെട്രോളും എല്ലാം നഷ്ടമാണ്. ഇയാൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവര് വേണം വല്ല ലീഷർ ആക്ടിവിറ്റിക്ക് വല്ല ബീച്ചിലോ വല്ല പബ്ബിലോ ഒക്കെ പോട്ടെ. എന്തിനാ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നത്? അത്രയും പൈസ എടുത്ത് അവർക്ക് വേറെ അടിച്ചു പൊളിക്കാൻ പോയിക്കോളൂ. വല്ല ടൂർ വല്ലതും പോകാൻ പറയും നമ്മൾ. പകരം പണിയെടുക്കേണ്ടവർ പണിയെടുത്തോണ്ടിരിക്കും. ഞാൻ ഈ വർക്ക് പോലും 6 മണിക്കൂറായിട്ട് 2 പേരെ ആക്കിയാൽ നല്ലതാണ് തോന്നുന്നത്. കാരണം അത്രയും പോപ്പുലേഷൻ ഉണ്ടോ ഇവിടെ. അവർക്ക് തൊഴിലുമില്ല. എന്നാൽ ഇവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കൂട്ടർക്ക് ഒന്നുമില്ല, വേറൊരു കൂട്ടർക്ക് എല്ലാം ഉണ്ട്. ആ സിറ്റുവേഷൻ മാറ്റണം. പിന്നെ ലൈഫ് അതെല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കണം. അത് പക്ഷേ കാര്യമായിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തില്ല. പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് അതിലും വലിയ കുഴപ്പത്തിലോട്ട് പോകും. കൃത്യത വേണം എല്ലാത്തിനും. അതിനാണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും കണ്ടറിയുന്ന. ഇത് നമ്മൾ തന്നെ നോക്കിയിരിക്കണ്ട. ഇപ്പോ എനിക്ക് എന്റെ കസ്റ്റോട് ഞാൻ നോക്കണ്ട കണക്കൊന്നും. അത് നാട്ടുകാർ നോക്കിക്കോളും. തട്ടിക്കോ വെട്ടിക്കോ ആരും അവിടെ നിന്ന് വല്ല പൈസ എടുത്തോണ്ട് ഓടിയാൽ പോലെ അവർ പിടിച്ചോളും. ഞാൻ പിടിക്കാതിരിക്കണ്ട. ട്രാൻസ്പെറന്റ് ആണ്. എന്തിനാണോ ആരും പിടിക്കുന്നത്? എല്ലാരും കാണുമല്ലേ, തുണിയെല്ലാം നിൽക്കുമല്ലേ എല്ലാവരും. ആർക്കെങ്കിലും ഇച്ചിരി വ്യത്യാസം ജനങ്ങൾ അപ്പം തന്നെ ഓഡിറ്റും വരത്തില്ല. ഓഡിറ്റിന് ആവശ്യമില്ല. ഓഡിറ്റ് എന്ന് പറയുന്ന പോലും വേണ്ട. എന്തിനീ ഓഡിറ്റ്? ഇതിലെങ്ങനെ ഒരു എന്താ പറയാ, പക്ഷെ നമ്മളിത് ഓഡിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു പരിപാടി എന്തിനാന്ന് വെച്ചാല് ഇത് കുറച്ചുകൂടി ഒന്ന് ആൾക്കാരിലേക്ക് മനസ്സിലാക്കാൻ. ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയ പിന്നെ ഓഡിറ്റിന് ആവശ്യമില്ല. ആദ്യത്തെ ഘട്ടത്തിലേക്ക് കാണുന്നുള്ളൂ ഓഡിറ്റ്. പിന്നെ എല്ലാവരും ട്രാൻസ്പെറന്റ് ആയിരിക്കുമ്പോ അങ്ങനെ എടുത്തിട്ട് ഓടാനുള്ള സംവിധാനം ഉണ്ടാവില്ലല്ലോ. എടുത്തിട്ട് എവിടെ നിന്ന് വേണം ആർക്കൊണ്ട് ഓടാം. ഞാൻ പറഞ്ഞു ഓടുന്നതിന് ഇത് ഇത്ര കിലോമീറ്റർ ഓടും എന്നുള്ള ചിലപ്പോരാക്കി എടുത്തിട്ട് ഓടിച്ചോണ്ട് കുഴപ്പമില്ല. ഓടിയാൽ അത് തിരിച്ചവിടെ അവിടെ എത്തണം. കുറച്ച് സമയത്തിന് ഏറ്റവും മിനിമം ടൈമിൽ അത് തിരിച്ചെടുക്കണം. ഓടുന്ന മനുഷ്യന്റെ കാര്യം പറയാൻ പറ്റില്ല. ഓടാനെ പേടിക്കണ്ട. മനുഷ്യർക്ക് ചിലപ്പോൾ ഇറക്കി ഇരിക്കുമ്പോ ഒന്ന് ഓടാൻ തോന്നും. ചിലപ്പോ ഒന്ന് പാത്ത് വെക്കാനൊക്കെ തോന്നിയാലോ. പാത്ത് വെച്ചാലും അപ്പോൾ നമ്മൾ പറയുന്നത് പാത്ത് വെക്കാൻ സ്ഥലമില്ല. ഒന്നാത് ഇനി എടുത്തിങ്ങനെ പിടിച്ചിട്ട് ഒരു തുണി ഇല്ലാത്തൊരു മനുഷ്യൻ ഇവിടെ എല്ലാം തുറന്നു കിടക്കുവാണ്. താനൊരു ഗ്രൗണ്ടിൽ നിൽക്കുക. അപ്പോൾ ഒരുത്തിന് ടേബിളിൽ നിന്ന് സാധനം എടുക്കുക. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരുത്തിന്റെ എടുക്കുമ്പോൾ കാണാൻ എടുത്തു അങ്ങനെ ഇവിടെ നടക്കുന്നത് കണ്ടു. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കുന്നത് അത്രയും സമയമുണ്ടല്ലോ. പിന്നെ നോക്കുമ്പോൾ അവൻ ഓടി, ഇവരുടെ ഇടയിൽ കൂടെ ഓടി ഇതിന് പുറത്തു പോയി. പുറത്തോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നത് അവനോട് പോകുന്നു. ഞാൻ മോളിൽ നിന്ന് കാണുന്ന സാധനം ഉണ്ടല്ലോ, അവനെ പിടിച്ചു അവൻ ഓടും. അവനെ വേറെ കാണോട്ടാ കൊണ്ടുപോകുന്ന നമ്മളാ മനസ്സിലായത്. ഇത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട്, ഇവിടെ വരെയൊക്കെ അവന് പോവാം. ഇവൻ ഇതെടുത്ത് ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കാൻ പോവുകയാണോ, ഇനി എന്തെങ്കിലും മെസ്സേജ് വന്നോ അറിയത്തില്ല. അപ്പുറത്തും കൊടുത്തില്ല. ഈ ലിമിറ്റ് വിട്ട ആൾ അപ്പുറത്ത് പോയി അവന്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുപോകാൻ തോന്നിയിട്ട് അപ്പൊ പിടിച്ചാൽ മതി. അപ്പൊ പിടിക്കാൻ പറ്റണമെന്നേ. മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഇത് ആരെങ്കിലും എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യത്തില്ലെന്നല്ല. ചെയ്താൽ തന്നെ പെട്ടെന്ന് വലിയ അപകടം ഇല്ലാതെ സാധനം പിടിക്കുകയും ചെയ്യണം, തിരിച്ചു വരികയും ചെയ്യണം. അയാൾക്കും ബുദ്ധിമുട്ടുണ്ടായത്, നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടായത്. അത്രേ ഉള്ളൂ. എല്ലാവരുടെയും വിചാരം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ പേരുടെ ലക്ഷറി നഷ്ടപ്പെടും, കംഫർട്ട് പോകും. അതൊന്നും ഇല്ല. എല്ലാവർക്കും കുറച്ചുകൂടി ഒന്ന് സുഖമാവും. ഇവിടെ മൊത്തത്തിൽ മനുഷ്യർ എല്ലാവരും ഒന്ന് ഇത്തിരി സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഈ നാടിന്റെ ഒരു പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റിലീഫ് കിട്ടും. ആയുർവേദത്തിൽ ഒരു ഇച്ചിരി കൂടെ കൂടുതലേ ഉള്ളൂ. അസുഖങ്ങൾ കുറഞ്ഞിരിക്കും. ഇപ്പൊ ഈ ഒരു സംവിധാനം ഈ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയാണോ? അത് നമ്മള് ഞാൻ 0 നമ്മൾ തുടങ്ങും. രാവിലെ എഴുന്നിട്ട് ഒറ്റയടിക്ക് ഒരു വീഡിയോ കിട്ടും. അങ്ങനെയാണ് ബ്ലോഗിങ് തുടങ്ങിയത് 2013. അല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ പറ്റി അറിയാം. ഇതിങ്ങനെയാണ് ആകാൻ പോകുന്നതെന്നൊക്കെയാണ് അന്നും പറയുന്നത്. നിങ്ങളെല്ലാം നാളെ എന്നെ ഇങ്ങനെ ഇന്റർവ്യൂസിൽ കാണും, ചിലപ്പോൾ സിനിമയിൽ കാണും, എല്ലാവരും ഇങ്ങനെ കാണിക്കും, സെൽഫി എടുക്കും, ഇത്ര നടക്കാൻ പോകുന്നതെന്ന് ഞാൻ അന്നേ എന്റെ കൂട്ടുകാരോട് പറയും. അതല്ലാതെ ഞാനത് ആലോചിച്ചു, ഇങ്ങനെ എടുത്തിരിക്കണം, ക്യാമറ ഇങ്ങനെ വെക്കണം, ലൈറ്റ് വേണം, കുളിച്ച് നനച്ചൊരുങ്ങി ഷർട്ടൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വരണം, പിന്നെ സംസാരിക്കുമ്പോ വേറൊരു സ്റ്റൈല്. ഞാനൊരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നി വീഡിയോ എടുത്തില്ല. എല്ലാവരും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു, ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വലിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു, സ്മോക്കിംഗ് സിഗരറ്റ് പറയുക, കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ഡ്രിങ്കിങ് ടീ. ഈ പരിപാടി കാണിക്കുന്ന ഒരാൾക്കായി കാണുന്നേ. മനസ്സിലായി ഇതെന്ത് ഇത് എല്ലാ ദിവസം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് തിന്നു കൂടി പറഞ്ഞ സ്റ്റാറ്റസാ. അപ്പൊ അത് ഇട്ട് തുടങ്ങിയപ്പോ ആൾക്കാർ ചിരിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം ഒരു പാസ്റ്ററെ ഞാൻ പിടിച്ച് അയാള് കാണിക്കാൻ പോയ പരിപാടി രോഗശാന്തി തട്ടിപ്പ് ഫേക്കാണെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ചാർജർ പറഞ്ഞ വീഡിയോ വരുക. ഞാൻ നോക്കുമ്പോ ഇഷ്ടം പോലെ കണ്ടന്റ് കിടക്കുക.
ഞാൻ ഇതെല്ലാം എടുത്ത് വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയോ ആയി പോയി. ഇപ്പോഴും ഞാൻ പക്ഷെ അതിനകത്ത് കറക്ഷൻ ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ഞാനത് മാറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല. ഈ ഫോർമാറ്റ് ഫില്ല് ചെയ്യുക എന്തിനാണ് സോഷ്യൽ മീഡിയ. എനിക്ക് എവിടെയും ജോലിക്ക് വരുന്ന പോലെ മറ്റേ TV വല്ലതും ചാനൽ അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടും എന്ന് ചോദിച്ചാൽ 10 സ്ഥലത്ത് ചെയ്യുന്ന എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടും. അത് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവർ ഒരുങ്ങാൻ പറയും ഇങ്ങനെ വെക്കണം. അതിന്റെ ആവശ്യമില്ലാത്തൊരു സ്ഥലം അവിടെ കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാതെ അവിടെ വന്നിട്ട് വീണ്ടും ഞാൻ ജോലി എടുക്കുന്നവരിയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് കാണുമ്പോൾ പുച്ഛം തോന്നാറുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ പുച്ഛിക്കാറുണ്ട്. കാരണം ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയ മനസ്സിലായിട്ടില്ല ഇപ്പോഴും മലയാളി. ഇവിടുത്തെ ബ്ലോഗേഴ്സ് മനസ്സിലായിട്ടില്ല, യൂട്യൂബേഴ്സിന് മനസ്സിലായിട്ടില്ല ഇതെന്താന്ന്. മനസ്സിലായി? ഇത് അറിയാത്തവർ ചിലർ ആ രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്താന്ന് പോലും അറിയാത്തവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് കുറച്ചൊക്കെ ഐഡിയ ഉള്ളവർ വിചാരിക്കുന്നത് ഭയങ്കര സംഭവത്തിൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇതൊക്കെ അവർ വിചാരിച്ചേക്കുന്നേ. പിന്നെ എന്തേലും ചെയ്ത് അങ്ങ് കാശുണ്ടാക്കണമെന്ന് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതുമാണ് ഈ സാധനത്തിൽ നടക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു പ്രിപ്പറേഷൻ ഒരു കാര്യം. ഇത് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാക്കിയ പേരായി ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന്. ഉറക്കം എഴുതിട്ട് വരുന്നവരെ വന്നിട്ട് ഞാൻ പേരിട്ട് എന്നിട്ട് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തു. ഒരു പേജ് അങ്ങ് തുടങ്ങി ഫണ്ട് റൈസിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ എക്സൽ ഷീറ്റിലാണ് കാണിക്കുന്ന ആൾക്കാരെ കണക്ക്. അത് എക്സൽ ഷീറ്റിൽ കാണിച്ചെടുക്കാൻ കേട്ടോ ഇതിനകത്ത്. അതിന്റെ രീതി വേറെ. അതായത് അവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കത്തില്ല, പകരം അക്കൗണ്ട് നമ്പർ ചോദിക്കുന്ന അവരോട് പറയും. എന്നിട്ട് പറഞ്ഞ് ഡൊണേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയക്കാൻ പറയും. അപ്പൊ എന്താ ഞാൻ തന്നോട് മാത്രം പറഞ്ഞ് 2000 വന്ന് എനിക്കറിയാം ആരായിട്ടത്. ഞാനത് ലിസ്റ്റ് ചെയ്ത് എക്സലെ കാണിച്ചു കൊടുത്തു ആൾക്കാരെ ഇത് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് ഫണ്ട് ഫ്ലോയും മാനേജ്മെന്റും. അപ്പോൾ ഈ സാധനം അങ്ങനെ മാനേജ് ചെയ്ത് കാണിച്ചു. അത് കഴിഞ്ഞ് വേറെ എന്താ പിന്നെ വെബ്സൈറ്റ് ആക്കാം. അതാകുമ്പോൾ കുറച്ച് എളുപ്പമല്ലേ, ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും കുറേയൊക്കെ. ഇനി ആപ്പും ആവും, കുറച്ച് സമയം എടുക്കും. ആ ആപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ആപ്പായിരിക്കും. ഏറ്റവും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനം. ഓരോ മാസം നമ്മള് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഞാൻ തന്റെ സർവീസ് എടുത്തു. താനിപ്പോ എന്ത് പറഞ്ഞു താൻ എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ ചുക്ക് കാപ്പി വിൽക്കുന്നുണ്ട്. എവിടെ? തൃശ്ശൂര്. അപ്പൊ ചുക്ക് കാപ്പി വിൽക്കുന്ന ഒരാളെ എനിക്കറിയാം. അപ്പോൾ അവിടെ ഉള്ളവരോട് ഞാൻ പറയടോ അവിടെ ഒരു ചുക്ക് കാപ്പി ഉണ്ട് നല്ലതാ കുടിക്കണം കേട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റണം. അപ്പൊ അത് ഞാനത് കുടിച്ചിരിക്കണം, എനിക്കറിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ഞാൻ എടുക്കും. അപ്പൊ എല്ലാവരും ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞു വിചാരിച്ചു. ഇപ്പൊ ഹോട്ടലാണെങ്കിൽ ആദ്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ ഒരു ദിവസം അവിടെ വല്ല ഫുഡ് പോയിസൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ തന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയുക അങ്ങനെ പറയും. ചിലതൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട്. ചില ഹോട്ടലൊക്കെ പോയി ഞാൻ തന്നെ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയും. അത് ഇവിടുത്തെ 1-2 ഹോട്ടലുകാർ മാത്രം, വേറെ ഒരിടത്തും കാശ് മേടിച്ചിട്ടൊന്നും ഞാൻ വേറെ പറയുന്നത്. അല്ലാതെ നമ്മുടെ സാധനം ഇപ്പൊ തന്റെ ചുക്കുകാപ്പി കുടിക്കാൻ അതുവഴി തന്റെ സ്ഥലം പറഞ്ഞ് അവിടെ ചെന്ന് ചുക്കുകാപ്പി കുടിച്ചൊക്കെ ഒരു കണക്ഷൻ തരുക. ഇവിടെ സൂപ്പർ അവിടെ അവൻ അടിപൊളിയാണെന്നൊക്കെ പറയും. അപ്പൊ അത് അങ്ങനെ ഒരു സർക്കിൾ അവിടെ ആയി. എല്ലാം തന്റെ സെന്ററിലോട്ട് ഞാൻ ഇങ്ങനെ സാധനമൊക്കെ ചെയ്യും. അത് വേറൊരു പരിപാടിയാ, മനസ്സിലായില്ലേ? അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുക. നല്ല പ്രോഡക്റ്റ് ഉള്ളത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നല്ല പ്രോഡക്ട്സ് കൊണ്ടുവന്ന് സെല്ല് ചെയ്യണം. ആ സെല്ല് ചെയ്തതിന്റെ പ്രോഫിറ്റ് എടുത്ത് ഇനിയിപ്പോ തനിക്കപ്പം ചെയ്യുക. നമ്മള് ഓക്കെ പബ്ലിസിറ്റി കൊടുക്കുന്നതിനനുസരിച്ചോ അല്ല വേണ്ട, വെറുതെ തനിക്കൊരു സൗഹൃദത്തിന്റെ പേരിൽ തനിക്ക് നല്ലൊരു മെച്ചപ്പെട്ട ഒരു സ്റ്റേ ഉണ്ടായ താൻ ചിലപ്പോൾ ഇയാൾക്ക് അവിടെ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്തേക്കാം. ഇവരിതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാ, ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സാധനം, ഞാൻ പറഞ്ഞില്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അകത്ത് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. വർത്താനം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അറിയാം. അവരോട് ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കും, ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ചിലരോട് മുണ്ടും. അങ്ങനെ 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 കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്നിട്ട് ഞാൻ 1.5 മാസം കൊണ്ട് 1.30 കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1,30,000 സംതിങ് ആണ് കളക്ട് ചെയ്തേക്കുന്നത്. അത്രയും രൂപ അവിടെ കൊടുത്തു. ഒരുത്തൻ മരിച്ചു പോകേണ്ടതാണ്. ഈ ഞങ്ങളെടുത്ത കേസിൽ ആള് ശരിക്കും പറഞ്ഞാല് ലിവർ സിറോസിസ് അടിച്ചിട്ട് ഇൻഫെക്ഷൻ അടിച്ചിട്ട് അയാള് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അയാൾ അവിടെ എടുത്തില്ല. വെന്റിലേറ്ററിലൊന്നും വന്നു. വെന്റിലേറ്റർ ഉള്ള മെഡിക്കൽ ടെസ്റ്റിലോട് കൊണ്ട് വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അഡ്വാൻസ് 10,000 രൂപ അടച്ചുള്ളൂ. പിന്നെ 60,000 രൂപ അടച്ചാൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അവര്. അപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല, വെന്റിലേറ്റർ കയറ്റിയിട്ടേക്കുക. അപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് നോക്കി. അടുത്ത ദിവസം, അതായത് എന്നെ പോലീസുകാർ പിടിക്കുന്ന ആ ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ. ഞാൻ അകത്ത് കയറിയപ്പോൾ പുറത്തുള്ള പിള്ളേർ അത് ഒപ്പിച്ചു. പക്ഷെ എങ്കിൽ പോലും അതിന്റെ തലേ ദിവസം നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കുക. ഇവർ വിളിക്കുന്നു, അവിടെ മെഡിക്കൽ കോളേജിൽ ബെഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു, പൈസ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ മെഡിക്കൽ ഓഫീസറോട്, വെന്റിലേറ്റർ നൂരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഫസ്റ്റ് പൈസയൊക്കെ അടയ്ക്കും. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. നാളെ മറ്റന്നാൾ പൈസ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. അന്ന് ഞങ്ങളുടെ അത്രയും പൈസ ഇല്ല. അത് 22,000 രൂപയുടെ ഉള്ളൂ. അതിനന്ന് 10,000 രൂപ അഡ്വാൻസ് അടച്ചു. പിന്നെ പൈസ രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട്, ആംബുലൻസിന്റെ പരിപാടി അതിനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മളേലും കാശില്ല പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതേപോലുള്ള ആൾക്കാരൊക്കെ വിളിക്കണം. ഞാനിരുന്ന് വിളിച്ചിട്ടാലേ പൈസ എടുത്തോളൂ. അപ്പൊ അടുത്ത ദിവസം വിളിക്കാന്നുള്ള സമയം കിട്ടിയില്ല. എന്നെ എനിക്ക് വേണ്ടി വിളിക്കേണ്ടി വന്നു, എന്റെ ബാക്കിയുള്ളവരും കൂടെ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഞാൻ ഈ ഒറ്റ കാര്യം പറയുള്ളൂ, ഇയാള് വെന്റിലേറ്ററിന് അഴിക്കാൻ സമ്മതിക്കരുത്. ഭാര്യയോടും പറഞ്ഞു, ചോദിച്ചാൽ പറയണം വെന്റിലേറ്ററിന് അഴിക്കരുതെന്ന് പറഞ്ഞു.
അതിന്റെ ഫീസ് എത്രയാണോ അത്ര നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. ഒരു 3 ദിവസം കഴിഞ്ഞ് കൊടുത്താലും കുഴപ്പമില്ല. അവരത് ദൂരത്തില്ല. എന്താണ് അവർക്ക് കൺസെന്റ് കൊടുക്കരുതെന്ന്. ഒന്ന് അടുത്ത ദിവസം ആയപ്പോൾ ഭാഗ്യത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇയാൾക്ക് അഡ്മിഷൻ കിട്ടി, ബെഡ് ഫ്രീ. ഉടൻ തന്നെ ഇവിടുന്ന് ആംബുലൻസിൽ ആളെ അവിടെ എത്തിക്കുക. വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ആംബുലൻസ് ആയതുകൊണ്ട് അതിന്റെ റേറ്റും കൂടുതൽ. ഇയാൾ അവിടെ എത്തിച്ചു കഴിയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഒരു 4-5 ദിവസം കോമയിൽ കിടന്ന ആള് ജീവനോടെ തിരിച്ചു വരിക. അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അധികം പൈസ ഒന്നും ചിലവാക്കി എന്റെ 10 ലക്ഷം ഇരുന്നു 1 ലക്ഷം രൂപ എടുത്ത് കൊടുത്ത് അതല്ല അവിടെ നടക്കുന്നത്. അവിടെ ആകെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു 3-4 സ്ഥലത്ത് തീരുമാനം എടുത്ത് സക്സസ് ആണ്. ആശുപത്രി കേസ് പ്രത്യേകിച്ച് എങ്ങനെയോ നടന്നുപോയി. ഇത് ഭാഗ്യം അവന്റെ 2 ലക്കെന്ന് വേണേ പറയാം. ലക്കിലൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് അവിടെ ഇയാളെ നമ്മൾ എടുത്തോണ്ട് പോയി ഇയാളെങ്ങാനും എന്തിനും പറ്റിപ്പോയി അവരോടെ നമ്മളെ തീർത്ത് കൊടുക്കും. പക്ഷെ അവര് മരിച്ചു പോകുന്ന വിചാരിച്ച ആളാ കേട്ടോ. ഭാര്യ അടക്കം എല്ലാവരും വിചാരിച്ച് മരിച്ചു പോകും. അവര് വെന്റിലേറ്റർ 100 വരെ റെഡിയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും വിട്ടേക്ക് എന്നുള്ള രീതിയിൽ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു എന്നോട്. അവന്റെ ഫ്രണ്ട്സ് കൂടെ വന്നവർ പറഞ്ഞത് രക്ഷയില്ല, നിങ്ങൾ പൈസ ഒന്നും മുടക്കണ്ട. ഞാൻ അത് കുഴപ്പമില്ല, എന്നാൽ അവിടെ വന്നതല്ലേ ഉള്ളൂ, ഇത്രയും നേരം കൊണ്ട് ആൾക്ക് ജീവനുണ്ടല്ലോ, 2 ദിവസം കൂടെ വെന്റിലേറ്ററെ കിടക്കട്ടെ. മനസ്സിലായില്ലേ? ആളിത്ര യങ്ങാണ്, 35 വയസ്സേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ അതിനുള്ള പൈസ നമുക്ക് അറേഞ്ച് ചെയ്താൽ പോരെ, അവിടെ കിടക്കട്ടെ 2 ദിവസം. അങ്ങനെ തന്നെ പറയാവോ കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കരുത്. 2 ദിവസമൊക്കെ കിട്ടണം. ചിലപ്പോ ബോഡി എന്തെങ്കിലും കാരണവശാൽ റിക്കവർ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവര് പറയുന്നത് പോവാന്ന്. എന്നാ അവര് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതില്ല. അപ്പോഴെനിക്ക് ഞാൻ പറഞ്ഞു ട്രീറ്റ് ചെയ്യാവുന്ന ആളെ വെന്റിലേറ്റർ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവര് പൈസ കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാത്തത്. അല്ലാതെ ട്രീറ്റ്മെന്റ് ഏക്കാത്ത ഒരു സംഭവം പറയുന്നില്ല. അതിന് പകരം അവര് പറയുന്നത് ഇയാൾക്ക് രക്ഷയില്ല അതുകൊണ്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ സംഭവം അങ്ങനെയല്ല. ട്രീറ്റ് ചെയ്തപ്പോൾ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവർക്കൊക്കെ എന്തോ ഇവര് അന്ന് അനലൈസ് ചെയ്തതെന്ന് ആള് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്കൂട്ടർ കൂടി വെറും 2 ആഴ്ച കൊണ്ട് അയാൾക്ക് എന്ന് വെച്ചാൽ ഹെൽത്തി അല്ല, വേണമെങ്കിൽ ഒന്ന് ഓടിക്കാം ആ പരിധി. അല്ലാതെ ഓടിച്ചോടങ്ങ് പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അത്രയും വരെ ആയി. വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഇപ്പൊ വീട് കത്തി അവിടെ വെള്ളം പൊങ്ങുവാണ്, അത്രയും വെള്ളം വരുന്ന ഓടിച്ചു 2 കിലോമീറ്റർ അപ്പുറത്ത് രക്ഷപ്പെടായാൾക്ക് അത്രേ ഉള്ളൂ. അല്ല ഡെയിലി പോയി പണിയെടുക്കാവുന്ന ആയിട്ടില്ല. കൈ കാലൊക്കെ വരച്ചൊക്കെ ഇരിക്കും. ഭയങ്കര അൺഹെൽത്തിയാണ്. അപ്പൊ അയാൾക്ക് വേണ്ട ചെലവിനുള്ള പൈസയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതൊക്കെയാണ് ഈ പരിപാടിക്കകത്തുള്ള രസം. ഗവൺമെന്റിന് ഇതിലേക്ക് എന്തെങ്കിലും അവര് മെഡിക്കൽ കോളേജിൽ ഫെസിലിറ്റി കൂടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെ കണ്ടില്ലേ, എത്രയോ പേരുടെ ജീവൻ പോകുന്നുണ്ടാവും. എല്ലാവർക്കും ഒന്നും കിട്ടും. അത്രയും പൈസ അതിന് അത്രയും അവിടെ മെഡിക്കൽ കോളേജിൽ ഇതെല്ലാം ഫ്രീ ആയിരിക്കും. ട്രീറ്റ്മെന്റിന് അത്രയും പൈസ ആകത്തില്ല. കുറച്ച് സാധനങ്ങൾ ഗ്ലൗസ് മേടിച്ചു, മരുന്ന് മേടിച്ചു, അത് നല്ലതാ. പക്ഷെ ഭയങ്കര തിരക്കാ. മെഡിക്കൽ കോളേജിൽ ഇതുപോലത്തെ ഫെസിലിറ്റികൾ കൂടാതിരിക്കാനുള്ള റീസൺ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് ഇത്രയും ഫെസിലിറ്റി കൂടുന്നത് അതുകൊണ്ടാണ്. ഗവൺമെന്റ് ചെയ്യേണ്ട പണിയായത്. അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണ്ടെന്നല്ല, വേണം. ഇവരായിരിക്കണം ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അവിടെ തികയാതെ വരും. എന്താണ് എല്ലാം കൂടെ ഗവൺമെന്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ അത്രയും വലിയ സംഭവമായിരിക്കണം. പക്ഷെ അത് ആളിവിടെ എങ്കിൽ പോലെ ചെയ്യത്തില്ല. പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, അതിനെ കളയാനും പറ്റത്തില്ല. അതൊക്കെ ഒരു ബിസിനസ് സ്ഥാപനം കൂടെ ആണല്ലോ. അത് രീതിയിൽ ഈ പരിപാടി നടക്കണമല്ലോ. അതുകൊണ്ട് അതിനൊന്നും എതിർത്തിട്ട് കാര്യമില്ല. നമുക്ക് ഗവൺമെന്റ് ഫെസിലിറ്റി കൂട്ടാം, നല്ല ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം പൂട്ടിച്ചിട്ട് ഉണ്ടാക്കണമെന്നല്ല. എല്ലാം ഉണ്ടായിക്കോട്ടെ, അതിനെന്താ, നല്ലതെല്ലാം നടക്കട്ടെ. അല്ല ഇനിയിപ്പോ പൈസ കൂടുതലുള്ള ഒരാൾക്ക് ലക്ഷറി വേണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെറ്റപ്പിൽ ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തിന് വാങ്ങില്ലെങ്കിൽ നമ്മുടെ രാജ്യം അങ്ങനത്തെ രാജ്യമല്ല. അപ്പൊ അത് പ്രൈവറ്റ് ആയിക്കോട്ടെ. അവിടെ ലക്ഷറി ട്രീറ്റ്മെന്റ്, മറ്റേ മെഡിക്കൽ ടൂറിസം, അതെല്ലാം നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സാധാരണക്കാർക്ക് മാക്സിമം ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ ഇത് പോരാ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് പോരാ. പിന്നെ ഇപ്പോഴും ഒരാളെ ഒരു രോഗിയുടെ തൊട്ട് പുറകെ വേറെ 10 രോഗികൾ നിൽക്കുക ഡോക്ടറുടെ മുന്നിൽ ലൈനായിട്ട്. ഡോക്ടർക്കും ബുദ്ധിമുട്ട്, രോഗിയുടെ ഈ പ്രൈവസി എന്തോ അത്. അവരെന്ത് അസുഖം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോമൺ ആയിട്ടല്ലേ പറയുന്നത്. കേട്ട് പറഞ്ഞാൽ കേട്ട് നോക്കി അപ്പുറത്തോ ഇപ്പുറത്തോ എന്തൊക്കെയോ കാണിച്ചിട്ട് കളിക്കുക. ഗവൺമെന്റ് വരാന്തയിലൊക്കെ കുത്തിയിരിക്കുക ആൾക്കാർ വയ്യാതെ. അതൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം കുട്ടികളുടെ എണ്ണം കുറയ്ക്കാമെങ്കിൽ ഈ സംഭവം തന്നെ ശരിയാവും. പോപ്പുലേഷൻ ഇച്ചിരി കുറയ്ക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ കേരളത്തിൽ രക്ഷപ്പെടും. മലയാളികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിനെ ആക്കാവോ, 2 കൊച്ചായാലും കുഴപ്പമില്ലൂ. കാരണം ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റി വെച്ച് അടുത്ത് 2 തലമുറ കഴിയുമ്പോൾ ഇത്രയും തന്നെ പോപ്പുലേഷനേ ഉള്ളൂ. ടെക്നോളജി ഡെവലപ്പ് ആ സ്ഥിതിക്ക് 2 പേര് വെച്ചാണെങ്കിൽ ഈ പോപ്പുലേഷൻ ഇപ്പൊ ഒരു 1 ലക്ഷം പേര് 1 ലക്ഷം തന്നെ അവിടെ ഉണ്ടാക്കുള്ളൂ. 2 പേര് വെച്ചാണെങ്കിൽ കൂടുതലുണ്ടാകില്ല. അടുത്ത ആൾ 2 പേര് വെച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വേണേ കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞ ഒരു 3 തലമുറ കഴിഞ്ഞിട്ട് വേണം എന്തും വേണമെങ്കിൽ കാണിക്കാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ ഇത് കൂട്ടുക
ഇപ്പൊ ചൈന വരെ കടത്തി എന്നോട് കിട്ടിയത് സുഹൃത്ത് നേഴ്സാണോ ആള് പറഞ്ഞത് 5ഉം 6ഉം ആയിട്ട് പോലും നിർത്താത്ത ആൾക്കാരുണ്ട്. ഭീകരാണ്. തമിഴ്നാട്ടിലല്ല, കേരളത്തില്. സന്തോഷം സിനിമ കാണാൻ വിളിക്കുന്നുണ്ട്. എപ്പോഴാ സിനിമ? ഹലോ, എത്ര മണിക്കാ? 1:45. ഇനിയിപ്പോ 40. അതെ 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 അതെ. ഷേണായിസില് അതെനിക്കറിയാം, മൂവി പോയതാന്നൊക്കെ. നോക്കട്ടെ, നോക്കാം. താൻ പോകുന്നുണ്ടോന്ന്? ഇത്ര നേരത്തെയോ? അവിടെ ടിക്കറ്റ് ഒക്കെ എത്ര രൂപ ടിക്കറ്റ്? അവിടെ ടിക്കറ്റിന് എത്ര രൂപയാ? ആണോ? എത്ര വന്നാലും? 445. ഈ പടം ആയതുകൊണ്ടാണോ? അത് കുഴപ്പമില്ല. ആണോ? ഓ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. അപ്പൊ അവിടെ ചില ടിക്കറ്റ് ഇല്ല, എന്ത് ചെയ്യും? തനിക്കല്ലേ, എനിക്ക്. പിന്നെ എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. ഞാൻ ഷാരോനോട് ചോദിക്കാം, അവരൊക്കെ വരുന്നുണ്ട്. ഞാൻ വരാം. അത് വന്നാ ഉറപ്പൊന്നുമില്ല. ഓക്കെ. ഈ കാര്യം പറയാനല്ല പുള്ളി ഒന്നിനും വിളിക്കാറൊന്നുമില്ല. ഇനിയിപ്പോ ഈ പറയുന്ന പോലെ എല്ലാരും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇയാള് മാക്സിമം എല്ലാം എന്റെ ഗേൾസ് ആയിട്ടുള്ള സകല ഫ്രണ്ട്സിനെയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്പറും കൊടുപ്പിച്ചു. എന്തോ നടക്കുന്ന അറിയണമല്ലോ. ആറാട്ടെണ്ണം എല്ലാരും വിളിച്ചത് പറഞ്ഞാണ് എന്നോട് ഈ സിനിമ കാണാം, നല്ല സിനിമയാണ്, റേറ്റ് ശരി കൂടുതലാണ്, ഞാൻ ബുക്ക് ചെയ്തു, ഞാൻ പോവാണ്, പോരാ, ഇത് തന്നെ എത്ര പേരോട് വിളിച്ച് പറഞ്ഞാണെന്ന് അറിയാം. ഇത് പുള്ളി അതുപോലെ തന്നെ പടം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കണ്ടു, വലിയ കുഴപ്പമില്ലാവും, സ്റ്റോവിനും നല്ലപോലെ ചെയ്തിട്ടുണ്ടാവും, ടീച്ചും അത്ര കൊള്ളില്ല, ലാഗ് എന്തായാലും ഉണ്ട് അത് പറയും. അതെന്നിട്ട് എല്ലാ നമ്പറോടും വിളിച്ച് പറയും. അല്ലാതെ ആരെ ശല്യം ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ശല്യം ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയ ശല്യങ്ങളായി ബാക്കിയുള്ളത്. ഇയാളൊരു ശല്യവും അല്ല, നിരുപദ്രവകാരിയാണ്. ആള് പരസഹായവും ചെയ്യും. വേറെ ആരും കൊടുക്കാത്ത അത്ര പൈസ കടം കൊടുത്ത് ഒറ്റൊരുത്തും തിരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാരും ശരിക്കും അങ്ങ് പറ്റിച്ചു പുള്ളിയായിരുന്നു ചുറ്റും നിന്നവര് മൊത്തം. പിന്നെ യൂട്യൂബ് ചാനലുകാരെല്ലാം കൂടെ വന്ന് നിന്നുള്ള കണ്ടന്റ് എല്ലാം എടുക്കി ഇയാളെ കോമാളി ആക്കിയിട്ട് 1 രൂപ അവരും കൊടുക്കുന്നില്ല. എന്നാൽ ഒരു ഇച്ചിരി എന്ത് അയക്കും കൊടുക്കും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. ഇയാളെ ഷെയറെങ്കിലും ഒരു ചെറിയൊരു പെർസെന്റേജ് കൊടുക്കാൻ വേണമെങ്കിൽ ഇച്ചിരി മര്യാദ ഉണ്ടെങ്കിൽ അല്ലെ വേണ്ട. ഒന്നേലെ അയക്കുന്നതിന് പറ്റുമ്പോ ഒന്നും കൂടെ നിൽക്കും, അതും ഇല്ല. അപ്പോഴും അയാളെ വന്ന് തേക്കും. അത് നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ വളരെ മോശമാണ്. പല യൂട്യൂബ് ചാനലുകാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു എന്താന്നറിയത്തില്ല അവർ ചെയ്യുന്നവർക്ക്. അവർക്ക് തന്നെ അറിയത്തില്ല അവർ എന്തിനാ ഈ പരിപാടി കൊണ്ട് ഇറങ്ങിയെന്നൊരു പിടിയില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞിട്ടാണ് എനിക്ക് എങ്ങനെ അത്ര താഴ്ച പിടിച്ച ആൾക്കാരോ എന്ത് ഇവർക്ക് ആവശ്യം. മനസ്സിലാക്കാത്ത സംഭവം എന്ന് പറഞ്ഞെങ്കിലേ, ഈ ഒരു ജെനുവിൻ അല്ലാണ്ടിരിക്കുമ്പോ ഇതിന്റെ സാധ്യതകൾ പിന്നീട് കുറഞ്ഞു വരും. അത് മനസ്സിലാക്കാതെയും അതിന്റെ പ്രായോഗികത ഇല്ലായ്മയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും ഒരു മാറ്റവും വരുത്തിട്ടില്ല. അത് അന്നും ഇന്നും ആൾക്കാർ കേൾക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഫോർമാറ്റ് മാറ്റത്തില്ല, ടൈറ്റിൽ തോന്നിയ പോലെ അടിക്കും, തമ്മിൽ എടുത്തില്ല, ഡിസ്ക്രിപ്ഷൻ എടുത്തില്ല, ടാഗ് ചെയ്തില്ല, ആരോട് ലൈക്ക് ചെയ്യാനും പറയത്തില്ല, കമന്റ് ചെയ്യാൻ പറയത്തില്ല, ഷെയറും വേണ്ട, സബ്സ്ക്രൈബും ചെയ്യണ്ട. കണ്ടോ, അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു. നാളെ ഇത് മാറിയൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോ നീ ഇഷ്ടപ്പെടുന്ന താരത്തെ നാളെ ഞാൻ തെറി വിളിക്കും. അല്ല, തെറിയല്ല, ഈ പറഞ്ഞ പോലെ ഈ രീതിക്ക് സംസാരിച്ചിരിക്കും. ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ല തോന്നി അങ്ങനെയാ പറയുന്നത്. അതിപ്പോ എന്തോ അതിനാരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ എന്ത് സപ്പോർട്ടാണ്. ഇപ്പൊ ഈ കേസ് ഉണ്ടായി, ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ കേരളം ആരും വന്നു അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്, ആ പരിപാടിയില്ല. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പില്ല, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, മീറ്റപ്പ് നടത്തിയിട്ടില്ല, ഇവന്മാരുടെ മീറ്റപ്പിന് പോയിട്ടില്ല, ഒരു സംഘടന പരിപാടിക്ക് ഞാൻ ചെല്ലത്തില്ല. പലരും വിളിക്കും, പക്ഷെ ഞാൻ അങ്ങ് ഒഴിവാക്കും. പിന്നെ സിനിമയിൽ അഭിനയിക്കാനും വിളിക്കും ചിലരൊക്കെ, അതിനും പോകാറില്ല. ഇപ്പൊ ഒരു 3-4 പടം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എനിക്ക് വേണ്ട, എന്തിന് പാപം ചെയ്യാത്തവർക്ക്. അത് പിന്നെ കുറച്ച് വേറെ ടൈപ്പ് ഒരു പടവും അങ്ങനത്തെ ആയതുകൊണ്ട് മാത്രം പോയത്. അത് പ്രത്യേക തരത്തിലൊരു പടമാണ്. അതുകൊണ്ട് അതിനകത്ത് എന്റെ റോളിനൊരു പ്രത്യേകത ഉണ്ടാകുന്നു. അത് പെട്ടെന്ന് തന്നെ മനസ്സിലാകത്തില്ല. അതുകൊണ്ടുകൂടി ആള് പറഞ്ഞു എന്നോട്, ഈ റോളിന് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ആടെ പൊട്ടു വിജയിക്കാന്ന് നോക്കണ്ട, നീ അതിനകത്ത് ആ പെണ്ണായിട്ട് ബന്ധമുള്ള ഒരാളാന്ന് മാത്രം മനസ്സിലാക്കുക. അല്ല, അങ്ങനെയല്ല. ആ പെൺകൊച്ചുമായിട്ട് ഇടപെട്ട ആൾക്കാർ അത് ഫ്രണ്ടായിട്ട് പറയുന്നവർ എല്ലാരും അതിനെ മിസ്യൂസ് ചെയ്തിട്ടുള്ളതാണ്, സിനിമയുടെ കഥ വെച്ചിട്ട്. മനസ്സിലായി. പക്ഷെ ഞാൻ മിസ്യൂസ് ചെയ്ത വിവരം പ്രേക്ഷകന് മനസ്സിലായിട്ടില്ല.
തനിക്ക് മനസ്സിലായോ ആ ഇല്ല, അങ്ങനെ മനസ്സിലാകത്തില്ല. അതിനകത്തൊരു യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എന്റെ ചങ്ക് ഫ്രണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു, അവര് തമ്മിൽ ആ ബന്ധമുണ്ട്. മനസ്സിലായോ? അത് ഒരാള് ഓൺലൈനിൽ വന്ന് മിസ്യൂസ് ചെയ്ത മനുഷ്യനാ വന്നേക്കുന്നത്. മനസ്സിലായോ എനിക്ക്? അല്ലാതെ അവർ അവസാനം അവരോട് ഇടപെട്ട അവിടെ അങ്കിള് മറ്റൊരു എല്ലാവരും ഇതിനെ പീഡിപ്പിച്ചെന്നുള്ള പോലല്ലേ വരുന്നത്. അവരോടെല്ലാം എന്തോ കണക്ഷൻ ഈ പെണ്ണിനുണ്ട്. പക്ഷെ അതിനകത്ത് ഈ കല്യാണ ചടങ്ങിൽ ഒരാൾ വന്നു പോകുന്നുണ്ട്. അപ്പൊ അപ്പന് ഇയാളെ വിളിച്ചോണ്ടും പോകുന്നുണ്ട്. പറഞ്ഞോണ്ട് ഇവിടെ ഒഴിവാക്കുക. അയാൾക്കൊക്കെ അറിയാം എന്നായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഇവർക്ക്. എന്നുവെച്ചാൽ ആ ക്യാരക്ടറിന് ആ കഥയ്ക്കകത്ത് ആ സാധനം പൊതുവെ ഒരാൾ കണ്ടാൽ ശ്രദ്ധിക്കാത്തൊരു ഏരിയ. മനസ്സിലായി? ഞാൻ ഒറ്റ വരവിന് പോകുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ ഈ കഥയുടെ ഒരു ഇതില് ശരിക്കും ആ മനുഷ്യനായിട്ടും ഈ പെണ്ണിന് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉള്ള ഒരു സംഭവമാണ് കഥയിൽ വേണ്ടത്. പക്ഷെ അത് പ്രേക്ഷകർ മനസ്സിലാവത്തേ ഇല്ല. ആ ഒരു ഏരിയ പോയി നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതൊരു പ്രത്യേക ഏരിയയാണ്. ചുമ്മാ നീ വന്ന് പോകും കഥയ്ക്ക് അധികം ആൾ വേണോ എന്ന് ചോദിച്ചാൽ അത് സാധനം വേണം അവർക്ക്. അപ്പൊ ചേട്ടനെ വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പ്രൊഡ്യൂസർ ഫ്രണ്ട് ആയതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഇങ്ങനെ ചേപ്പൂത്തി പോകുന്നവരല്ലല്ലോ, ഒരു പന്ന ഏരിയ അല്ലത്. ആ കഥയ്ക്കകത്തൊരു വേറൊരു സ്ഥലം. ഇത് പറഞ്ഞാലേ ആൾക്കാർ മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടും വലിയ മറ്റൊരു പടമല്ലെന്ന്. ഇതൊരു കോമഡി സബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരു രഹസ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്വിസ്റ്റോ അല്ല മറ്റേ എന്താ ഹിഡൻ ഇത് മറ്റേ എന്താ പറയണ്ട ഡീകോഡ് ഒന്നും ചെയ്യേണ്ട പടമൊന്നും അല്ല. വെറും ഒരു സിമ്പിൾ സബ്ജക്ട് കോമഡി. അത് അങ്ങനെ പോകേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റബിളി വെറുതെ ഡയറക്ടർ ശംഭു പുരുഷോത്തമൻ ഡയറക്ടർ വെറുതെ എടുത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്തു വെച്ചേക്കുവാണ്. വെടിവഴിപാട് അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളവരെല്ലാം എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. ഈ അനുമോളാണേലും ജോളി ചേച്ചി ആണെങ്കിലും ഇവരൊക്കെ ഇച്ചിരി വേറെ ടൈപ്പ് ക്യാരക്ടറുള്ള ആൾക്കാര്. വലിയ സ്റ്റാർ പരിപാടികളൊന്നും ഇല്ലാതെ നൈസൊരു പടം. ഈ ഫിനൈ ഫോർട്ടിനെ എനിക്ക് ഇഷ്ടമാണ്. ടിനി ടോമിനോട് അത്ര വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കാരണം ടിനി ടോമിന്റെ വർത്തമാനത്തിലൊക്കെ ചിലപ്പോ നമ്മള് ഇയാളെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് കയറി പറയാതെ പോയ ഒരാളെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എനിക്ക് അയാളുടെ മിക്ക സ്റ്റേറ്റ്മെന്റ്സും പ്രശ്നമാണ്. മനസ്സിലായി? അയാള് ഗായത്രി എന്ന് പറഞ്ഞൊരു റോസ്റ്റ് ചെയ്തൊരു പെണ്ണുണ്ടായിരുന്നു. അയാൾ എന്റെ ഫ്രണ്ടായി ഗായത്രി. അവളെ പറ്റി കേട്ടൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർക്കുമായിരുന്നു ഇയാളെ പരിചയപ്പെട്ടില്ല എന്ന് ഇതൊരു കണ്ടന്റ്. രണ്ടുപേരും എനിക്ക് പരിചയമുള്ള ആൾക്കാരാ. അങ്ങനത്തെ പരിപാടി ഉണ്ട് ഈ ടോമിന്റെയില്. ഇപ്പൊ ചില സമയത്ത് എന്താണെങ്കിൽ ചിലതൊക്കെ പറയും, ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. എന്നാലും നേരിട്ട് കണ്ടപ്പോ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നും അല്ല. എനിക്ക് അറിയത്തില്ല, ക്യാരക്ടർ ഞാൻ അന്വേഷിക്കാൻ പോയില്ല. എങ്കിലും റീസെന്റ് ആയിട്ട് ഇടപെടുന്ന മനുഷ്യനാ. എനിക്ക് ഫീൽ ചെയ്തത് നിഷ്കളങ്കത തന്നെയാണ് ആളുടെ. വേറെ ടൈപ്പാന്നുള്ളതാണ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. വെള്ളി പിടിച്ചിരിക്കാൻ അവരെന്തിനും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമുള്ള അലിഗേഷൻ ഒന്നും ചാടുന്ന ആളാന്ന് തോന്നിയില്ല. ഈ ഇത്തിരി കളികളൊക്കെ ഉള്ളൂ. പിന്നെ വണ്ടിയോടൊക്കെ താല്പര്യം ഉണ്ടെന്നുള്ളത് പിന്നെ മനസ്സിലായി. വീട് വെക്കുന്ന താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ചാറ്റൊക്കെ ഇടയ്ക്ക് പോയി ചെയ്ത് കളയും. അവിടെ ഇടയ്ക്ക് പോയി ഇടപെടുന്ന അതൊക്കെ ഉള്ളൂ. വിനയ് ഫോർട്ട് ആണേലും ഒരു കൊള്ളാം, നല്ലൊരു പാർട്ടിയാണ്. ഞാൻ അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഞാൻ ഈ പരിചയപ്പെടാൻ താല്പര്യമില്ലാത്തവരെ കണ്ട അങ്ങനെ എടുക്കത്തില്ല. ആ സിനിമ വേറെ ഒത്തിരി പേരുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലരും ഉണ്ട്. അത് ചിലരൊക്കെ ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. അവിടെ ചെന്നിട്ട് മുഖത്ത് പോയി നോക്കിയിട്ടില്ല. കണ്ടു ഇങ്ങനെ വിടുക, മിണ്ടത്തില്ല അല്ലെങ്കിൽ നോക്കത്തില്ല. ഞാൻ ആ മിണ്ടുന്ന ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. എനിക്ക് വിരോധം ഇല്ലാത്തതുകൊണ്ടാണ് മിണ്ടിയത്. അല്ലെ മിണ്ടത്തില്ലെന്നല്ല, മിണ്ടിയാൽ തന്നെ അയാൾക്ക് സൂചിക്കത്തില്ല. മനസ്സിലായോ? നമുക്ക് ആ ഒരു കണക്ഷൻ വേണ്ട. ഇയാളായിട്ട് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് പോകണം. ഇനി ഒരു ബന്ധവും ഇല്ല. താൻ ആരായാലും എനിക്ക് വേണ്ടെന്നുള്ള രീതി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ അവിടെ ഇടപെട്ടത് മിണ്ടിയത് ശരിക്കും പറഞ്ഞാൽ അനുമോളോട് മാത്രമാണ്. ജോളി ചേച്ചിയോട് മിണ്ടി, അനുമോളോട് മിണ്ടി. അല്ലാതെ വിനയ് ഫോർട്ടിനോട് ഒരു അങ്ങനെ അധികം മിണ്ടി വന്നില്ല. എനിക്ക് അത്രയൊന്നും അവരുടെ അത്രയും താല്പര്യം എനിക്ക് ഇവരോട് തോന്നിയില്ല. നേരത്തെ തന്നെ എനിക്ക് ഇവരെ അറിയാവുന്നതുകൊണ്ടാണ്. അവരൊക്കെ കുറച്ച് ജോളി എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ കുറച്ച് ആക്ടിവിസ്റ്റ് ഒക്കെയാണ്. നല്ല പോയി മിണ്ടാൻ തോന്നുന്നു നമുക്ക്. എനിക്ക് അങ്ങനെയുള്ളവരോട്. അല്ലാതെ ഇവിടെ വലിയ മമ്മൂട്ടിയാ മോഹൻലാലാന്ന് എനിക്ക് ഇവനെ ഒന്നും കാണുമ്പോൾ വിചാരിക്കാൻ പൂച്ചവാ തോന്നുന്നു. വായിക്കത്തുനിന്ന് വരുന്ന ഇത്ര വലിയ മണ്ടത്തരമാണ്. ഇവനെയോടൊക്കെ എന്തിനാ ഞാൻ മിണ്ടുന്നത്? എനിക്ക് എന്താ കാര്യം? എനിക്കൊരു ഗുണവും ഇല്ല, അവനോട് മിണ്ടേണ്ട ആവശ്യമില്ല. ഇയാള് സിനിമയെ കിടന്ന് സ്റ്റണ്ട് കാണിക്കുന്നോ ചാടി തുള്ളിയെന്ന് പറയുന്നത് എനിക്ക് വിഷയമല്ല. സുരേഷ് ഗോപി ഇതിനെയൊക്കെ കാണുമ്പോഴേ മാറിപ്പോക്കണം. അടുത്തെങ്കിലും പോയി നിൽക്കരുത്. അയാളെങ്ങാനും വന്ന് മിണ്ടിയാൽ നമ്മൾ അത്രയും സമയം പോകും. ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ സുരേഷ് ഗോപി ആവട്ടെ, മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഒരുപാട് ആൾക്കാരുടെ പരിശ്രമം കൊണ്ടാണ്. നല്ല കഥ ആരാധിക്കേണ്ടത് ശരിക്കും അവരെയാണ് കൊടുത്തത്. പക്ഷെ ഇവര് ഇമേജ് എന്ന് പറയുന്നത് അവരുടെ സ്കില്ലിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ള ഇമേജും ബെനിഫിറ്റ്സും ആണ് ഇവര് കൊണ്ടാടുന്നത്. പക്ഷെ ആരാധകർക്ക് ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോ ഒരു സിനിമ കാണുവാണെങ്കിൽ അതിന്റെ
കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം, സൗണ്ട്, ഇതൊക്കെ ക്രൂ ഒക്കെ ഒന്ന് നോക്കും. കൂടെ ആരാന്നോട് അറിയണം. നമുക്കിപ്പോ നല്ലൊരു ഡയറക്ടർ ആണെന്ന് അതിന്റെ കാര്യമില്ല, പ്രൊഡ്യൂസർ അടക്കം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇൻട്രസ്റ്റ് എന്താ, ഈ നടനാണ് അഭിനയിക്കുന്നത്, ആ നടനാണെങ്കിൽ കുളവാകും. ഇപ്പൊ TV ചന്ദ്രന്റെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. അവസാനത്തെ അതൊന്നും അല്ല, ഇടയ്ക്ക് ദിലീപ് കയറി ഒരു പടം ജയിച്ചു പുള്ളിയെ കൊണ്ട്, അത് ഞാൻ കണ്ടില്ല. കാരണം ദിലീപ് ആയതുകൊണ്ടാണ്. ദിലീപിനെ കൊണ്ട് പറ്റാത്ത പണിക്കാൻ. ഞാൻ ഈ ഡാനിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് മമ്മൂട്ടിക്കേ പറ്റത്തുള്ളൂ അത് ചെയ്യാൻ. അല്ലാതെ ദിലീപ് കയറി വന്നിട്ട് TV ചന്ദ്രനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ വിചാരിച്ചാൽ ദിലീപിന് നടക്കത്തില്ല. പിന്നെ കുട്ടി സ്ട്രോങ് ഒരു നല്ലൊരു മൂവി വരും. അല്ല, ഞാൻ അങ്ങനെ പറയുക ഓരോ സംവിധായകന്മാരെ വെച്ചിട്ടേ. പണ്ടൊക്കെയാണ് ഒരു കാര്യമുണ്ട്, ഇവര് ബേസ് ചെയ്തിട്ട് വിലസുന്ന ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത സ്കില്ലാണ്. ആ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത കഥയുണ്ട്. ഇപ്പൊ ആ സിനിമ ആ ഒരു നല്ലൊരു കാലഘട്ടത്തിൽ എത്തിയ ഒരു സമയമുണ്ട്. ടെക്നോളജി ഒക്കെ വന്ന് അങ്ങനെ കയറി വരുന്ന സമയത്തുള്ള പ്രത്യേകത ഇപ്പോഴത്തെ സീൻ അല്ല. അന്ന് ആര് ഈ സിനിമയെ കണ്ടുകൊണ്ടല്ല കഥ എഴുതും. ഒരു കഥ നല്ലതുണ്ട്, അതെടുക്കാൻ പറ്റുന്നുണ്ട്, പ്രൊഡ്യൂസറായിട്ട് കഥയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ കാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് നടന്മാരെ ശ്രദ്ധിച്ചാ ചെയ്യുന്നത്. അതിപ്പോ മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ പറഞ്ഞാലും കേൾക്കുന്നവരല്ല അന്നത്തെ സംവിധായകന്മാര്. അവര് നായികയെ തീരുമാനിക്കും, അവര് തന്നെ കാസ്റ്റിംഗ് ചുറ്റും നിൽക്കേണ്ടവരാരാന്ന് നോക്കും, എവിടെല്ലാം എന്തെല്ലാം എത്ര സ്ക്രീൻ ടൈം വേണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല. ആ സാധനം എന്ന് പോയോ അന്ന് തൊട്ട് ഞാൻ സിനിമ കണ്ടിട്ടേ ഇല്ല. ഈ നാറികളുടെ അങ്ങനത്തെ പടങ്ങൾ ഞാൻ കാണാറില്ല. കാരണം ഫുൾ ടൈം ഈ പുള്ളിയുടെ ഷോയും ഇവന്റെ തലയെ കൊണ്ട് വെക്കുന്ന സാധനം. കാരണം പ്രൊഡ്യൂസറും ആക്ടറും എല്ലാം ഒരാളല്ലേ, സംവിധാനം വെറുതെ ഡമ്മിയാ. ഒരു പ്രാവശ്യം പൃഥ്വിരാജ് ഏതാണ്ട് സംവിധാനം മാറ്റണമെന്ന് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പോഴത്തിന് ഞാൻ ഇവന് ആകെ ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വലിയ റോളില്ല, ശരിക്കും അതൊക്കെ റോളില്ല. സിനിമ ഡയറക്ടർക്കും വലിയ ഇതൊന്നും ഇല്ല. അങ്ങനെയുള്ള ഡയറക്ടേഴ്സാ പിന്നെ നമ്മൾ കണ്ടത് മൊത്തം. ഇവരുമായിട്ടൊക്കെ കൂടി ഇവരുടെ ഷോയ്ക്ക് ഇവരുടെ പരിപാടിക്കൊക്കെ കൂട്ട് നിൽക്കുന്ന ആൾക്കാര് ഇയാളെ കണ്ടോണ്ട് എഴുതിയ കഥ, അതെന്ത് കഥയാ. പക്ഷെ ഈ ആവാസവ്യൂഹം, പുരുഷപ്രേതം, സോ അവരൊക്കെ സിനിമ എന്ന് പറയുന്ന പടങ്ങൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇവിടെ ഹിറ്റായ പടങ്ങൾ കൂടുതലും അത് ഈ സ്റ്റാർ വാല്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോ അവരുടെ സ്റ്റാർ വാല്യൂ യൂട്ടിലൈസ് ചെയ്ത ആളുകൾ. ഫോർമുല ബേസ്ഡ് മൂവീസ് ആണ്, ഫോർമുല മാത്രമാണത്. കഥാ പരിസരങ്ങൾ വ്യത്യാസം പറയുന്ന കഥയൊക്കെ ഫോർമാറ്റ് സെയിം ആണ്. ഇത്ര മിനിറ്റിൽ പടം തുടങ്ങി ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ പാട്ട് വരും, പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് വരും, അത് കഴിയുമ്പോൾ കഥയുടെ ഒരു നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടും അടി കാണാം, ചിലപ്പോ 5 മിനിറ്റ് കഴിഞ്ഞ് അടി കാണാം. ഇങ്ങനെ ഒരു ഫോർമാറ്റ് തമിഴോട് അങ്ങനെ ഇന്റർവെൽ ആവുമ്പോ നായകന്റെ നിസ്സഹായാവസ്ഥ, അവിടെ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി അടുത്തെന്താ പുറത്തിറങ്ങി അവരെന്തിനാ ഇത് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. എങ്ങനെയായാലും എന്താ സിനിമ കണ്ടിട്ട് ഇറങ്ങിയാൽ പോലെ തമിഴ്നാട്ടിലാണേല് അടി വരുമ്പോ പൂര അടിക്കുള്ള ടീമെല്ലാം വന്ന് അടിച്ചിട്ട് അങ്ങ് പോകും, അത് കഴിഞ്ഞ് രണ്ട് സീൻ എല്ലാം ഒരു പർട്ടിക്കുലർ രീതിയിൽ. പിന്നെ കോമഡിക്കാരെന്ന് പറഞ്ഞാല് വടിവേലും ടീമും ഇങ്ങോട്ട് വന്നിട്ട് കുറെ കോമഡി പറഞ്ഞിട്ട് അങ്ങ് പോകും. സെന്റിമെന്റ് ഡാൻസ് പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡാൻസ് ടീമിങ് വരും, മനസ്സിലായോ? അവര് ഇതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെ തോന്നും. കോമഡിക്കാർക്ക് ഒരു കോൺട്രാക്ട് ഇത്ര മിനിറ്റ്, ഡാൻസുകാർക്ക് ഇത്ര കോൺട്രാക്ട്, ആക്ഷൻകാർക്ക് ഇത്ര, മെയിൻ നടന്റെ ഫാമിലി സീൻസ് ഇത്ര, ഇത് തന്നെ പരിപാടി. പിന്നെ ഒരു ഫോർമുല സക്സസ് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള അത് ആവുമ്പോ എളുപ്പമുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അത് വശമാ, പക്ഷെ മാറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിടിക്കത്തില്ല. കുറച്ചു നാൾ മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ പോയി കണ്ടത് സിനിമ ഇവിടെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിയിട്ട് പോയില്ല. വാഴ എന്ന് പറയുന്നത് ഇവിടെ ഓടുന്നത് ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. മഹാരാജ ഇഷ്ടപ്പെട്ടില്ലേ? മഹാരാജ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതും ഒരു ഫോർമുലയാണ്. പക്ഷെ മഹാരാജയ്ക്ക് നല്ലൊരു ഐറ്റം ഉണ്ട് അതിനകത്ത്, തീർച്ചയായിട്ടും. പക്ഷെ അതൊരു ഫോർമുല തന്നെയാണ്. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, എന്നെ എൻഗേജ് ചെയ്തു, പക്ഷെ അതൊരു ഫോർമുലയാണ്. പിന്നെ ഇപ്പോ ഞാൻ ഇന്നാള് ലബർ പന്ത് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയായിരുന്നു. പക്ഷെ തമിഴില് എല്ലാ ആഴ്ചകളിലും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാത്ത നല്ല സിനിമകൾ വന്നു പോകുന്നുണ്ട്. ഇപ്പൊ വാഴ പക്ഷെ ഞാൻ പക്ഷെ കോയമ്പത്തൂര് ഞാൻ വാഴ കണ്ടപ്പോ ഹൗസ്ഫുൾ ആണത്. ഹൗസ്ഫുൾ ആയിട്ട് തമിഴായിട്ട് തമിഴിൽ എത്ര മണിക്കൂറായിട്ട് നോക്കി? 2 മണിക്കൂർ. ഞാൻ ഈ വർത്താനം പറഞ്ഞിരുന്ന നമുക്ക് ഒരു സിനിമയുടെ ദൈർഘ്യത്തിൽ നമ്മൾ കണ്ടിന്യൂ നിർത്തുന്നില്ല, തുടങ്ങി അന്ന് പോയിക്കൊണ്ടിരിക്കും. സിനിമയാക്കിയിട്ട് കൊണ്ട് തിയേറ്ററിൽ ഇടാൻ പറ്റും വേണമെങ്കിൽ. നമ്മൾ കണ്ടില്ലാതെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. ഇത് ഞാൻ തന്നെയാണെങ്കിൽ 2.5 മണിക്കൂർ സംസാരിച്ചിട്ട് ഒരു വ്ലോഗ് എന്ന് പറഞ്ഞ സിനിമ ഇട്ടാല്
തുടക്കം ആക്ഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഓൺ ആക്കിയിട്ട് ക്യാമറ നമ്മൾ തന്നെ ഓൺ ആക്കിയിട്ട് ഇപ്പുറത്തിരുന്ന് ഈ പറഞ്ഞ് ലാസ്റ്റിൽ ഈ പടം തീരുന്നതിനും വരെ പറഞ്ഞ് തിയേറ്ററിൽ എല്ലാവരും ഉറങ്ങി കാണും. ആ തിയേറ്ററിൽ എല്ലാവരും ഉറങ്ങിപ്പോകും ഇത്ര നേരം കേട്ടോണ്ടിരുന്നാൽ. ഞാൻ 2.5 മണിക്കൂർ സംസാരിച്ചിട്ട് സ്പീഡ് കൂട്ടി വേണേ 2.5 സിനിമ പ്രൊഡ്യൂസറിന്റെ താല്പര്യം സമീപിക്കുക. ഇന്ത്യൻ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സിനിമ വരുന്നത്. അങ്ങനെ ഐഡിയ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പൊട്ടന്മാര് ചെയ്തൊന്നുമില്ല. വേറെ ആരും ചെയ്യുന്ന കണ്ടിട്ട് ഓ സൂപ്പറാന്ന് പറയും. എനിക്കും പറ്റത്തില്ല ചെയ്യാൻ. ഞാനിങ്ങനെ പറയുന്നേ അപ്പൊ നമുക്ക് ഇതിങ്ങനെ തുടർന്ന് പോകുന്നത് നമുക്ക് നിർത്താം അല്ലെ? അപ്പോ ഓക്കെ, എന്തായാലും ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്ട് എന്തായാലും വിജയമാവാനായിട്ട് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക അതെന്തായാലും ചെയ്യും. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.